ശ്രീനാരായണ ഗുരുദേവ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീനാരായണ പരമഹംസ മഹാഗുരുവിൽ സമാരംഭിച്ച് ശിവലിംഗ ദാസ സ്വാമിയിലൂടെ ദിവ്യശ്രീ ബോധാനന്ദ സ്വാമിയിലൂടെ അനസ്യൂതം തുടർന്ന് കൊണ്ട് ശിവഗിരി മഠത്തിൻ്റെ ഇപ്പോഴത്തെ മഠാധിപതിയിലെത്തി നിൽക്കുന്ന ഭഗവാന്റെ സന്യസ്ത ശിഷ്യ പരമ്പരയെ ഒന്നാകെ പ്രണമിക്കുന്നു. ശ്രീ ജ്ഞാനോദയ യോഗത്തിൻ്റെയും ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെയും സജ്ജനങ്ങളായ ഭാരവാഹികളെ, മഹാഗുരുവിൻ്റെ ദിവ്യമായ സങ്കേതത്തിൽ ദിവസങ്ങളായി നടന്നു വരുന്ന പ്രഭാഷണ പരമ്പരയിൽ എത്തിച്ചേരുന്ന എല്ലാ ദിവസവും വരുന്ന ആളുകൾ, പുതിയതായിട്ട് വന്നിട്ടുള്ള ആളുകൾ, എല്ലാവർക്കും എൻ്റെ പ്രാർത്ഥനാ നിർഭരമായ പ്രണാമം. ഓടി വന്ന് ബസ്സിൽ കയറുക, ഓടി വന്ന് ട്രെയിനിൽ കയറുക എന്നൊക്കെ പറയുന്നല്ലേ, ഓടി വന്ന് പ്രഭാഷണം ഇതിലോട്ട് കയറുമായിരുന്നു. 3 ദിവസമായി തലശ്ശേരിയിലുണ്ട്. ഞായറാഴ്ച വൈകിട്ടെത്തി. ഈ പ്രഭാഷണത്തിൻ്റെ സമയത്ത് മാത്രമാണ് ക്ഷേത്രത്തിൽ മടങ്ങി വരുന്നത്. തലശ്ശേരിയിലൂടെ ഇടവഴികളിലൂടെയെല്ലാം ഗ്രാമങ്ങളിലൂടെയെല്ലാം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചിട്ടുള്ള മഹാഗുരുവിൻ്റെ ദിവ്യയാനങ്ങളിൽ വായിച്ചറിഞ്ഞിട്ടുള്ള വഴികളിലൂടെ, പുന്നൂൽ മഠത്തിലൂടെ, കതിരൂർ മഠത്തിലൂടെ, കുട്ടിമാക്കൂലിലൂടെ, നോക്കൂ, പുണ്യത്തിലൂടെ എല്ലാം മഹാഗുരുവിൻ്റെ ശ്രീനാരായണ മഠങ്ങളുടെ ചരിത്രത്തിലൂടെ എല്ലാം ഉള്ളൊരു യാത്രയിലായിരുന്നു. ഇന്നും 6:15 ഇവിടെ വന്ന് കയറിയത്. ഞാൻ കുളിച്ച് താഴെ എത്തി ഭഗവാനെ നമസ്കരിക്കാൻ പോകുമ്പോൾ സ്വാഗതം പറഞ്ഞ് കഴിഞ്ഞ് ട്രെയിൻ വിട്ടെന്ന് പറയുന്ന പോലെ അപ്പോൾ ഓടി അങ്ങ് വരികയായിരുന്നു. കണ്ടിന്യൂസ് ആയി 3 ദിവസം ലൈഫിലെ തന്നെ ആദ്യത്തെ അനുഭവമാണ്. ഒരുപാട് ഏതാണ്ട് 1000-1200 വേദികളൊക്കെ ഇപ്പോൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതിൽ തന്നെ കണ്ടിന്യൂസ് 1, 2, 3 ഒരേ വേദിയിൽ ഏതാണ്ട് ഒരേ ആളുകളും പങ്കെടുക്കുന്ന ഒരു കണ്ടിന്യൂസ് സ്റ്റേജ്, വ്യത്യസ്തമായ 3 വിഷയങ്ങളിലൂടെ. ഇന്നിപ്പോൾ എനിക്ക് സ്വാഗതത്തിൽ ബഹുമാനായ സ്വാമിജി പറഞ്ഞതുപോലെ ശിവഗിരി തീർത്ഥാടനമാണ്. അതിലേക്ക് കടക്കുന്നു. ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഡീറ്റെയിൽഡായ കാര്യങ്ങളിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് ഞാനിന്ന് ഉച്ചയ്ക്ക് കണ്ട ഇവിടെ മഹാഗുരുവിൻ്റെ ആദ്യ വിഗ്രഹ പ്രതിഷ്ഠയുടെ മുൻപിൽ ഇവിടെയുള്ള മാതൃസമിതിയുടെ പ്രവർത്തകരും ഭജന സമിതിയുടെ പ്രവർത്തകരുമൊക്കെ ചേർന്ന് നമുക്ക് ഗുരുപദം TV-ക്ക് വേണ്ടി യൂട്യൂബ് ചാനലിൽ ഒരു ഭജനയുടെ ചെറിയ നമുക്കൊരു ഡെമോ എന്നൊക്കെ വിളിക്കുന്ന രീതിയിൽ അവരുടെ പൂർണ്ണമായ അതിലോട്ട് അവർക്ക് സമയം കൊടുക്കാൻ നമുക്ക് പറ്റിയില്ല. എങ്കിലും 2-3 കൃതികൾ ഗുരുവിൻ്റെ ഭക്തി ഗാനങ്ങൾ 2 കൃതികൾ അവർ ആലപിച്ചു. അപ്പോൾ അതിൽ ഏറെ സത്യത്തിൽ അത് പറയാതെ പോയേനെ. ഉച്ചയ്ക്ക് അവരത് ആലപിക്കുന്നത് കേട്ടപ്പോൾ ഇന്ന് വേദിയിൽ വന്നാൽ ആദ്യം അത് ഇവിടെ ഇരിക്കുന്ന ആളുകളോടൊന്ന് പറഞ്ഞിട്ട് പോകണമെന്ന് വിചാരിച്ച് അവർ ചിദംബരാഷ്ടകം വളരെ ഗംഭീരമായി അത് അവതരിപ്പിച്ചു. അധികം താമസിക്കാതെ ഗുരുപദം TV അത് അപ്ലോഡ് ചെയ്യും. നിങ്ങൾ ഗുരുപദം TV യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അത് വരുമ്പോൾ അതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെയൊക്കെയുള്ളൊരു അഭ്യർത്ഥനയാണ്, ഇനി ഈ ജഗന്നാഥൻ്റെ മണ്ണിൽ നിങ്ങൾ എത്തുമ്പോൾ, ഈ ജഗന്നാഥ ക്ഷേത്ര സന്നിധിയിൽ നിങ്ങൾ നമസ്കരിച്ച് പോകുമ്പോൾ നിങ്ങൾ സ്വയം ഒന്ന് ചോദിക്കണം, ഞാൻ എന്താണ് ഭഗവാനോട് പ്രാർത്ഥിക്കാറുള്ളത്? ചുമ്മാ ആരോടും പറയണ്ട, വെറുതെ ഓർത്താൽ മതി. ഞാൻ എന്തൊക്കെയായിരിക്കും പ്രാർത്ഥിക്കുക? നമ്മൾ നോർമലി ഓർക്കുവാണെങ്കിൽ എൻ്റെ മോനെ കാക്കണം, മോളെ കാക്കണം, മോകന് ജോലി കിട്ടണം, മകൾക്ക് ജോലി കിട്ടണം എന്നൊക്കെ പറഞ്ഞ് രസകരമായ സംഭവങ്ങളൊക്കെ നമ്മൾ കടന്നു പോകും. അപ്പോൾ നമ്മൾ ഈ മഹാസമാധിയിലൊക്കെ ശിവഗിരി ഡ്യൂട്ടിക്കൊക്കെ നിൽക്കുമ്പോൾ ഓരോ അമ്മമാരൊക്കെ പ്രാർത്ഥിക്കുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. സ്വാമി എന്നെയും കാക്കണം, അച്ചായനെയും കാക്കണം. നമ്മൾ ഈ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ഭാഗത്തൊക്കെ ഹസ്ബൻഡിനെ അച്ചായൻ എന്ന് വിളിക്കുന്ന രീതിയുണ്ട്. അച്ചാച്ചൻ, അച്ചായൻ. എന്നെയും കാക്കണം, അച്ചായനെയും കാക്കണം, രാജേഷിനെയും അവൻ്റെ ഭാര്യയും മക്കളെയും കാക്കണം, അവനെയും മക്കളെയും കാക്കണം. അങ്ങനെ വലിയ ലിസ്റ്റാണ് അവരെ കാക്കണം. ഇവരെ വളരെ രസകരമായ സംഭവമാണ് ചില അമ്മമാരൊക്കെ. എന്നിട്ട് ഏറ്റവും വലിയ തമാശ, ഇതെല്ലാം കഴിഞ്ഞിട്ട് പേഴ്സിൽ നിന്ന് ഒരു 10 രൂപ എടുത്ത് 10 പ്രാവശ്യം കറക്കിയിട്ട് അതിനകത്ത് വിടും. അപ്പം ഞങ്ങൾ തമാശയ്ക്ക് പറയും, ശരിയാ, പഞ്ചായത്ത് മെമ്പറേയും വാർഡ് മെമ്പറേയും കൗൺസിലറേയും വരെ ഗുരുദേവൻ കാത്തുരക്ഷിക്കണം, സ്വാമിക്ക് 10 രൂപ മാത്രമേ കൊടുക്കുകയുള്ളൂ. ഞങ്ങൾ തമാശയ്ക്ക് പറയുകയും ചെയ്യും. അതൊരു ഭക്തയുടെ ലെവലിൽ നമ്മൾ കണ്ടാൽ മതി, ഒരു തമാശ എടുത്താലും മതി. നമ്മുടെ വിഷയം അങ്ങനെ തരണേ, ഇങ്ങനെ തരണേ, അങ്ങനെ ചെയ്യണേ, ഇങ്ങനെ തരണം. അപ്പം അങ്ങനത്തെ ഒരു പ്രാർത്ഥനയിലൂടെ പോകും നമ്മൾ കാണാറുണ്ട്. അതിന് മഹാഗുരുവിൻ്റെ തന്നെ ഒരു ആൻസർ ഉണ്ട്. എല്ലാം അറിഞ്ഞു ഭഗവാൻ ഇവൻ ഇന്നെടുത്തു ചൊല്ലേണമോ. മഹാഗുരുവിൻ്റെ ശ്രേഷ്ഠമായ ഒരു കൃതിയായ പിണ്ടനന്ദിയിലെ ഒരു വരിയാണ്. പിണ്ടനന്ദിയിലെ ഒരു ഗർഭവതികളായ സ്ത്രീകൾ കൃത്യമായും ചൊല്ലിയിരിക്കേണ്ട ഗംഭീരമായൊരു പ്രാർത്ഥനയാണ് പിണ്ടനന്ദി. അതിൽ മഹാഗുരു പറയുന്നൊരു വരിയാണ്, എല്ലാം അറിഞ്ഞു ഭഗവാൻ. അപ്പം ഈ ഭഗവാൻ ഇതെല്ലാം അറിയാം. നിങ്ങൾ പോയിട്ട് എനിക്ക് ലോട്ടറി അടിക്കണേ, പെട്ടെന്ന് വീട് വെക്കാൻ പറ്റണേ, എനിക്ക് മകളെ കെട്ടിക്കണേ,
മകന് നല്ലൊരു ആലോചന വരണേ, ജോലി കിട്ടണേ, ലിസ്റ്റുമായിട്ട് പോകണ്ട. അതിനുള്ളൊരു സംവിധാനമാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ സാധിക്കുവാണെങ്കിൽ ശ്രീനാരായണ പരമസദ്ഗുരുവിൻ്റെ തൃക്കരങ്ങളാൽ വിരചിതമായ ആദിഗംഭീരമായ ചിദംബരാഷ്ടകം ഈ മണ്ണിൽ ജഗന്നാഥൻ്റെ മുൻപിൽ നിങ്ങൾ വരുന്ന എല്ലാ ദിവസവും ചൊല്ലണം. ഗുരു എഴുതിയ എല്ലാ കൃതികളും ഒന്നിനൊന്നിന് മെച്ചമാണ്, ഓരോണ്ണത്തിന് സ്പെഷ്യാലിറ്റി ഒന്നുമില്ല. എങ്കിലും വ്യക്തിപരമായി എനിക്ക് ചിദംബരാഷ്ടകം വളരെ ഇഷ്ടപ്പെടുവാനും കാരണം ഇന്ന് ഉച്ചയ്ക്ക് അവരവിടെ നമ്മുടെ ഭജനസമിതിയിലെ സ്ത്രീജനങ്ങൾ, വനിതാ രത്നങ്ങൾ അത് അവിടെ ഇരുന്ന് ചൊല്ലുമ്പോൾ ഈ ചൊല്ലുന്നവർ പോലും ഒരു പ്രത്യേക താളത്തിൽ അവരങ്ങനെ അതിലങ്ങ് ലയിച്ചു പോയി. ഗുരുവിൻ്റെ കൃതികൾ ചൊല്ലുമ്പോൾ ഒരു പ്രത്യേകതയാണ്, നമ്മളെല്ലാവരും അതിനകത്തങ്ങ് വിലയം പ്രാപിച്ചു പോകും. ചിദംബരാഷ്ടകം നിങ്ങളിവിടെ ചൊല്ലണം എന്ന് ഞാനൊരു റിക്വസ്റ്റ് പോലെ പറഞ്ഞത് ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞിട്ട് പോയാൽ നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല. എന്തുകൊണ്ടാണ് ചിദംബരാഷ്ടകത്തിൻ്റെ പ്രാധാന്യം എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അതിനൊരു വൈബ്രേഷൻ വരും. ചിദംബരാഷ്ടകം ഗുരുവിൻ്റെ എല്ലാ ശിവസ്തുതികളും ഒന്നിനൊന്ന്, അതിപ്പോൾ ശിവശതകമാണെങ്കിലും ശിവസ്തവമാണെങ്കിലും ശിവപ്രസാദ പഞ്ചകമാണെങ്കിലും എല്ലാം നോക്കൂ, സാനുഭവ ഗീതിയാണെങ്കിലും ഗുരുവിൻ്റെ ശൈവ സങ്കല്പത്തിൽ വരുന്ന എല്ലാ കൃതികളും ഒന്നിനൊന്നിന് മെച്ചമാണ്. എന്നാൽ ചിദംബരാഷ്ടകം ഒരു ഭക്തൻ്റെ കണ്ണിലൂടെ നോക്കും, നമ്മുടെ ക്യാമറ ഇവിടെ വെച്ചിട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ അതിന് വേറൊരു വൈബ്രേഷനാണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ ചിദംബരാഷ്ടകം മഹാഗുരു എഴുതുവാൻ ഒരു കാരണം ഞാനത് ഇവിടെ പറയാൻ കാരണം, ഞാൻ ആ ചൊല്ലിയ ആളെ കൊണ്ട് അതൊന്ന് പറയിക്കാൻ നോക്കിയ ചാനലിനകത്ത് അത് പറയത്തില്ല. എന്നാൽ പിന്നെ നോക്കൂ, അതൊരു ചെറിയ സംഭവമല്ല. ഒരിക്കൽ ഏതാണ്ട് 1893-94 ആയിരുന്നിരിക്കണം. കാരണം മഹാഗുരുവിൻ്റെ ആദ്യത്തെ സന്യാസ ശിഷ്യൻ ശിവലിംഗദാസ സ്വാമിയാണ്. ശിവലിംഗദാസ സ്വാമിക്ക് മഹാഗുരു സന്യാസം കൊടുക്കുന്നത് 1894 ഗുരുവിൻ്റെ തിരുസ്വതത്തിലെത്തി 9 വർഷം കഴിഞ്ഞിട്ടാണ്. കൊച്ചപ്പിപ്പിള്ള എന്നായിരുന്നു പൂർവാശ്രമത്തിലെ നാമം. മഹാഗുരു സ്നേഹപൂർവ്വം കുഞ്ചു എന്ന് വിളിക്കുമായിരുന്ന, പൂർവാശ്രമത്തിൽ നായർ സമുദായ അംഗമായിരുന്ന, മാർത്താണ്ഡപിള്ളയുടെയും ഉമ്മിണി അമ്മയുടെയും മകനായിരുന്ന, അരുവിപ്പുറത്തിനടുത്ത് മാരായമുട്ടം സ്വദേശിയായിരുന്ന ഒരു യുവ ബാലൻ, ഏതാണ്ട് ഒരു 10 വയസ്സ് പ്രായമുള്ള ആളാണ്. അപ്പോൾ ഒരു പിന്നോക്ക സമുദായ അംഗമായ സന്യാസിയുടെ കൂടെ കൂടിയതിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുക നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ വിഷയം മറ്റൊന്നാണ്. അങ്ങനെ ഗുരുവിൻ്റെ കൂടെ അരുവിപ്പുറത്ത് താമസമാക്കുന്നു. ഓരോ ചരിത്രകാരന്മാരും ഓരോ രീതിയിലാണ് പറയുന്നതെങ്കിലും ഏതോ ഒരു യാത്രയിൽ വല്ല സാധനം വാങ്ങാൻ അവിടെയുള്ള പീടിക പോലെയുള്ള കട പോലെയുള്ള സംവിധാനമായിരുന്നിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് പോയതായിരുന്നിരിക്കാം. ഏതോ ഒരു യാത്രയ്ക്ക് നമ്മുടെ ശിവലിംഗദാസ സ്വാമി, അന്ന് കുഞ്ചു ആയിരുന്നയാൾ, പോയിട്ട് തിരിച്ചു വരുമ്പോൾ കുറച്ച് കൂട്ടുകാരെ കണ്ടു. ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത് കൊണ്ട് സ്വന്തം കുടുംബത്തിലെ സ്വന്തം കുലത്തിലെ കൂട്ടുകാരുമായി ഒരു ഇൻറ്ററാക്ഷൻ ഒന്നുമില്ല, അവസരമില്ല. അപ്പോൾ ഇവരെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി. കുഞ്ഞല്ലേ ആ കുഞ്ച്, അപ്പോൾ അവർ കൊച്ചപ്പി എന്നാണ് വിളിക്കുന്നത്. നീ എവിടെ പോയി? ഞാൻ മഠത്തിലേക്ക് അങ്ങനെ എന്തോ ഒരു സംഭവം, ഓരോരുത്തരും എന്തോ വാങ്ങാൻ പോയെന്നും അതല്ല ഗുരു പറഞ്ഞ് എന്തോ ആവശ്യത്തിന് പോയെന്നും നമുക്ക് പല കാരണങ്ങൾ പല ചരിത്രകാരന്മാർ പറയുന്നു. വാട്ട് എവർ ഇറ്റ് മേ ബി, പുറത്ത് പോയെന്ന് എടുത്താൽ മതി. നിങ്ങളൊക്കെ എവിടെ പോവാ? ഞങ്ങളൊക്കെ ചിദംബരം ക്ഷേത്രത്തിൽ പോവാന്ന്. അപ്പോൾ കൊച്ചപ്പിപ്പിള്ള നമ്മുടെ കുഞ്ചുസ്വാമി ചോദിക്കുന്നു, ചിദംബര ക്ഷേത്രത്തിൽ എന്താ? അയ്യോ, അവിടെ ഇപ്പോൾ ഉത്സവമല്ലേ, വലിയ ഉത്സവം, ഗംഭീര ഉത്സവം, വലിയ കെട്ടുകാഴ്ചയും മേളവും താലപ്പൊലിയും ഗംഭീരമായ ഉത്സവമാണ്. നിന്റെ വീട്ടുകാരൊക്കെ പോയിട്ടുണ്ടെന്ന്, അച്ഛനും അമ്മയും ചേട്ടന്മാരും ഒക്കെ പോയിട്ടുണ്ട്. കുഞ്ഞല്ലേ, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട സങ്കടമൊക്കെ ഉണ്ടല്ലോ, വീട്ടുകാരെ പുറത്താക്കിയ സങ്കടമൊക്കെ ഉണ്ടല്ലോ. നേരെ അരുവിപ്പുറത്ത് മഠത്തിലേക്ക് വരുമ്പോൾ തൃപ്പാദങ്ങളെ മഠത്തിലുണ്ട്. അപ്പോൾ ഒരു അച്ഛനോടുള്ള സ്നേഹവും ബഹുമാനവുമാണ്. സ്വാമി ഒരു പുത്രൻ്റെ വാത്സല്യം കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ ഗുരുവിനോട് ചോദിച്ചു, സ്വാമി എൻ്റെ കൂട്ടുകാരൊക്കെ ചിദംബരത്തിൽ പോയേക്കോ സ്വാമി, എന്നെ കൂടെ കൊണ്ടുപോകാവോ സ്വാമി എന്ന്. അപ്പോൾ ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്നെ കൊണ്ടുപോകാം, നമുക്ക് പോയേക്കാം. അങ്ങനെ കൊച്ചപ്പിപ്പിള്ളയ്ക്ക് കുഞ്ചുവിന് വലിയ സന്തോഷമാകുന്നു. ആള് കുളിച്ച് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് കുഞ്ഞു കുപ്പായങ്ങളൊക്കെ ആയിരിക്കും. നമുക്ക് അങ്ങനെ ഡീറ്റെയിൽഡ് അതിൻ്റെ ഹിസ്റ്ററി നമുക്ക് അവൈലബിൾ അല്ല. ഒന്ന് റെഡിയാക്കുന്നു. പിറ്റേന്ന് കാലത്ത് പോകുന്നൊക്കെ ആയിരിക്കും വിചാരം. വൈകിട്ടായിട്ടും സ്വാമി ഒന്നും പറയുന്നൊന്നുമില്ല. അപ്പോൾ ആ സമയത്ത് കുമാരനാശാനെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് കൽക്കട്ടയിലേക്ക് അയക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ പൽപ്പുമായിട്ടുള്ള കത്തടപാടുകൾ, തിരക്കുകൾ, അരുവിപ്പുറം കൊടുത്ത് ബിസി ഷെഡ്യൂൾ ഉള്ള സമയമാണ്. അരുവിപ്പുറത്തപ്പോൾ സംസ്കൃത പള്ളിക്കൂടമാകുന്നു, മലയാള പള്ളിക്കൂടമാകുന്നു. പതിയെ അരുവിപ്പുറത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഒരു സ്റ്റാർട്ടിങ്, ഒരു മൈഗ്രേഷൻ്റെ കാലഘട്ടമാണ്. ഗുരു വളരെ ബിസി ഷെഡ്യൂളുള്ള സമയമാണ്. അപ്പോൾ ഇടയ്ക്കൂടെ കയറി സ്വാമി നമുക്ക് ചിദംബരത്ത് പോകണ്ടേ എന്ന് ചോദിക്കാൻ ഈ കുഞ്ഞനായത് 10 വയസ്സെങ്ങാണ്ട് പ്രായമേ ഉള്ളൂ. ഇതൊക്കെ പിന്നീട് നമുക്ക് ചരിത്രത്തിൽ കിട്ടുന്നത് നോക്കൂ. പേരൂർക്കട കൊച്ചപ്പൻ ശിവലിംഗസ്വാമിയുമായി നടത്തുന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട്. ശിവലിംഗദാസ സ്വാമിയുമായി നേരിട്ടുള്ള അഭിമുഖം ഒറ്റ ഒരെണ്ണം മാത്രമേ ഉള്ളൂ നമുക്ക് ചരിത്രത്തിൽ ലഭ്യമായിട്ടുള്ളത്. അത് പേരൂർക്കട കൊച്ചപ്പൻ്റേതാണ്. ശ്രീനാരായണ ശിവലിംഗം എന്ന പുസ്തകത്തിൽ അതിൻ്റെ ലഭ്യമായ ഭാഗങ്ങളൊക്കെ സച്ചിദാനന്ദ സ്വാമികൾ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്.
അപ്പോൾ അതിലുള്ള വസ്തുത എന്ന് പറയുന്നത് അതിൽ ഏതാണ്ട് 40 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇൻ്റർവ്യൂ. പണ്ടത്തെ കാര്യങ്ങൾ ഓർമ്മയിൽ നിന്നുമാണ് ശിവലിംഗ സ്വാമി പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ പിറ്റേന്ന് രാവിലെ ശിവലിംഗ സ്വാമി തയ്യാറെടുത്തിരിക്കുന്നു. ഗുരുവിനെ കാണാൻ പോലും പറ്റുന്നില്ല. ആള് ഭക്ഷണം കഴിക്കാൻ പോലും പോയില്ല. ഉച്ചയ്ക്കും ഭക്ഷണം കഴിക്കാൻ പോലും പോയില്ല. പ്രതിഷേധം, സങ്കടം, നിരാശ. നമ്മൾ ഇപ്പോഴത്തെ ഭാഷയെ പറഞ്ഞാൽ ആകെ ഡിപ്രസ്ഡായി അങ്ങ് ആള് അവിടെ പർണശാല കിടക്കും, അല്ലെങ്കിൽ അവർക്ക് കുട്ടികൾക്കൊക്കെ താമസിക്കാനുള്ള അവിടെ അങ്ങ് വരുന്നു. സ്വാമിയെ കാണാൻ പോലും പോയില്ല. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഗുരു പതുക്കെ ചോദിക്കുന്നു, കുഞ്ചു എവിടെ? രാവിലെ തന്നെ സ്വാമി ശ്രദ്ധിച്ചു, പക്ഷെ ആ സമയം തിരക്കിലായിരുന്നു. ഉച്ചയ്ക്ക് ഗുരു അന്വേഷിക്കുന്നു, കുഞ്ചു എവിടെ? അപ്പോൾ അരുവിപ്പുറത്തെ അന്നത്തെ ഒരു പാചകക്കാരനായ പപ്പു ശാന്തി അവിടെയുണ്ട്. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയുന്നു, സ്വാമി അവൻ തൃപ്പാദങ്ങളോട് പിണങ്ങിക്കിടക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗുരു ചിരിക്കുന്നു, ഓ അവൻ നമ്മോട് പിണക്കമാണോ? അതെന്താ കാര്യം? അപ്പോൾ അരുവിപ്പുറത്തെ ആദ്യത്തെ മേൽശാന്തി ഭൈരവൻ ശാന്തികൾ പറയുന്നു, സ്വാമി അവനെ ചിദംബരത്തെങ്ങാണ്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞായിരുന്നോ? അപ്പോൾ ഗുരു, നാം അവനോട് ചിദംബരത്ത് പോകാമെന്ന് പറഞ്ഞായിരുന്നു, നാം അത് വിട്ടു. ഇതൊക്കെ ഗുരുവിൻ്റെ ഒരു നാടകമാണ് കേട്ടോ. സ്വാമിയുടെ ഒരു അവതാര ലീലയെന്ന് എടുത്താൽ മതി. ഈ കൃതി ഈ മണ്ണിലേക്ക്, ഈ ഭക്തന്മാരിലേക്ക് ഒഴുകി വരുവാനുള്ളൊരു സാഹചര്യം നിയതി ഉരുത്തിരിഞ്ഞ് കൊണ്ടുവരുന്നത് നമ്മളതിങ്ങനെ വായിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. നാം അവനോട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞായിരുന്നു, അവൻ എവിടെ? സ്വാമി കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞ് അവൻ ഭക്ഷണം കഴിക്കാതെ പ്രതിഷേധിച്ച് കിടക്കുവാന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു ചിരിച്ചു, കൊള്ളാമല്ലോ, അവനെങ്കിൽ കൊണ്ടുവരൂ. അപ്പോൾ പപ്പുശാന്തി ഓടിച്ചെന്ന്, എടാ കുഞ്ചു, നിന്നെ സ്വാമി വിളിക്കുന്നുണ്ടെന്ന്. ഞാൻ വരുന്നില്ലെന്ന്. പിണക്ക സ്വാമിയോട് പിണക്കം. അപ്പോൾ ഇവർ കൊച്ചല്ലേ, 10 വയസ്സുള്ളൂ. ഇവർക്ക് എല്ലാവർക്കും ആള് പൊക്കിയെടുത്തു. ഗുരുവിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി, സ്വാമി ഇവൻ പിണങ്ങിയിരിക്കുവാന്ന്. അപ്പോൾ ഗുരു ചോദിച്ചതായിട്ടാണ് ശിവലിംഗസ്വാമി ഓർത്ത് പറയുന്നത്, നീ നമ്മോട് പിണക്കമാണോടാ? ശിവലിംഗസ്വാമി കണ്ണുനീരിങ്ങനെ നിൽക്കുമായിരുന്നു. പതുക്കെ കണ്ണുനീരിങ്ങനെ പൊട്ടി ഒഴുകാൻ തുടങ്ങി. സ്വാമി എന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞില്ലേ, ഞാൻ പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞാൽ വിഷമിച്ചിരിക്കുക. ഉടനെ ഗുരു വീണ്ടും പറഞ്ഞ്, സാരമില്ല, നമുക്ക് പോകാം. അപ്പോൾ ആളങ്ങ് പൊട്ടിത്തെറിച്ചു. അതുവരെ കെട്ടി നിർത്തിയിരുന്ന ദുഃഖവും സങ്കടവും നിരാശയും പ്രതിഷേധവും പൊട്ടി ഒഴുകിക്കളഞ്ഞു. സ്വാമി എന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞില്ലേ, ഇവിടെ നിന്ന് തിരുവനന്തപുരം വരെ പോകണമെങ്കിൽ തന്നെ 2 ദിവസമാകും. അവിടുന്ന് അടുത്ത നമ്മൾ പോകുമ്പോൾ തന്നെ വൈകുന്നേരമാകും. അവിടുന്ന് 2 ദിവസം എടുത്തെങ്കിൽ മാത്രമേ നമ്മൾ ചിദംബരത്തേക്ക് എത്തത്തുള്ളൂ. ഈ സമയം കൊണ്ട് നമ്മൾ അവിടെ എത്താനാണ്, എനിക്ക് പോകണ്ടേ എന്നും പറഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങളെ കരയുന്ന പോലെ ഒറ്റ കരച്ചിൽ. ഗുരു ചിരിച്ചു, എടാ നീ കരയണ്ട, നാം നിന്നെ കൊണ്ടുപോകാം. അപ്പോൾ അരുവിപ്പുറത്തെ ആദ്യ മേൽശാന്തി ഭൈരവൻ ശാന്തി പറഞ്ഞു, തൃപ്പാദങ്ങളെ, ഇവൻ പറഞ്ഞതിലും വസ്തുതയുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നടന്ന് അരുവിപ്പുറം വരെ, തിരുവനന്തപുരം വരെ എത്തി അവിടെ നിന്നും വള്ളം പിടിച്ചൊക്കെ വേണം അവിടേക്ക് പോകുവാനായി. നല്ല ദൂരമുണ്ട്, 2 ദിവസമെങ്കിലും എടുക്കും. അപ്പോഴേക്ക് ഉത്സവം കഴിയും. ഇപ്പോൾ തന്നെ കഴിയാറായി. അപ്പോൾ ഗുരുവിൻ്റെ ഒരു മറുപടിയുണ്ട്, നാം അവനോട് ഇപ്പോൾ കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ കാര്യം സീരിയസ് ആയി. നമ്മൾ ചില സിനിമയ്ക്കകത്ത് പറഞ്ഞ പോലെ സീൻ മാറി. ഗുരു പറയുമ്പോൾ അപ്പോ അത് കാര്യം മാറി. നാം അവനോട് ഇപ്പോൾ കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത്. പിന്നീട് പേരൂർക്കട കൊച്ചപ്പനോട് ശിവലിംഗദാസ്വാമികൾ പറഞ്ഞ കാര്യം പേരൂർക്കട രേഖപ്പെടുത്തുന്ന ഇങ്ങനെയാണ്. സ്വാമിയുടെ ഒരു ഓർമ്മയിൽ അന്ന് ഗുരുവിനോട് ചേർന്ന് നിന്നു വന്ന, സ്വാമി എന്നെ ചേർത്ത് പിടിച്ചു എന്ന് പോലും ശിവലിംഗസ്വാമി ഓർത്തെടുക്കുകയാണ്. എൻ്റെ പാദങ്ങളുടെ ഒരു സ്ഫുലിംഗം കടന്നു പോകുന്നുണ്ട്, ഒരു ഞെട്ടൽ പോലെ. നമ്മൾ ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞ ഒരു ഇലക്ട്രിക് ഒരു ഫയർ പോലെ. ആള് കുഞ്ഞല്ലേ, ഇറുക്കി കണ്ണടച്ചു കളഞ്ഞു. കണ്ണടച്ചു, കണ്ണ് തുറന്നു. 2 പേരും ചിദംബരത്തുണ്ട്. അതാണ് ഗുരു കേട്ടോ, അതാണ് ഗുരു. നമുക്കങ്ങോട്ട് അത്ര വിശ്വാസമായിട്ടില്ല, ഇതൊക്കെ എപ്പോൾ പോകാനാന്ന്. അതാണ് ഗുരു. ഒന്ന് കണ്ണടച്ച് കണ്ണ് തുറന്നപ്പോൾ അരുവിപ്പുറത്തെ ആ വനത്തിന്റെ നിശബ്ദത, ചീവീടുകളുടെ ഭയപ്പെടുത്തുന്ന ശബ്ദത്തിൽ നിന്നും കണ്ണടച്ച് തുറന്നപ്പോ നോക്കൂ, ഒരു മഹാക്ഷേത്രത്തിന്റെ കൊട്ടും കുരവയും താലപ്പൊലയും ആനപ്പിണ്ടത്തിന്റെ ഗന്ധവും ഉത്സവത്തിന്റെ പകിട്ടിലേക്കാണ് ഞാൻ വന്നത്. 2 സെക്കൻഡ് 800 കിലോമീറ്റർ. ചുമ്മാതാണോ ഗുരു ചോദിച്ചേ? നമ്മുടെ ജീവചരിത്രം എഴുതിയാൽ ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ? അങ്ങനെ ഗുരു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഉള്ളത് കൊണ്ടാ. തൃപ്പാദങ്ങളെ കുറച്ച് പണം എടുത്ത് ശിവലിംഗസ്വാമിയുടെ കൊടുത്തിട്ട് പറഞ്ഞു, നീ അന്ന് കുഞ്ചുവാണ്, ശിവലിംഗസ്വാമി ആയിട്ടില്ല, നീ ഭക്ഷണമൊക്കെ കഴിച്ചു, കളിപ്പാട്ടം വേണേ മേടിച്ചു, നാം ഈ ആൽമരത്തിൻ്റെ ചൂട്ടി കാണുമെന്ന് പറഞ്ഞു. തൃപ്പാദങ്ങൾ ഒരു ആൽമരത്തിൽ ചാരിയിരുന്നു. ഈ ചരിത്രമൊക്കെ വായിച്ചിട്ട് ഈ ചിദംബരം ക്ഷേത്രത്തിൽ പോയ ഒരാളാണ് ഞാൻ. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാനും ഇതൊന്ന് കാണാനും പഠിക്കാനും ഒക്കെ. പക്ഷെ ആൽമരം ഒന്നും കാണാൻ പറ്റിയില്ല. ചിലപ്പം വെട്ടിക്കളഞ്ഞ കാണണമെങ്കിൽ അത് നമുക്ക് ലൊക്കേഷൻ മനസ്സിലാകാതെ പോയി കാണും. അപ്പോൾ ഏതാണ്ട് ഉച്ചയായി സമയം. ശിവലിംഗസ്വാമി കാരണം ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗുരു വിളിക്കുന്നതും. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1 മണി 2 മണി എന്നൊക്കെ നമുക്ക് എടുക്കാം. മേ ബി ഇതൊന്നും കൃത്യം നമുക്ക് ഡേറ്റ അവൈലബിൾ അല്ല.
അപ്പോൾ ശിവലിംഗസ്വാമി കൂട്ടുകാരെ കാണുന്നു, തുള്ളി കളിച്ച് തിമിർത്ത്. കാരണം അരുവിപ്പുറത്തെ കൂട്ടുകാരെ കാണുന്നു, തൃപ്പാദങ്ങൾ പണം കൊടുത്തിട്ടുണ്ട്, ഏതാണ്ടൊക്കെ മേടിച്ച് കഴിക്കുന്നു, കളിപ്പാട്ടമൊക്കെ മേടിക്കുന്നു, തുള്ളിച്ച് നടക്കുക. സമയം ഏതാണ്ട് 5, 5:30, 6 മണിയായി. ഇരുട്ട് പരന്ന് തുടങ്ങി. അവിടെ വിളക്കുകൾ കൊളുത്തുന്നു, താലപ്പൊലിക്ക് ആളുകൾ തയ്യാറാകുന്നു. പെട്ടെന്ന് ഓർത്തെ, അയ്യോ എൻ്റെ കൂടെ ഗുരുസ്വാമി ഉണ്ടായിരുന്നല്ലോ എന്ന്. ആളിതൊക്കെ മറന്നുപോയി, കൊച്ചല്ലേ. അയ്യോ സ്വാമി എവിടെയായിരിക്കും? ഒരൊറ്റ ഓട്ടം, നാം ഈ ആൽമരത്തിൻ്റെ ചോട്ടി കാണുമെന്നാ പറഞ്ഞേ. ഓടി ചെല്ലുമ്പോൾ ഗുരു അവിടെ തന്നെ ഇരിപ്പുണ്ട്, തൃപ്പാദങ്ങളുടെ ആൽമരത്തിൽ ചാരിയിരിപ്പുണ്ട്. കൂടെ വേറെ കുറെ സാധുക്കളൊക്കെ ഉണ്ട്, അവരുമായി സംസാരിക്കുന്നു. ഓടി ചെന്ന് ഗുരുവിൻ്റെ വയറ് ചേർത്ത് കെട്ടി ഒരു പെടുത്തുമ്പോൾ, സ്വാമി ഞാൻ വന്നേ എന്നൊരു വിളിയുണ്ട്. അത് ആ ഒരു കുഞ്ഞാണല്ലോ, ഗുരു മകനെ പോലെയാണല്ലോ. തൃപ്പാദങ്ങളൊന്ന് തടികെട്ടൊക്കെ ചോദിക്കുന്നു, നീ വല്ലതും കഴിച്ചോടാ? സ്വാമി ഞാനെല്ലാം കഴിച്ചെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഗുരു നോക്കുമ്പോൾ വലിയ പി കളിപ്പാട്ടമൊക്കെ കെട്ടിപ്പൊച്ച് കൊണ്ടുവന്നേക്കുക. ഗുരു കൊടുത്ത പൈസയ്ക്ക് കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഗുരു ചോദിക്കുന്നു, എങ്കിൽ നമുക്ക് പോവാം. സ്വാമി നമുക്ക് പോകാമെന്ന്. ഗുരു അടുത്തായിട്ട് ചോദിക്കുന്നു, നീ എന്തൊക്കെയാ പ്രാർത്ഥിച്ചേ? അയ്യോ സ്വാമി ഞാൻ പ്രാർത്ഥിച്ചില്ലെന്ന്. അപ്പോൾ ഗുരു വീണ്ടും ചോദിക്കുന്നുണ്ട്, നീ തൊഴുതില്ലേ? അയ്യോ സ്വാമി ഞാൻ തൊഴുതില്ലെന്ന്. ആള് തൊഴാൻ മറന്നുപോയി. കൂട്ടുകാരെ കണ്ട് ചിരിച്ചു കളിച്ച് തുള്ളിച്ചാട് നടക്കുമായിരുന്നു. ചിരിച്ചുകൊണ്ട് ഗുരുവിൻ്റെ ഒരു ചോദ്യമുണ്ട്, നീ നമ്മോട് വഴക്കുണ്ടാക്കി ഇത്രടം വരെ വന്നിട്ട് തൊഴുതില്ലേ? പെട്ടെന്ന് ഈ കളിപ്പാട്ടമൊക്കെ ഗുരുവിനെടുത്ത് വെക്കുന്നു. സ്വാമി ഞാൻ ഇപ്പോൾ തൊഴുതിട്ട് വരാമെന്ന്. ഒരൊറ്റ ഓട്ടം. പക്ഷേ നമ്മൾ ഓട്ടംകാരുടെ ഭാഷ പറഞ്ഞ പണിപാളി. ഉത്സവ കാലഘട്ടമാണ്, എന്തോ പൂജയോ വലിയ എന്തോ ബലിയൊക്കെ നടക്കുക. വടം കെട്ടി തിരിച്ചിരിക്കുക. രാത്രി 10 മണി കഴിയാതെ ആരും കയറ്റുമല്ല. തിരിച്ച് ഗുരുവിൻ്റെ അടുത്ത് വന്നു, കൈ ഇങ്ങനെ ചേർത്ത് വെച്ചു, സ്വാമിക്കിട്ട് നോക്കി നിൽക്കുക. കണ്ണുനീരിങ്ങനെ ഇവിടെ വന്നിരിക്കുക. ഗുരു വന്ന് തുറിച്ച് നോക്കിയാൽ ഇപ്പം കരഞ്ഞു കളയും. കണ്ണുനീരിങ്ങനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഗുരു ചോദിക്കുന്നു, തൊഴുതില്ലേ? സ്വാമി അത് ആരെ അങ്ങോട്ട് കയറ്റിവിടുന്നില്ല. സ്വാമി അത് ഒരു വിറവച്ചൊക്കെ പറയുക. ഇപ്പം കരഞ്ഞു കളയും. പതുക്കെ പറഞ്ഞു, തിരക്കല്ലേ അരുവിപ്പുറത്ത്, നമുക്ക് പോകാം സ്വാമി, മറ്റൊരവസരത്തിൽ തൊഴാന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ വിഷമിക്കണ്ട, നാം നിനക്കൊരു പ്രാർത്ഥന ചൊല്ലിത്തരാം, നീ അത് ചൊല്ലിക്കോളൂ. ചിദംബരൻ അത് കേട്ടോളൂ എന്ന് പറഞ്ഞു. കേട്ടല്ലോ നിങ്ങൾ, ചിദംബരൻ അത് കേട്ടോളും. അവതാരമൂർത്തി പറഞ്ഞതാ, പരമഹംസ മഹാഗുരു പറഞ്ഞതാ, ശ്രീനാരായണ പരമഹംസ മഹാഗുരു പറഞ്ഞതാ. ഈ ശിവൻ എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉള്ളതാണെങ്കിൽ കേട്ടിരിക്കും. എന്നിട്ട് അങ്ങോട്ട് ചൊല്ലിക്കൊടുത്ത് ശിവലിംഗസ്വാമിയുടെ ഹൃദയത്തിൽ അത് കുറിച്ചെടുത്ത്, ബ്രഹ്മമുഹാമരവന്ദിതലിംഗം ജന്മജരാമരണാന്തകലിംഗം കർമ്മനിവാരണ കൗശലലിംഗം തന്മൃദുപാദു ചിദംബരലിംഗം. ശരിയല്ലേ? കൽപകമൂല പ്രതിഷ്ഠിതലിംഗം ദർപ്പകനാശയുധിഷ്ഠിരലിംഗം കുപ്രകൃതി പ്രകരാന്തകലിംഗം തന്മൃദുപാദു ചിദംബരലിംഗം. ഇനി ഇത് ഓർത്തുകൊണ്ടത് ആലപിക്കണം. അപ്പോൾ നിങ്ങളുടെ ഒരു ഫീലിൻ്റെ ലെവല് വേറെ ആയിരിക്കും. ഗുരു ഇത് എന്തുകൊണ്ട് എഴുതി, എങ്ങനെ എഴുതി, ഏത് സാഹചര്യത്തിൽ എഴുതി, ഇതതിൻ്റെ ഒരു ബാക്ക് എൻഡ് ഹിസ്റ്ററിയാണ്, ഒരു ചരിത്രമാണ്. ഇതിനകത്തൊരു ആധ്യാത്മികമായ വേർഷൻ കൂടിയുണ്ട്. അതുകൂടി നിങ്ങൾ അറിയുമ്പോഴാണ് ആ കൃതി ചൊല്ലാൻ ഇവിടെ മനസ്സിൽ നിന്നൊരു ആവേശത്തിര ഇങ്ങനെ വരുന്നത്. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ, ആ കാലം വരെ ഹിന്ദു ജനവിഭാഗത്തിൻ്റെ ഇടയിൽ വളരെ പ്രചാരത്തിലുള്ള ഒരു ശിവസ്തുതി ഉണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് ലിംഗാഷ്ടകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശങ്കര ഭഗവത്പാദര് രചിച്ച കൃതിയാണ്. അതൊരു പക്ക ബ്രാഹ്മണിക്കൽ പ്രാർത്ഥനയായി മാത്രമാണ് അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നത്. തീയ ഈഴവ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് ഈ ലിംഗാഷ്ടകം ചൊല്ലുവാൻ പെർമിഷൻ ഇല്ല. ചൊല്ലിയാൽ പണിഷ്മെന്റാ. ബ്രാഹ്മണാദി മുന്നോക്കക്കാർ മാത്രമേ ചൊല്ലാവൂ. നോക്കൂ, ഈ ലിംഗാഷ്ടകത്തിന്റെ അതേ പ്രകാരത്തിൽ, അതേ വൃത്തസംഹിതയിൽ, അതേ പദപ്രയോഗ ശൈലിയിൽ, അതേ സാമ്പ്രദായിക രീതിയിൽ, അതേ ഈണത്തിൽ, അതേ ശ്ലോക ശൈലിയിൽ മഹാഗുരു ചമച്ചൊരുക്കിയതാണ് ചിദംബരാഷ്ടകം. അതേ രീതിയിൽ. പക്ഷെ നിങ്ങളിപ്പോഴും ഈ ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൽ പോയി നോക്കണേ. അതിപ്പോൾ മലബാർ ദേവസ്വം ബോർഡായാലും, കൊച്ചി ദേവസ്വം ബോർഡായാലും, തിരുവിതാംകൂർ ദേവസ്വം ബോർഡായാലും അവിടെ റെക്കോർഡിൽ ലിംഗാഷ്ടകമേ വെക്കുകയുള്ളൂ. അവർ ചിദംബരാഷ്ടകം വെക്കത്തില്ല. നമുക്ക് വരി അറിയാൻ മേലെ മാറിപ്പോയി. രണ്ടും ഒരേ പ്രകാരമാണ്. മറ്റേത് സവർണൻ്റെതും ഇത് അവർണൻ്റെതുമാണ്. എൻ്റെ ഉദ്ദേശശുദ്ധിയിൽ മാപ്പാക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പക്ഷേ ഈ നമ്മുടെ ഗുരുസാഗരം മാസികയുടെ സജ്ജഭൂഷൺ സാറിൻ്റെ ഒരു ക്ലാസ്സിൽ ഞാൻ കേട്ടതാണ്,
എല്ലാ ചിന്തകന്മാരും എല്ലാ പഠിതാക്കളും മഹാഗുരുവിന്റെ കൃതികളെ അപഗ്രഥിക്കുന്നവരും ഒരേ സ്വരത്തിൽ പറയുന്നു, നോക്കൂ, ആധ്യാത്മികമായ മഹിമ കൊണ്ട്, വേദാന്തസാര ഗരിമ കൊണ്ട്, നോക്കൂ, പദപ്രയോഗത്തിന്റെ സാമ്പ്രദായിക ശൈലി കൊണ്ട് ഒരു സൃഷ്ടിയുടെ ഏതൊക്കെ ക്രൈറ്റീരിയകൾ വെച്ച് നോക്കിയാലും ശങ്കരാചാര്യരുടെ ലിംഗാഷ്ടകത്തേക്കാൾ 10 ഇരട്ടി, ഐ റിപ്പീറ്റ്, 10 ഇരട്ടി ടോപ്പ ശ്രീനാരായണ പരമസദ്ഗുരുവിന്റെ ചിദംബരാഷ്ടകം. നമ്മളാരും പോലും ചൊല്ലുകയില്ലെന്നൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. അവിടെ പ്രിയപ്പെട്ട നിങ്ങളവിടെ ചൊല്ലണേ. ബ്രഹ്മമുഖാമര വന്ദിത ലിംഗം ജന്മജരാമരണാന്തകലിംഗം കർമ്മ നിവാരണ കൗശലലിംഗം തന്മൃദു പാതു ചിദംബരലിംഗം. ഇനി അതിനകത്ത് ഗുരു നമുക്കൊരു ഓഫർ തരുന്നുണ്ട്. ഓഫർ, അതായത് ചൊല്ലാൻ നമുക്കൊരു പ്രേരണ വേണമല്ലോ. നോക്കൂ, 1ാമത്തെ ശ്ലോകം, 2ാമത്തെ ശ്ലോകം, 3, അതിനടുത്തൊരെണ്ണമുണ്ട്. സാംബ സദാശിവ ശങ്കരലിംഗം കാമ്യവരപ്രദ കോമളലിംഗം സാമ്യവിഹീന സുമാനസലിംഗം തന്മൃദുപാദു ചിദംബരലിംഗം. നമ്മളൊന്ന് പതുക്കെ ഓർത്ത് നോക്കിയേ. സാംബ സദാശിവ ശങ്കരലിംഗം കാമ്യവരപ്രദ കോമളലിംഗം. നിങ്ങൾ കാമിക്കുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ ഡിസയർ ചെയ്യുന്ന എല്ലാം പ്രദാനം ചെയ്യുന്ന ലിംഗം. അത് സ്ത്രീജനങ്ങളൊക്കെ ചൊല്ലാൻ വേണ്ടി സ്വാമി ഒരു ഓഫർ ഇട്ടായിരിക്കും. ഓഫർ, ബൈ 2 get 1 ഫ്രീ എന്നൊക്കെ പറയുന്ന പോലെ ഇതോടൊക്കെ ചൊല്ല്. അതിനകത്ത് വലിയ ആധ്യാത്മികമായ മഹിമയൊക്കെ ഉണ്ടെങ്കിലും സാംബ സദാശിവ ശങ്കരലിംഗം കാമ്യവരപ്രദ കോമളലിംഗം ചൊല്ലണേ പ്രിയപ്പെട്ടവരെ, ചൊല്ലണേ. ഇനി നിങ്ങൾ ഈ ജഗന്നാഥ ക്ഷേത്രത്തിൽ, ജഗന്നാഥന്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ അങ്ങോട്ട് ചൊല്ലണേ. ഇനി ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നിങ്ങളൊരു ബുക്ക് കൈക്കൊണ്ടുപോകണം. ശ്രീനാരായണ ഗുരുദേവ കൃതികൾ, സമ്പൂർണ്ണ കൃതികൾ. അയ്യോ, ഞാനൊരു തീയ സമുദായമാണല്ലോ എന്ന് ആരെങ്കിലും അറിയുമെന്ന് പേടിച്ച് ബുക്കും പൊതിഞ്ഞോണ്ട് പോകണ്ട, തുറന്നുകൊണ്ട് പോകണം. എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് അങ്ങോട്ട് എടുത്ത് കൈ പിടിക്കണം. ആളുകൾ കണ്ടോണ്ട് നിൽക്കി അങ്ങോട്ട് തുറന്നു പിടിക്കണം. അത് നല്ല 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 പ്രിന്റിങ് ഉണ്ടായിരിക്കണം. ശ്രീനാരായണ ഗുരുദേവ കൃതികൾ എന്നിട്ട് ഉറക്കെ അങ്ങോട്ട് ചൊല്ലണം. ചിദംബരാഷ്ടകം 10 പേര് കേൾക്കട്ടെ, ഗുരു എഴുതിയാണെന്ന് അറിയട്ടെ. അപ്പൊ ഏതായ കൃതി ചോദിക്കുവാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കഥയൊന്ന് പറഞ്ഞേക്കണം. ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിലും ഏതാണ്ടൊക്കെ ഒരു ഓർമ്മ കാണുമല്ലോ. എന്നിട്ട് തർക്ക് ചെയ്യുന്ന എൻ്റെ നമ്പർ കൊടുത്തു, ബാക്കി ഞാൻ പറഞ്ഞോളാം. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ പ്രചരിപ്പിക്കേണ്ടത് ഈ കുലത്തിന്റെ ധർമ്മമാണ്. അപ്പൊ ആ കൃതി അവിടെ ചൊല്ലുന്നത് കേട്ടത് കൊണ്ട് ഞാൻ നിങ്ങളിലേക്കൊന്ന് പറഞ്ഞത് മാത്രം. മാക്സിമം ഓരോ കൃതിക്കും ചരിത്രമുണ്ട്, ഓരോ കൃതിക്കും അതിൻ്റെതായ സയന്റിഫിക് ടെമ്പറമെന്റ് ഉണ്ട്. നമ്മൾ പഠിക്കാത്തത് കൊണ്ടും നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടുമാണ്. അപ്പോൾ ഇന്ന് കൃതി ഒന്നും പറയുന്നില്ലെന്ന് ഓർത്തു. അവരത് ചൊല്ലുന്നത് കേട്ടത് കൊണ്ട് മാത്രം അതിൻ്റെ ആ ഒരു പ്രത്യേകത ഒന്ന് പറഞ്ഞു പോയെന്ന് മാത്രം. ചില ജാതിപരമായ പരാമർശങ്ങൾ പറഞ്ഞു പോയത് ഒരു സംവിധാനത്തിൻ്റെ ചരിത്രത്തിൻ്റെ സാങ്കത്യം മനസ്സിലേക്ക് കയറുവാനായി ഉപയോഗിച്ച പദങ്ങളാണ്. വർഗീയ പരാമർശമായി കരുതരുത്. ഉദ്ദേശശുദ്ധിയാൽ മാപ്പ് നൽകണം. സോ കമ്മിങ് ടു മൈ പോയിന്റ്, എൻ്റെ വിഷയം ശിവഗിരി തീർത്ഥാടനം. മഹാഗുരുവിൻ്റെ ഒരു വലിയ ആചാര ചരിത്ര സബരിയിൽ നമ്മൾ എണ്ണി SNDP യോഗത്തിൻ്റെ സ്ഥാപനം, അരുവിപ്പുറം പ്രതിഷ്ഠ, അങ്ങനെ അങ്ങ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഗുരുവിൻ്റെ ക്ഷേത്ര പ്രതിഷ്ഠകളെ നമുക്ക് 4 തിരിക്കാം. 4 ഘട്ടങ്ങളാണ്. ഏതാണ്ടൊരു 5ാം ഘട്ടമെന്ന് വേണേ പറയുന്ന നമുക്കൊരു സൈദ്ധാന്തികമായി ചിന്തിക്കേണ്ട ഒന്നാണ് ഈ ശിവഗിരി തീർത്ഥാടനം. ക്ഷേത്ര പ്രതിഷ്ഠകളെ എങ്ങനെ 4 തിരിക്കുമെന്ന് ചോദിച്ചാൽ 1888 മാർച്ച് മാസം 12-ാം തീയതി ശനിയാഴ്ച ശിവരാത്രി തൃപ്പാദങ്ങൾ അരുവിപ്പുറത്ത് പ്രതിഷ്ഠിക്കുന്നിടത്ത് ആരംഭിച്ച് അങ്ങനെ അങ്ങോട്ട് വന്ന് 1912 ആകുമ്പോൾ അതുവരെയുള്ള ഹിന്ദു മതത്തിൻ്റെ ക്രോണോളജിയിൽ നിൽക്കുന്ന ബ്രാഹ്മണിക്കൽ സമ്പ്രദായത്തിലെ ബ്രാഹ്മണിക്കൽ ഹെജിമണിയിലെ പൂജകളെയാകെ പാടെ നിഷേധിച്ചുകൊണ്ട് ആ തൃപ്പാദങ്ങൾ ശിവഗിരിയിൽ ശാരദാമ്മയെ പ്രതിഷ്ഠിക്കുന്നു. ഗുരുവിൻ്റെ ക്ഷേത്ര പ്രതിഷ്ഠയുടെ 1ാമത്തെ ഡ്രാസ്റ്റിക്കൽ ചേഞ്ച് ആണത് ശാരദാ പ്രതിഷ്ഠ. ശാരദയ്ക്ക് ഉത്സവം വേണ്ട, ശാരദയ്ക്ക് കൊടിയേറ്റ് വേണ്ട, കൊടിയിറക്ക് വേണ്ട, എഴുന്നള്ളത്ത് വേണ്ട, ഒന്നും വേണ്ട. കലശപൂജ വേണ്ട, അഭിഷേകം വേണ്ട, നിവേദ്യം വേണ്ട, കർപ്പൂരാരാധന വേണ്ട. ഇതിനെല്ലാം സാമുദ്രപാദങ്ങൾ പാടെ നിഷേധിക്കുന്നു. ബാൻ ചെയ്യുന്നു. അങ്ങനെ തന്നെ ഇതൊന്നും വേണ്ട. ഇവിടെ ശാരദയ്ക്ക് വെള്ളവും പൂവും മാത്രം മതി. നിങ്ങളൊന്ന് പോയി നോക്കണേ ശാരദാ മഠത്തിൽ. നിങ്ങൾക്കൊരു മാക്സിമം 1 മിനിറ്റ് അല്ല 2 മിനിറ്റ് നല്ല ഉപാസനയുള്ളവരാണെങ്കിൽ അതിനപ്പുറത്ത് നിങ്ങൾ ആ വിഗ്രഹത്തെ നോക്കുവല്ല, കണ്ണ് പിൻവലിക്കും. അത്ര പ്രഭയാ. 112 കൊല്ലം കഴിഞ്ഞ് ഒരു കലശാഭിഷേകവും ഇല്ല, ഒരു പൂജയില്ല. അതൊരു പവറാണ്. 1ാമത്തെ ഡ്രാസ്റ്റിക്കൽ ചേഞ്ച്.
ക്ഷേത്രപ്രതിഷ്ഠയുടെ രണ്ടാമതൊരു ഡ്രാസ്റ്റിക്കലായി ഗുരു ഒരു ചേഞ്ച് കൊണ്ടുവരുന്നത് വീണ്ടും ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് ശാരദാ പ്രതിഷ്ഠയുടെ പിറ്റേ ദിവസം തൃപ്പാദങ്ങൾ ശിവഗിരി മഠത്തിൽ നിന്ന് യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരാൾ ചോദിക്കും, പറയുന്നുണ്ട്, അവിടം നാം അവർക്ക് കൊടുത്തെന്ന് പറഞ്ഞാൽ അവിടം നാം അവർക്ക് കൊടുത്തെന്ന് എന്ന് പറഞ്ഞാൽ ശിവഗിരി മഠവും അനുബന്ധ സ്ഥാപനങ്ങളും SNDP യോഗത്തിന് ഗുരു എഴുതി കൊടുത്തു. ഇതൊക്കെ ചരിത്രം കേട്ടോ, എഴുതി കൊടുത്തു. ഇനി നമുക്കിരിക്കാൻ ഒരു സ്ഥലം വേണം. അങ്ങനെയാണ് സാമൂതിരിപ്പാദങ്ങൾ ആലുവയിലേക്ക് വരുന്നത്. ഇപ്പോൾ മനസ്സിലൊരു സംശയം വരല്ലേ, എന്നിട്ട് ഇപ്പോൾ ശിവഗിരി SNDPയുടെ അല്ലല്ലോ എന്ന്. 1916 ആ ആധാരം റദ്ദ് ചെയ്ത് ഗുരു ശിവഗിരി തിരിച്ചെടുത്തു. നമ്മുടെ അപ്പൂപ്പന്മാരുടെ കയ്യിരിപ്പുണ്ടാ പോട്ടെ, അത് നമ്മുടെ വിഷയമല്ല. സ്വാമി അത് തിരിച്ചെടുത്തു, വീണ്ടും പഴയ. പിന്നെയാണ് ധർമ്മസംഘമൊക്കെ വരുന്നത്, അത് അവിടെ നിൽക്കട്ടെ. പിന്നീടാണ് ആലുവ അദ്വൈതാശ്രമം സ്ഥാപിക്കുന്നത്. വാടാരത്തോപ്പ് എന്നായിരുന്നു ആ സ്ഥലത്തിന്റെ പേര്, വാടാരത്തോപ്പ്. ഒരു മുസ്ലിം സേട്ടുവിന്റെ കയ്യിൽ നിന്നും 1912 12,000 രൂപ കൊടുത്ത് വാങ്ങിയതാ. 13-14 സ്ഥാപിക്കുന്നത്. അവിടെ ഒരു മഹാ ആശ്രമം സ്ഥാപിക്കുന്നു. അവിടെ ആശ്രമം മാത്രമേ ഉള്ളൂ, ഒരു ആരാധനയില്ല, ഒരു വിഗ്രഹമില്ല, ഒരു പൂജയില്ല, ഒന്നുമില്ല. പേര് അദ്വൈതാശ്രമം. ഒരു ക്ഷേത്ര മാതൃകയിൽ ചൈതന്യ സമ്പ്രദായത്തിൽ പ്രതിഷ്ഠിക്കുന്നു. സ്കൂളുകളും സ്വതന്ത്ര പരിശീലന കേന്ദ്രങ്ങളും സംസ്കൃത വിദ്യാലയവും ഇംഗ്ലീഷ് വിദ്യാലയവും മലയാള പള്ളിക്കടവും ആദിഗംഭീരമായ ഒരു സയന്റിഫിക് വൈബ്രേഷനുള്ള യൂണിവേഴ്സിറ്റി പ്രോസസ്സിലുള്ള ഒരു വലിയ കലാലയത്തിൻ്റെ സംവിധാനത്തിൽ ആശ്രമം. ഗുരുവിൻ്റെ രണ്ടാമത്തെ ക്ഷേത്ര സങ്കല്പത്തിൻ്റെ ചേഞ്ച്. ഇതിനിടയ്ക്ക് സാധാരണ ക്ഷേത്രങ്ങൾ കടന്നു വരുന്നുണ്ട് കേട്ടോ, സ്വാമി സ്വന്തമായിട്ട് ചെയ്യുന്നതായി പറഞ്ഞേ. മൂന്നാമത്തെ ഡ്രാസ്റ്റിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് സാമൂതിരിപ്പാദങ്ങൾ അതുവരെ ഉണ്ടായിരുന്ന ബ്രാഹ്മണിക്കൽ പൂജകളെയും ബ്രാഹ്മണിക്കൽ പൂജാവിധികളെയും അതുവരെയുള്ള ആരാധകൻ നോക്കൂ, ഇങ്ങനെയുള്ള വലിയ പൂജാരിമാരെയും ഞെട്ടിക്കുന്നു. ബ്രാഹ്മൺസിനെയൊക്കെ ഒന്നാകെ സ്വാമി നേരെ വന്നിട്ട് ഒരൊറ്റ ക്ഷേത്ര പ്രതിഷ്ഠ, ഒരു ചെമ്പ് തകടിങ്ങനെ ഇന്നലെ ഞാൻ പറഞ്ഞു വട്ടത്തിൽ മുറിച്ചെടുത്തിട്ട് അത് നടുവിൽ ഓം എന്നെഴുതിയിട്ട് സത്യം ധർമ്മം ദയ ശാന്തി എന്ന് 4 സാധനങ്ങൾ റൗണ്ടിൽ എഴുതിയിട്ട് അങ്ങോട്ട് പ്രതിഷ്ഠിച്ചു. ഞെട്ടി. ഇതൊക്കെ ആർക്ക് ചെയ്യാൻ പറ്റും? ഇങ്ങനെയൊക്കെ ചെയ്യാൻ ധൈര്യമുള്ള ഒരാൾ അതിന് മുൻപ് അവതരിച്ചിട്ടുണ്ടോ? അതിന് ശേഷം അവതരിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ചെയ്യണമെങ്കിലേ ഒരു തപശക്തി വേണം, ഒരു അവതാര കൃത്യനിർവഹണത്തിന്റെ നിയതികളുടെ നിയോഗം വേണം. ഒരു ചുമ്മാ സന്യാസിയൊന്നും പോയാൽ നടക്കില്ല. അവതരിക്കണം, ഇറങ്ങി വരണം, അവതീർണാവണം. അതുകൊണ്ടാ ചെയ്തേ. സത്യം ധർമ്മം ദയാശാന്തി, ഓം സത്യം ധർമ്മം ദയാശാന്തി വിഗ്രഹമാക്കി കളഞ്ഞ്. നമ്മൾ നട തുറക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നു, നട അങ്ങോട്ട് തുറക്കുന്നു, നിം 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 നട അടയ്ക്കുന്നു, നട തുറക്കുന്നു, കാണുമ്പോൾ ഓം സത്യം ധർമ്മം ദയാശാന്തി. ഡെയിലി രാവിലെയും വൈകുന്നേരം തൊഴുന്നവന്റെ മൈൻഡ് അങ്ങനെ മാറിപ്പോവും. വീണ്ടും കുറിഞ്ഞെട്ടിക്കുന്നത് 1.5 വർഷം കഴിഞ്ഞിട്ട് തൃശ്ശൂര് കാരമുക്കില് ചിദംബരനാഥം 3 കവറയുള്ള നിലവിളക്ക് പ്രതിഷ്ഠിക്കുന്നു. വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചം പരക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നോക്കൂ, തിരികിട്ട് നെയ്യിട്ട് ഭഗവാൻ തിരികൊളുത്തുന്നു. ദീപപ്രതിഷ്ഠ. 3ാമത്തെ ചേഞ്ച് അങ്ങനെ വരുന്നു. 4ാമത്തെ ചേഞ്ച് നമ്മൾ കഴിഞ്ഞ സംസാരിച്ച കണ്ണാടിയിൽ ഓം. ഇതാണ് ഉള്ളത്. ഇതിനിടയ്ക്ക് തൃപ്പാദങ്ങൾ ചില പ്രതീകങ്ങളൊക്കെ ഉണ്ട്, മാൻ കൊമ്പൊക്കെ ഉണ്ട്, അതവിടെ പോട്ടെ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് മഹാഗുരുവിൻ്റെ ചരിത്ര സഭയിൽ നാം എടുത്ത് ചിന്തിക്കേണ്ട, പഠിക്കേണ്ട, അനലൈസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് ശിവഗിരി തീർത്ഥാടനം. ഇനി അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ക്രോണോളജി നമ്മൾ നോക്കിപ്പോയാൽ 1928 ജനുവരി 14, 15, 16 3 ദിവസങ്ങളായി SNDP യോഗത്തിൻ്റെ ഒരു വിശേഷാൽ പൊതുയോഗം കോട്ടയത്ത്, എൻ്റെ സ്വന്തം നാട്ടിൽ, എൻ്റെ വീട്ടിൽ നിന്നും ഒരു 3.5 കിലോമീറ്റർ അകലെ നാഗമ്പടം മഹാദേവ ക്ഷേത്ര സന്നിധി നടക്കുന്നു. ഭയങ്കര പവറാണ് കേട്ടോ നാഗമ്പടം. പക്ഷേ ലൈഫിൽ എന്ത് പ്രശ്നം വന്നാലും, എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഒരു ഉപദേശത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല. നേരെ വണ്ടി എടുക്കുക, നാഗമ്പടത്ത് പോവുക, ആ തേന്മാവിൻ്റെ ചുവട്ടിൽ വെറുതെ കണ്ണടച്ചിരുന്നാൽ മതി. പരിഹാരമാ. ജീവിതം കൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഗുരു അവിടെ ഉണ്ട്. ഗുരു ഇവിടെ ഈ മണ്ണിലിരിക്കുന്ന പോലൊരു സാന്നിധ്യമാണ് ഗുരുവിൻ്റെ. എപ്പോഴും മഹാഗുരു വിശ്രമിച്ചിട്ടുള്ള സ്ഥലങ്ങളെ ഗുരുവിൻ്റെ ഒരു റെസ്റ്റിംഗ് പ്ലേസിൻ്റെ ക്രോണോളജിയിൽ നമ്മളൊന്ന് പഠിച്ചു നോക്കിയാൽ 5 ആയി തിരിക്കാം. ദീർഘകാലം ഗുരു വിശ്രമിച്ചിരുന്ന ഒരു സങ്കേതം എന്ന് പറയുന്നത് ശിവഗിരി മഠമാണ്. 1904 മുതൽ 28 വരെ 24 വർഷങ്ങൾ ഗുരുവിൻ്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ്റെ സെൻട്രൽ പോയിന്റ് ശിവഗിരി മഠമായിരുന്നു. അതിൻ്റെ പുറകിൽ അരുവിപ്പുറമാണ്. 1888 മുതൽ 1904 വരെ 16 വർഷങ്ങൾ ഗുരുവിൻ്റെ സെൻറ്റർ ഓഫ് ഓപ്പറേഷൻ അരുവിപ്പുറമായിരുന്നു. 3ാം സ്ഥാനം എന്ന് പറയുന്നത് ആലുവയ്ക്കാണ്. 1914 മുതൽ 28 വരെ 14 വർഷങ്ങൾ ആലുവ ഗുരുവിൻ്റെ സെൻറ്റർ ആയിരുന്നു. 4ാം സ്ഥാനം കുളത്തൂർ കോലത്തുകരയ്ക്കാണ്. അത് കണ്ടിന്യൂസ് കിട്ടത്തില്ല, പല ടൈമിലായി ഏതാണ്ട് ഒരു 10 വർഷം നമുക്ക് കാണാം. 5ാം സ്ഥാനം ഞങ്ങൾക്കാണ്, കോട്ടയംകാർക്കാണ്.
സ്ഥിരമായി സാമുദ്രപാദങ്ങൾ ഇത് ചെന്നൈക്ക് പോകുമ്പോൾ, തലശ്ശേരിക്ക് വരുമ്പോൾ, കണ്ണൂരിക്ക് പോകുമ്പോൾ, കുദ്രോലിക്ക് പോകുമ്പോൾ 2 ആഴ്ച 3 ആഴ്ച കോട്ടയത്ത് വന്ന് തങ്ങിയിട്ടാണ് പോകുന്നത്. അങ്ങനെയായിരുന്നു ഗുരുവിൻ്റെ യാത്ര. സ്വാഭാവികമായും ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ അനുമതിക്ക് തൃപ്പാദങ്ങൾ തിരഞ്ഞെടുത്തതും അതേ നാഗമ്പടം തന്നെയാണ്. അത് വളരെ രസകരമാണ് ആ സംഭവം. ജനുവരി 14, 15, 16 14-നും 15-നുമായിട്ടാണ് സാമുദ്രപാദങ്ങൾ SNDP യോഗത്തിൻ്റെ ആദ്യത്തെ 108 ശാഖകൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ചരിത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. 107 ആണെന്നും 108 ആണെന്നും ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ തർക്കമുണ്ട്. 107-ഉം 108-ഉം രണ്ടും ശരിയാണ്. ആദ്യം ഗുരു കൊടുത്തത് 107-നാണ്. 108-കാർ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വാങ്ങിയത്. 1 മണിക്കൂർ കഴിഞ്ഞിട്ട്. എൻ്റെ ഒരു കാരണമുണ്ട്. ആദ്യം TK മാധവൻ SNDP യോഗത്തിൻ്റെ സംഘടന നമ്പർ ഇട്ട് വരുമ്പോൾ 1, 2, 3, 4 വെച്ച് വരുമ്പോൾ പാലായ്ക്കടുത്തുള്ള പൂഞ്ഞാർ ശാഖയ്ക്കായിരുന്നു 9 നമ്പർ 9. SNDP യോഗം ബ്രാഞ്ച് നമ്പർ 9 പൂഞ്ഞാർ ശാഖയായിരുന്നു. ഇതിനിടയ്ക്ക് ചരിത്രത്തിലെ ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്നു, ഒരു പെട്ടെന്നൊരു തിരിവുണ്ടാകുന്നു. ശ്രീനാരായണ തീർത്ഥസ്വാമി മഹാഗുരുവിൻ്റെ അന്തരംഗ ശിഷ്യൻ തൃപ്പാദങ്ങളുടെ പേരിൽ ഉത്തര തിരുവിതാംകൂർ മഹായോഗം എന്ന പേരിൽ ഒരു പ്രാർത്ഥനാ സംഘം ഉണ്ടാക്കുന്നു. പ്രാർത്ഥനാ സംഘം ഇതിന് 64 ശാഖയുണ്ടായിരുന്നു. ചതുർത്താഗരയിൽ, രാമങ്കരിയിൽ, മാമ്പുഴക്കരയിൽ, ചങ്ങനാശ്ശേരിയിൽ, കോട്ടയത്ത്, പാമ്പാടിയിൽ, പൊൻകുന്നത്ത്, ഞാലിയാകുഴിയിൽ, കറുകച്ചാലിൽ എല്ലായിടത്തുമായി ഇതുണ്ടായിരുന്നു. 64ഓളം ശാഖായോഗങ്ങൾ. TK മാധവനുമായിട്ടുള്ള ഒരു ധാരണയുടെ ഭാഗമായി ഈ ശ്രീനാരായണ തീർത്ഥസ്വാമികൾ ഒറ്റ ദിവസം ഈ 64 പ്രാർത്ഥനാ ഗ്രൂപ്പുകളെയും SNDP ശാഖായോഗങ്ങൾ ബ്രാഞ്ചുകളാക്കി മാറ്റിക്കളഞ്ഞു. അങ്ങനെ വന്നപ്പോൾ ഈ പാലക്കാരൊക്കെ പുറകോട്ട് കാരണം 1 മുതൽ 25 വരെ SNDP യോഗം കുട്ടനാട് യൂണിയൻ ഉണ്ടായി. 1 മുതൽ 25 വരെ ശാഖകൾ. 26-ാം ശാഖ SNDP യോഗം കോട്ടയം യൂണിയൻ ഞങ്ങളുടെ നാട്ടിലുണ്ടായി. 27-ാം നമ്പർ മറിയപ്പള്ളി എന്ന് പറയും. 27-ാം ശാഖ ചങ്ങനാശ്ശേരി യൂണിയൻ പാത്താമുട്ടോ എന്ന് പറയും. ഇങ്ങനെ പടപടപടോന്ന് SNDPക്ക് ശാഖകൾ വന്നപ്പോൾ ഈ പാലക്കാർ പുറകോട്ട് പോയി. അവർ 108 പോയി. 108. അപ്പോൾ 108ആയ പാലക്കാർ, പൂഞ്ഞാറുകാർ സർട്ടിഫിക്കറ്റ് വാങ്ങാതെ ഒരു പ്രതിഷേധം. രസകരമാണ് ചരിത്രമൊക്കെ. അപ്പോൾ അന്ന് ശംഖു മാസ്റ്റർ എന്ന് പറയുന്ന ആളാണ് നാഗമ്പട മഹാദേവ ക്ഷേത്രത്തിൻ്റെ മാനേജർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ ഈ നമ്പർ ഇട്ട് ഞാനൊന്നുമല്ല, നിങ്ങൾ ഞങ്ങളുടെ നമ്പർ മാറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് അവരവിടെ ഒരു പ്രതിഷേധം ഉന്നയിക്കുന്നു. അയ്യോ അത് ഞാനൊന്നുമല്ല, മാധവൻ സാറൊക്കെയാണ്, TK മാധവൻ്റെ കാര്യമാണ്. അദ്ദേഹം അന്ന് അവിടെ പാലായിൽ ശ്വാസകോശത്തിൽ അണുബാധയുണ്ടായി, രക്തം ഛർദ്ദിച്ച് ചികിത്സയില്ല. TK മാധവൻ നാഗമ്പടത്ത് വന്നിട്ടുമില്ല. അപ്പോൾ ഇവർ പ്രതിഷേധിക്കുന്നു. ഇത് അകത്ത മുറിയിൽ സാമുദ്രപാദങ്ങളുണ്ടെന്ന് പറയുന്നു. ആ അകത്ത മുറിയാണ് കവികുമാര മന്ദിരം. ലോകത്തിലെ ആദ്യത്തെ കുമാരനാശാന്റെ പേരിലുള്ള മെമ്മോറിയലാണ്, മൊണ്യൂമെൻ്റാണ് കവികുമാര മന്ദിരം. ആ മന്ദിരം സാമുദ്രപാദങ്ങൾ നാഗമ്പടത്ത് വരുമ്പോൾ ഇരിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ആ മന്ദിരം ഉദ്ഘാടനം ചെയ്യുവാൻ കോട്ടയത്തേക്ക് വരുന്ന വഴിയിലാണ് പിന്നെ ആലുവയ്ക്ക് പോകണം. കുമാരനാശാൻ ബോട്ടപടത്തിൽ മരണമടയുന്നതൊക്കെ. ഇതെല്ലാം കൂടെ നമുക്ക് പറഞ്ഞ് ഒരുപാട് സമയമാകും. നമുക്ക് അവിടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ആ മന്ദിരത്തിൽ സാമുദ്രപാദങ്ങൾ ഇരിപ്പുണ്ടെന്ന് പറയുന്നു. ഇവരവിടെ പോയി. അപ്പോൾ അന്ന് ശംഖു മാസ്റ്ററൊക്കെ ഉണ്ട്. ഗുരു തല ഉയർത്തി നോക്കുന്നു, എന്താണ് കാരണമെന്ന് ഭാവത്തിൽ. ഇതൊക്കെ ജനുവരി 14 പറഞ്ഞ രീതിയിലുള്ള. അതിനടുത്ത ദിവസമാണ് നമ്മുടെ ചരിത്രമായ തീർത്ഥാടനം. അപ്പോൾ സ്വാമി എന്താണ് കാര്യമെന്ന ഭാവത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ശംഖു മാസ്റ്ററാ പറയുന്നത്, സ്വാമി ഇവർ പൂഞ്ഞാറുകാരാണ്. അപ്പോൾ അവിടെയാണ് ഗുരു പ്രതിഷ്ഠിച്ച ആകൽപാന്ത പ്രചോദിനി മങ്കുഴി അമ്പലമൊക്കെ ഉണ്ടത്. 1927 ജൂൺ മാസം 7-ാം തീയതി ഭഗവാൻ പ്രതിഷ്ഠിച്ചതാണ് കേട്ടോ. നിങ്ങൾ ഓർത്തോണം, ഈ ജൂൺ മാസത്തിനൊരു പ്രത്യേകതയുണ്ട്. 1927 ജൂണിൽ സാമുദ്രപാദങ്ങൾ ക്ഷേത്രപ്രതിഷ്ഠ അവസാനിപ്പിക്കുന്നു. 1927 ജൂൺ 6 കോട്ടയത്ത് പാല, ഇടപ്പാടി, ആനന്ദ ഷൺമുഖം. പിറ്റേ ദിവസം ജൂൺ 7 പൂഞ്ഞാർ ആകൽപാന്ത പ്രചോദിനി. വീണ്ടും ഒരു 7 ദിവസം കഴിഞ്ഞ് ജൂൺ 14 ആലപ്പുഴ ജില്ലയിൽ ചേർത്തല, കളവങ്കോടം, അർദ്ധനാരീശ്വരം. വീണ്ടും ഒരു 11 ദിവസം കഴിഞ്ഞ് ജൂൺ 25 കോട്ടയത്ത് ഉല്ലല ഓംകാരേശ്വരം. അതോടെ ക്ഷേത്രങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ അതിലൊന്നാണ് ഈ പൂഞ്ഞാർ ആകൽപാന്ത പ്രചോദന ക്ഷേത്രമുള്ള മങ്കുഴി അല്ലെങ്കിൽ പൂഞ്ഞാർ SNDP ശാഖ. അവർ പറയുന്നു, സ്വാമി ഞങ്ങളുടെ നമ്പർ മാറ്റിക്കളഞ്ഞെന്ന്. അപ്പോൾ ഗുരു ചോദിച്ചു, നിങ്ങളുടെ നമ്പർ ഇപ്പോൾ എത്രയാണ്? സ്വാമി ഞങ്ങളുടെ നമ്പർ 9 സ്വാമി. അപ്പോൾ നിങ്ങളുടെ നമ്പർ ഇപ്പോൾ എത്രയാണ്? സ്വാമി ഞങ്ങളുടെ നമ്പർ 108 സ്വാമി. അപ്പോൾ ഗുരു ചോദിച്ചു, എന്താണ് പരാതി? നമ്പർ മാറ്റിക്കളഞ്ഞു സ്വാമി. ആദ്യമേ എത്രയായിരുന്നു? സ്വാമി ഞങ്ങളുടെ നമ്പർ 9 ആയിരുന്നു, ഇപ്പോൾ അത് 108 ആക്കിയെന്ന്. അപ്പോൾ ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതൊന്ന് കൂട്ടി നോക്കൂ, ഇപ്പോഴും 9 അല്ലേ എന്ന്.
അവർ കൂട്ടി നോക്കി 1+0+8 ആ 1 0 8 9 ശരിയല്ലേ, മേടിച്ചോളാൻ. പാവങ്ങൾ മേടിച്ചോണ്ട് പോയി. സ്വാമി വളരെ ഡിപ്ലോമാറ്റിക്കായി വളരെ യുക്തിസഹമായി ഒരു പ്രശ്നത്തെ പരിഹരിച്ചു വിട്ടു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനോട് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ തമാശയ്ക്ക് പറഞ്ഞതാ, ഗുരുദേവൻ ഞങ്ങളെ നൈസായിട്ട് പറ്റിച്ച് കളഞ്ഞെന്ന്. ഒരു യൂത്ത് മൂവ്മെൻറ്റുകാരൻ്റെ കുസൃതി നിറഞ്ഞ വർത്താനാകട്ടോ. പക്ഷെ അത് ശരിയാണ്. നമ്മൾ ഗുരുവിൻ്റെ നോക്കൂ, ഒരു വാദങ്ങൾ ചെവിക്കൊണ്ടും അല്ലേ നോക്കൂ മോദസ്ഥിതനായി സ്വാമി അത് പരിഹരിച്ച്. നിങ്ങൾ കൂട്ടി നോക്കിക്കേ, 9 അല്ലേന്ന്, അത് നിങ്ങൾ മേടിച്ചോണ്ട് പോയി. അങ്ങനെ 108 നമ്പർ ശാഖ ഇപ്പോൾ പൂഞ്ഞാറാണ്. ഇതെല്ലാം നടന്നതിൻ്റെ പിറ്റേ ദിവസം വൈകുന്നേരം ഒരു 3-3:30 മണിയെന്നാണ് കൃത്യം. TK കിട്ടൻ റൈറ്റർ എഴുതിയൊരു പുസ്തകമുണ്ട്, ശിവഗിരി തീർത്ഥാടന അനുമതി സ്മാരക ഗ്രന്ഥം. സ്മരണീയ എൻ്റെ പേര്. അതിനകത്താണ് TK കിട്ടൻ റൈറ്റർ. 3 പേർക്കാണ് ശിവഗിരി തീർത്ഥാടനത്തിൽ അവകാശമുള്ളത്. 3 പേർക്ക്. അതിലൊന്ന് മാലിയിൽ TK കിട്ടൻ റൈറ്റർ. രണ്ടാമത്തെ ആള് വല്ലഭശൈലിയിൽ ഗോവിന്ദൻ വൈദ്യൻ. ഒരാളും കൂടിയുണ്ട്, അതാണ് സരസകവി മൂലൂർ പത്മനാഭ പണിക്കർ. ഇവർ 3 പേരും കൂടി തീർത്ഥാടന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു എന്നാണ് കേരള കൗമുദി പത്രത്തിൻ്റെ സ്ഥാപകൻ പത്രാധിപർ സുകുമാരൻ എഴുതിയിരിക്കുന്നത്. പക്ഷേ മൂലൂരിന് അന്ന് എന്തോ ഒരു എമർജൻസി ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം സ്ഥലത്തുണ്ടായിരുന്നില്ല. വൈഫിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് എന്തോ കാര്യത്തിന് തിരുവല്ലയിലേക്ക് പോകേണ്ടി വന്നു. അതുകൊണ്ട് മൂലൂർ ഈ സംഭവത്തിൽ ഇല്ലാതെ പോയി. ചോദിച്ചതും അനുമതി മേടിച്ചതുമൊക്കെ വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യനും കിട്ടൻ റൈറ്റർ മണി. വല്ലഭശ്ശേരി ഫാമിലി എൻ്റെ വീട്ടിൽ നിന്നും ഒരു 1/2 കിലോമീറ്റർ മാത്രം അകലെയാണ്. വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യൻ്റെ മകൻ മഹാദേവൻ വൈദ്യൻ, അദ്ദേഹത്തിൻ്റെ മകൻ ശശി ഡോക്ടർ. ഞാൻ കഴിഞ്ഞ ദിവസം കൂടി ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട ഒരാളാണ്. ഇപ്പോൾ ഒരു 90 വയസ്സ് പ്രായമുണ്ട്. ആ ഫാമിലി എനിക്ക് വളരെ വ്യക്തിപരമായി അറിയാവുന്നൊരു കുടുംബം കൂടിയാണ്. ഒരുപാട് കാര്യങ്ങൾ മഹാദേവൻ അപ്പൂപ്പനൊക്കെ പറഞ്ഞ് കേട്ടതുമൊക്കെ എനിക്ക് അറിയാവുന്ന നമ്മൾ ഈ സ്റ്റോറിയിൽ പറഞ്ഞു പോകുന്നത്. ഇന്ന് കേട്ടറിവും കണ്ടറിവും ഞാൻ ജനിച്ച നാട്ടിലത് കൂടി ആയതുകൊണ്ടാണ് ഇത്ര കോൺഫിഡൻ്റ് ആയി നമുക്കിത് പറയാൻ പറ്റുന്നതും. അപ്പോൾ ഇവരാണ് സംസാരിക്കുന്നത്. ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഉൽപ്പത്തിയുടെ ചരിത്രം എന്ന് പറയുന്നത്, സ്വാമി നാഗമ്പട മഹാദേവ ക്ഷേത്രത്തിൽ വടക്കോട്ട് നോക്കി എന്ന് പറഞ്ഞാൽ മീനച്ചിലാറ് ഗുരുവിൻ്റെ പുറകിലാണ്. സ്വാമി എപ്പോൾ നാഗമ്പടത്ത് വന്നാലും മീനച്ചിലാർ മഹാഗുരുവിൻ്റെ ബാക്ക് സൈഡിലായിട്ടായിരിക്കും തൃപ്പാദങ്ങൾ ഇരിക്കുക. അങ്ങനെ നോക്കിക്കൊണ്ട് സ്വാമിതൃപ്പാദങ്ങൾ ഇരിക്കുന്നു. അപ്പോൾ ഗുരുവിൻ്റെ കൂടെ 1-2 ആളുകളുണ്ട്. നോക്കൂ, നാഗമ്പട ക്ഷേത്രത്തിൻ്റെ മാനേജർ ശംഖു മാസ്റ്റർ ഉണ്ട്. ഗുരുവിൻ്റെ കൂടെ നരസിംഹദാസ സ്വാമിയുണ്ട്. നരസിംഹദാസ സ്വാമി ഇവരെല്ലാവരും നിൽക്കുന്നു. സ്വാമി വടക്കോട്ട് നോക്കി ഒരു പാദങ്ങൾ പീഠത്തിൽ വെച്ച് നിൽക്കുന്നു. PK ഗോപാലൻ തന്ത്രി, മനോജ് K ജയന്റെ മുത്തച്ഛൻ ഉണ്ട്, അടക്കമുള്ള ആളുകൾ. ഐമനം കൃഷ്ണശാന്തി, അന്നത്തെ നാഗമ്പട ക്ഷേത്രത്തിൻ്റെ മേൽശാന്തി, ഇവരെല്ലാവരും നിൽക്കുന്നു. അപ്പോൾ ഗോവിന്ദൻ വൈദ്യനും കിട്ടൻ റൈറ്ററും, മാലിയിൽ കിട്ടൻ റൈറ്റർ, അതും നാഗമ്പടത്ത് തന്നെയാണ് കിട്ടൻ റൈറ്റർ വീട്. അദ്ദേഹത്തിൻ്റെ മകൻ അശോകൻ സാറി ഒരു 2-3 കൊല്ലം മുമ്പാണ് മരിച്ചു പോയത്. ഞാൻ പേഴ്സണലി കണ്ട് സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ കിട്ടൻ റൈറ്റർ എന്ന് പേരുണ്ടാക്കാൻ വല്ലഭശ്ശേരിയിൽ ഗോവിന്ദൻ വൈദ്യനാണ്. അവർ വലിയ ഇപ്പോഴും പ്രഗത്ഭമായ വൈദ്യ ഫാമിലിയാണ്. അതേസമയം കിട്ടൻ റൈറ്റർക്ക് ആ പേരുണ്ടാകാൻ കാരണം 27 വർഷം ഇടുക്കി ജില്ലയിലെ പീരുമേട്ടിൽ ഒരു തേയിലത്തോട്ടത്തിൽ മാനേജറായിരുന്നു, കണക്കെടുത്തുകാരനായിരുന്നു കിട്ടൻ. അതുകൊണ്ടാണ് കിട്ടൻ റൈറ്റർ എന്ന് പേരുണ്ടായിട്ടുള്ളത്. സാമുദ്രിപാദങ്ങളുടെ പാദസ്പർശം ഏറ്റതായി തെളിവില്ലാത്ത ഒരു ജില്ല എന്ന് പറയുന്നത് മലപ്പുറമാണ്. നിലമ്പൂർ അല്ലെങ്കിൽ പെരിന്തൽമണ്ണ ആ ഭാഗങ്ങളിൽ സാമുദ്രപാദങ്ങൾ അവിടെ അങ്ങനെ ട്രെയിനെ ഇങ്ങോട്ട് വന്ന് കാണാം. ഗുരു നടന്നതായി നമുക്ക് നിലവിൽ അങ്ങനെ വലിയ രേഖകളില്ല. ആദ്യകാലത്തൊക്കെ ഞാനും എൻ്റെ ചെറുപ്പത്തിൽ തൃപ്പാദങ്ങൾ പോകാത്ത ഒരു ജില്ലയായി പഠിച്ചിരുന്നത് ഇടുക്കിയാണ്. പക്ഷെ അങ്ങനെ അല്ല, ഗുരു ഇടുക്കിയിൽ പോയിട്ടുണ്ട്. 1921 ഈ TK കിട്ടൻ റൈറ്റർ മാനേജറായിരുന്ന പീരുമേട്ടിലെ, ഇന്നിപ്പോൾ SNDP യോഗം പീരുമേട് യൂണിയൻ തന്നെയുണ്ട്, കുമളി ശാഖയുണ്ട്, വാഗമൺ ശാഖയുണ്ട്. വളരെ അതിഗംഭീരമായ, ഞാൻ തന്നെ 10-20 SNDP ശാഖകൾ ഞാൻ പോയിട്ടുണ്ട്. അതിശക്തമായ SNDP യോഗം ശാഖകൾ അവിടെ എല്ലായിടത്തുമുണ്ട്. പീരുമേട്ടിൽ തൃപ്പാദങ്ങൾ പോയിട്ടുണ്ട്. അതാണ് ഇടുക്കി സന്ദർശനം. അവിടെ രസകരമായൊരു ചരിത്രം കൂടി ഉണ്ട് കേട്ടോ. ഈ മത്സ്യമാംസാദികളുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഗുരുവിൻ്റെ ഒരു കമൻറ്റ് അവിടെ വെച്ചാണ് ഉണ്ടാകുന്നത്. സ്വാമിക്ക് താമസിക്കുവാൻ പീരുമേട്ടിലെ വലിയൊരു ബംഗ്ലാവ് റെഡിയാക്കുന്നു. ഒരാഴ്ച മുമ്പ് തന്നെ കഴുകി വൃത്തിയാക്കി ചാണകം തളിച്ച് ശുദ്ധമാക്കി കുന്തിരിക്കം പുകച്ച് ശുദ്ധമാക്കി വെക്കുന്നു. അപ്പോൾ പീരുമേട് വലിയ വനമാണ്. ഇന്ന് തേയിലത്തോട്ടമാണ്, അന്ന് വലിയ വനമാണ്. ഇവർ ഷൂട്ട് ചെയ്ത് മറ്റേ വെടിയൊക്കെ വെച്ച് ഏതോ മൃഗത്തിനെയൊക്കെ വേട്ടചാടി വെടിയിറച്ചിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇവർ ചോദിച്ചു, ഇതുവെല്ലാം കഴിക്കുമോ? അയ്യോ, ഗുരുദേവൻ കൂടെയുണ്ട്, എങ്ങനെയാ കഴിക്കുന്നതെന്ന്. ഒരു കാര്യം ചെയ്യും, സ്വാമി കിടന്ന് കഴിഞ്ഞിട്ട് ഇവിടുന്നൊരു 3-4 ഫർലോങ് അപ്പുറത്തൊരു വീടുണ്ട്, അവിടെ പോയി കഴിച്ചിട്ട് വന്നാലോ എന്ന്. ഇപ്പം കിട്ടൻ റൈറ്ററും പാറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഉള്ളവരൊക്കെ ആലോചിച്ച് എന്ത് ചെയ്യണം? മൂലൂരൊക്കെ എവിടെയുണ്ട്, എന്ത് ചെയ്യണം?
എന്നാൽ സ്വാമി ഉറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് അവിടം വരെ പോയി ജസ്റ്റ് ഒന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നാലോ? അങ്ങനെ ഇത് നമ്മളുടെ ഇത് ഞാനുണ്ട് അത് നോക്ക്, നാളെ ഇത് ഗുരുവദൻ ടി വരുമ്പോൾ അതിൻ്റെ എൻ്റെ മേൽ വലിയ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് ടി ഭാസ്കരൻ സാറിൻ്റെ ഗുരുവൈഖരി എന്ന പുസ്തകത്തിൽ പ്രിന്റഡ് ഡോക്യുമെൻ്റാണ്. അതുകൊണ്ട് ചീത്ത വിളിക്കുമ്പോൾ എന്നെ മാത്രമല്ല ഭാസ്കരൻ സാറിനെ കൂടെ വിളിക്കണം. അതായത് നോക്കൂ, പേടിച്ചിട്ടാണ് കേട്ടോ. ഓരോ സ്പീച്ചിൽ നമ്മൾ ചരിത്രത്തിൻ്റെ പുതിയ കാര്യം പറയുമ്പോൾ എൻ്റെ അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ, അതിൻ്റെ അച്ഛൻ, അതിൻ്റെ അച്ഛൻ, ഒരു 5 തലമുറയെ അങ്ങ് പൊളിച്ചടുക്കി കളയും. ഇപ്പം എന്തോ ചെയ്യാനാ? ഇതുള്ള കാര്യമാണ്. അപ്പോൾ ഇവർ പതുക്കെ സ്വാമി ഉറങ്ങിക്കഴിഞ്ഞ് വലിയ മഞ്ഞ, അതൊരു ഡിസംബർ മാസമാണ്, മഞ്ഞത്ത് ഇവർ പതുക്കെ പോയി ഈ മുയലിനെയോ മറ്റോ വെടിവെച്ചായിരുന്നു. ഇതൊക്കെ കഴിച്ചിട്ട് വെളുപ്പിന് എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി പുതിയ വസ്ത്രമൊക്കെ ധരിച്ച് സ്വാമിയുടെ മുമ്പിലെത്തി. അപ്പോൾ അവിടെ എന്തോ സ്വാമി അവർ കർപ്പൂരം കണ്ടൊക്കെ ആരതി ഒഴിച്ച് സ്വാമി ഇങ്ങനെ അതൊക്കെ ഇരിക്കുക. ഗുരു ഒരു ചെറിയ തേയിലക്കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സ്വാമിയുടെ മുഖത്ത് നോക്കാൻ മടി, പമ്മി 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 ഇങ്ങനെ വന്ന് നിന്ന്. അപ്പോൾ ഗുരു ചോദിച്ചു, ആ കിട്ട നീ വന്നോ? ആ സ്വാമി ഞങ്ങൾ വന്നെന്ന്. നീ ഇന്നലെ എവിടെയായിരുന്നു? സ്വാമി ഞങ്ങളിവിടെ ഒരു കൂട്ടുകാരനെ കാണാൻ പോയി എന്നൊക്കെ പറഞ്ഞ്. അടുത്തൊരു ചോദ്യം, അവിടെ മൂലൂർ നിപ്പുണ്ട്, നീ വലിയ പൂജാവിധികൾ അറിയാവുന്നവനല്ലയോടാ? ആ സ്വാമി ഞങ്ങൾക്ക് പൂജാവിധിയൊക്കെ അറിയാവുന്ന. മൃതശരീരത്തെ കാണാൻ പോയാൽ, മരണ വീട്ടിൽ പോയാൽ എത്ര കുളിക്കണം? സ്വാമി 3 കുളിച്ചിട്ട് വീട്ടിൽ കയറാവുള്ളെന്ന്. ഓ സ്വാമി വേറെന്തോ കാര്യം ചോദിക്കുക. ഓ അങ്ങനെയാണോ? അപ്പോ ശവത്തെ തൊട്ടാലോ? അയ്യോ സ്വാമി 12 കുളിക്കണമെന്ന്. അപ്പൊ ഗുരു, അപ്പ ശവം തിന്നാലോ? അനക്കമില്ല, അനക്കമില്ല. കാരണം ഞാൻ പറഞ്ഞെന്നാ, ഞാൻ കുളിച്ചെന്ന്. ഇനി സമയം എടുത്ത് പോകാം. നമ്മളങ്ങനെയാണല്ലോ, രാവിലെ പൊറോട്ടയും ബീഫും അടിച്ചായിരുന്നെന്ന്, നിനക്ക് വൈകുന്നേരം അമ്പലത്തിൽ പോകണ്ടേ? ഞാൻ കുളിച്ചെന്ന്. ഏറ്റവും വലിയ തരികിടയും ഉഡായിപ്പുമാണത്. ഈ സാധനം അകത്ത് കിടപ്പുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരു നെഗറ്റീവ് വൈബ് ഉണ്ടായിരിക്കും. അതകത്തിട്ടുണ്ട് ചൈതന്യം പ്രവഹിക്കുന്ന വിഗ്രഹത്തിന്റെ മുമ്പിൽ പോയിരുന്നാൽ നിങ്ങളുടെ ബോഡി മെറ്റാബോളിസം ഡിസോർഡർ ആകും, നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ പവർഫുൾ തെറ്റിപ്പോകും, നിങ്ങൾക്ക് തലവേദന, തലവെട്ടൽ, ക്ഷീണമെല്ലാം ഉണ്ടാവും. എനിക്ക് എന്നാന്നറിയാമല്ലോ, ഇന്ന് നേരം വെളുത്തപ്പോൾ തൊട്ട് ആകെ ഒരു ക്ഷീണം, പണി കിട്ടിയതാ പണി. നമ്മളിതൊന്നും മനസ്സിലാക്കത്തില്ല. അപ്പൊ ഗുരു ചോദിച്ചു, അപ്പ ശവം തിന്നാലോ എന്ന്. മിണ്ടുന്നില്ല. അടുത്ത ചോദ്യം, നീ എന്നിട്ട് ഒന്നല്ലേ കുളിച്ചോളന്ന്? അത് ഈ പീരും അതാണ് ഗുരുവിൻ്റെ ഇടുക്കി യാത്രയുടെ മറ്റൊരു ചരിത്രം. അപ്പം നമുക്ക് വീണ്ടും നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അങ്ങനെ സാമതൃപാദങ്ങൾ ഈ നാഗമ്പടത്തിരിക്കുമ്പോൾ ഇവർ 2 മുൻ നിൽക്കുന്നു. തൃപ്പാദങ്ങൾ ഇങ്ങനെ പാദങ്ങളൊരു പീഠത്തിലുണ്ട്. അയ്മന കൃഷ്ണചാന്തി ഒരു വെഞ്ചാമരം വെച്ച് ഭഗവാനെ വീശിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്വാമി ഇങ്ങനെ മുഖമുയർത്തി നോക്കി എന്താണ് എന്ന ഭാവത്തിലാണ്. അപ്പോൾ കയ്യിൽ ഒരു റൈറ്റിംഗ് പാഡും ഒരു പേപ്പറും ഒരു പെൻസിലും ഒക്കെ ഉണ്ട്. അപ്പോൾ സ്വാമി ഇങ്ങനെ എന്താണ് എന്ന ഭാഗത്ത് നോക്കിയപ്പോൾ വല്ലഭശ്ശേരിയാ പറയുന്നത്, സ്വാമി ചില കാര്യങ്ങൾ ഉണർത്തിപ്പാനുണ്ട്. ഗുരു ആവാമല്ലോ, ചോദിക്കാമല്ലോ. ഉടനെ വീണ്ടും ചോദിക്കേണ്ട ചോദ്യങ്ങൾ കിട്ടൻ ഒരു പേപ്പറിൽ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. ചോദ്യം ഉത്തരം എന്ന രീതിയിലാണെന്ന്. ഗുരു ചിരിച്ചു. അത് കൊള്ളാമല്ലോ, കോടതി വ്യവഹാരങ്ങളിൽ എന്ന പോലെ ആവട്ടെ. എന്തൊക്കെയാണ് ചോദ്യങ്ങൾ? സ്വാമി, ക്രിസ്ത്യാനികൾക്ക് അന്ത്യോക്യ, റോമ എന്നിവിടങ്ങൾ തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. ഇസ്ലാം മതവിശ്വാസികൾക്കോ മക്കയുണ്ട്, മദീനയുണ്ട്. സ്വാമി, ഹിന്ദു ഭാഗങ്ങൾക്ക് നോക്കൂ, ഒരു കുറെ സ്ഥലങ്ങൾ പറയുന്നു, കാശിയുണ്ട്, രാമേശ്വരമുണ്ട് തുടങ്ങിയ ഭാഗങ്ങളൊക്കെ പറയുന്നു. ഞങ്ങൾ ശ്രീനാരായണീയർക്ക് അതിനകത്ത് ബ്രാക്കറ്റ് ഇട്ട് ടീക്ക് എഴുതിയിരിക്കുന്നത് ഈഴവ/തീയ എന്നാ കേട്ടോ. ഞാൻ ആ ചരിത്രം അങ്ങനെ തന്നെ പറയുന്നു. ശ്രീനാരായണീയർക്ക് ബ്രാക്കറ്റിൽ ഈഴവ/തീയ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. തീർത്ഥാടന കേന്ദ്രം വേണം. അപ്പൊ ഗുരു ചിരിച്ചുകൊണ്ടിങ്ങനെ നോക്കുന്നു. തീർത്ഥാടന കേന്ദ്രമോ? അടുത്തത് ശിവഗിരി തീർത്ഥാടനം കൽപ്പിച്ചനുവദിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഉടനെ ഗുരു അങ്ങോട്ട്, ശിവഗിരി തീർത്ഥാടനമോ? ശിവഗിരി തീർത്ഥാടന കേന്ദ്രമാകുമോ? ഒരു ചോദ്യമാണ്. തൃപ്പാദങ്ങൾ അനുവദിച്ചാൽ, തൃപ്പാദങ്ങൾ അനുഗ്രഹിച്ചാൽ ശിവഗിരി തീർത്ഥാടന കേന്ദ്രമാവും. നോക്കൂ, ഗുരു എല്ലായ്പ്പോഴും ചോദിക്കൊരു ചോദ്യമുണ്ട്, നമ്മെ വിശ്വാസമുണ്ടോ? സ്വാമി, എനിക്ക് ഇന്ന അസുഖമുണ്ട്, മാറ്റിത്തരാവോ? നമുക്ക് മരുന്നൊന്നും അറിയില്ലല്ലോ എന്ന് ചോദിച്ചു കളയും. എന്നിട്ട് ചോദിക്കും, നമ്മെ വിശ്വാസമുണ്ടോ? സ്വാമി അനുഗ്രഹിച്ച് മഴ പെയ്യിക്കാമോ? നമുക്ക് മഴ പെയ്യിക്കാൻ വിദ്യ ഒന്നും വശമില്ലല്ലോ എന്ന്. നാം അനുഗ്രഹിച്ചാൽ ശിവഗിരി തീർത്ഥാടന കേന്ദ്രമാകുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഇവരെല്ലാവരും ഒരേ സ്വരത്തിൽ തൃപ്പാദങ്ങൾ അനുഗ്രഹിച്ച് ആശീർവദിച്ചാൽ ശിവഗിരി മഠം ഒരു തീർത്ഥാടന കേന്ദ്രമാകും. ഗുരു ഉടനെ അങ്ങ് അനുവദിക്കുകയല്ലായിരുന്നു. അടുത്ത മറുപടി, അത് കൊള്ളാമല്ലോ, നമ്മുടെ കുഴൽ വെള്ളത്തിൽ കുളിക്കാം, നമ്മുടെ ശാരദയെ തൊഴാം. അതാ പറഞ്ഞ കേട്ടോ, നമ്മുടെ കുഴൽ വെള്ളത്തിൽ കുളിക്കാം, നമ്മുടെ ശാരദയെ തൊഴാം. ഈ രണ്ടും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഈ രണ്ടും നോക്കൂ,
കുഴൽ വെള്ളത്തിൽ കുളിക്കുക. അതെവിടെ നിങ്ങൾക്ക് അറിയാവോ? ശിവഗിരി മഠത്തിലൊരു കുഴൽ വെള്ളമുണ്ട്. അത് ശിവഗിരി മഠത്തിൻ്റെ പുറത്താണ്. നിങ്ങൾ ശിവഗിരിയിൽ നിന്ന് പുറത്തിറങ്ങി ആ ആൽമരം കഴിഞ്ഞ് റൈറ്റ് വലത്തേക്ക് യാത്ര ചെയ്താൽ ഒരു 300 മീറ്റർ കഴിയുമ്പോൾ വഴി ഇങ്ങനെ വളഞ്ഞ് മേളോട്ട് അങ്ങ് പോകും. നിങ്ങൾ മുകളിലോട്ട് പോകാതെ സ്ട്രെയിറ്റ് അങ്ങോട്ട് പോയാൽ ഒരു ബോർഡ് കാണാം, ശിവഗിരി മഠം ഗോശാല. ഇത് പോയി കാണണം കേട്ടോ. അതിഗംഭീരം. 84 പശുവുണ്ട്. 84. അങ്ങനെ ചെല്ലുമ്പോൾ ഇപ്പോൾ 2-3 പശു അങ്ങോട്ടും ഇവിടെയൊക്കെ മാറ്റം വരും. രോഗം വരുന്നത് മാറ്റും. അങ്ങനെ മിനിമം ഒരു 75 പശു 100% ഉണ്ടായിരിക്കും. എല്ലാം ശാസ്ത്രീയമായി പരിപാലിക്കുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ശിവഗിരി മഠത്തിൻ്റെ ഗോശാല കാണാം. നിങ്ങളുടെ സമയമുണ്ടെങ്കിൽ നിങ്ങൾ ആ ഗോശാലയിൽ പോയി ആ പശുക്കൾക്ക് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം, ഇച്ചിരി പുല്ലൊക്കെ എടുത്ത് കൊടുക്കണം. മഹാ ആശ്രമങ്ങളിലെ ഗോക്കളെ പരിപാലിക്കുന്നത് അതൊരു രസമാണ്. നോക്കൂ, അത് നമുക്കൊരു ഒരു സന്തോഷമാണ്. ഒന്ന് പോവുക. ഇനി ഗോശാല കയറാൻ സമയമില്ലെങ്കിൽ വേണ്ട, സ്ട്രെയിറ്റ് നേരെ തന്നെ പോവുക. വഴി ഇങ്ങനെ എസ് പോലെ തിരിയും. എസ് പോലെ തിരിഞ്ഞു കഴിയുമ്പോൾ അവിടെ ഒരു നീണ്ട ബോർഡ് കാണാം, ശ്രീനാരായണ ഗുരു സ്നാനം ചെയ്തിരുന്ന ഓവ്. ഓവെന്നാ, ശ്രീനാരായണ ഗുരു സ്നാനം ചെയ്തിരുന്ന ഓവ്. നിങ്ങൾ അങ്ങോട്ടൊന്ന് പോകണം കേട്ടോ. ഒരു പച്ച ബോർഡാണ്. പച്ചയിൽ മറ്റേ നമ്മുടെ സ്ഥലപ്പേരൊക്കെ ഹിൻഡ് ബോർഡ് കാണിക്കുന്ന പോലെ ആണ്. അവിടെ നിങ്ങൾ റൈറ്റ് പോയാൽ ഒരു കുഞ്ഞ് ചെമ്മൺ പാതയാണ്. അത് വലിയൊരു കാട് പോലെയുള്ള ഭാഗത്തേക്കാണ് ചെല്ലുന്നത്. അവിടെ ഒരു കറുത്ത പൈപ്പിൽ ഒരേ അളവിൽ വെള്ളം ഇങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കും. അതാണ് രായരുടെ ഓവ്. അതാണ് ഗുരു പറഞ്ഞ നമ്മുടെ കുഴൽ വെള്ളത്തിൽ കുളിക്കാമല്ലോ. ഇനി രായരുടെ ഓവെന്ന് ചുമ്മാ അങ്ങ് പറഞ്ഞു പോയാൽ പറ്റത്തില്ലല്ലോ. അതെങ്ങനെ ഉണ്ടായി? അതെങ്ങനെ ഉണ്ടോ ചോദിച്ചാൽ 1912 സാമുദ്രപാദങ്ങൾ ശാരദാ പ്രതിഷ്ഠ നിർവഹിക്കുന്നു. അതിനോട് കമ്മിറ്റി ഉണ്ടായിരുന്നു, ശിവഗിരി ശാരദാ പ്രതിഷ്ഠ കമ്മിറ്റി. അതിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ പൽപു, അതിൻ്റെ വൈസ് പ്രസിഡന്റ് ചൈതന്യസ്വാമി, അതിൻ്റെ ജനറൽ സെക്രട്ടറി മഹാകവി കുമാരനാശാൻ. അപ്പോൾ കുമാരനാശാൻ ഒരു ആലോചനാ യോഗം വിളിച്ചു. ഇതെല്ലാം കേട്ടുകൊണ്ട് സ്വാമി അപ്പുറത്ത് വാദങ്ങൾ ചെവിക്കൊണ്ട് മതപ്പോര് കളിക്കൊണ്ട് മോദസ്ഥ അങ്ങനെ ഇരിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യണം. 25,000 പേര് പങ്കെടുക്കും. അവർക്ക് ഭക്ഷണം. അതൊക്കെ രസമാണ് കേട്ടോ. കുമാരനാശാൻ സന്യാസി, അത് ബോധാന സമയം കുമാരനാശാനോട് വാക്ക് തർക്കം പോലും ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ രസകരമായ ചരിത്രങ്ങളാണ്. അതൊക്കെ നമുക്ക് മറ്റൊരു അവസരത്തിൽ പറയാം. അപ്പോൾ അവിടെ വെച്ചിട്ട് അത്ര സിസ്റ്റമാറ്റിക്കാണ് കുമാരനാശാൻ. എല്ലാം കണക്കാ. ഓരോരുത്തർക്കും പാസ് കൊടുത്തിരിക്കുക. ഗുരു ഒരു ചോദ്യം, കുമാരു എത്ര ആളുകൾ വരും? സ്വാമി 25,000-ലധികം ആളുകൾ വരുമെന്ന്. സ്ത്രീ ജനങ്ങൾ ഉണ്ടാവുമോ? അതിൽ പകുതിയിലേറെ സ്ത്രീകളായിരിക്കും. അവർക്ക് കുളിക്കുവാനും വസ്ത്രം മാറുവാനും നീ സൗകര്യം ഒരുക്കിയിട്ടുണ്ടോ? പെട്ട് അത് ആലോചിച്ചിട്ടില്ല. ഇവരൊക്കെ എവിടെ? കുമാരനാശാന്റെ വിചാരി താഴെ ഓവുണ്ടല്ലോ. ഓവെന്ന് പറഞ്ഞാൽ എന്നാൽ വലിയ ഇൻലാൻഡ് വാട്ടർവേയാ, ആയിരക്കണക്കിന് വള്ളങ്ങളാ. പാവപ്പെട്ട സ്ത്രീകൾ എവിടെ വെച്ച് വസ്ത്രം മാറും? എങ്ങനെ കുളിക്കും? അവർക്കൊരു സ്വകാര്യത എന്താണ്? കുമാരനാശാൻ ആകെ ടെൻസ്ഡായി. പെട്ടെന്ന് ചർച്ചകൾ മാറുന്നു. എന്ത് ചെയ്യും? പെട്ടെന്ന് പുറകിൽ നിന്നും ഒരാൾ എഴുന്നേൽക്കുന്നു. ആളുടെ പേരാണ് ശ്രീനിവാസറാവു. ഒരു തമിഴ് ബ്രാഹ്മണനാ. അദ്ദേഹം അവിടുത്തെ വലിയൊരു ലാൻഡ് ലോഡാ. അദ്ദേഹത്തിന്റെ പേരിലാണ് ഇന്ന് നാരായണ ഗുരുകുലം ഇരിക്കുന്ന ശ്രീനിവാസപുരം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, സ്വാമി അങ്ങ് താഴെ ഒരു ഓവുണ്ടല്ലോ. അതായത് ഒരു മലമുകളിൽ നിന്ന് വെള്ളം ഒരു പാറയുടെ ഗ്യാപ്പിലൂടെ ചീറ്റ് വരുന്നതാണ് ഈ ഓവ്. അവിടെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഞാനത് പണിക്കാരെ നിർത്തി വെട്ടിയൊരുക്കി ചെത്ത് വൃത്തിയാക്കി മണ്ണുട്ടുകർത്തി മുളങ്കമ്പ് നാട്ടി പനമ്പ് കൊണ്ട് മറച്ച് സ്ത്രീകൾക്കൊരു താൽക്കാലിക മറപ്പുര ഒരുക്കാൻ സ്വാമി. ഒരു സമയം 200-ലധികം സ്ത്രീകൾക്ക് കുളിക്കാൻ പറ്റും. എന്നാ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഈ ശ്രീനിവാസ റാവു എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ തമിഴൻ സ്വന്തം കയ്യിലെ പണം മുടക്കി അവിടം ചെത്തി ഒരുക്കി വെട്ടി വൃത്തിയാക്കി ഒരു ചെറിയൊരു ഒരു സ്ലൈഡിംഗ് സംവിധാനം ഉണ്ടാക്കി ഒരേ സമയം 200ഓളം സ്ത്രീകൾക്ക് കുളിക്കുവാനും വസ്ത്രം മാറുവാനും സൗകര്യം ഒരുക്കി കൊടുത്തു. അതിന് ആളുകൾ ബഹുമാന പുരസരം ശ്രീനിവാസറാവുവിൻ്റെ ഓവ് എന്ന് പറഞ്ഞു തുടങ്ങി. ഇച്ചിരി പാടല്ലേ പറയാൻ. എവിടെ പോവാ? ഞാൻ ശ്രീനിവാസറാവുവിൻ്റെ ഓവ് കുളിക്കാൻ പോവാന്ന്. നീ എവിടെ പോയി? ഞാൻ ശ്രീനിവാസറാവുവിൻ്റെ ഓവ് കുളിച്ചിട്ട് വരുവാന്ന്. പതി ശ്രീനിവാസ കട്ട് ചെയ്ത് എവിടെ പോവാ? ഞാൻ റാവുവിൻ്റെ ഓവിൽ പോയി. ഒരു 50 കൊല്ലം കഴിഞ്ഞപ്പോൾ രായരുടെ ഓവ്. ക്ലിയർ ആയല്ലോ? അപ്പം അങ്ങനെയാണ് ശ്രീനിവാസ റാവുവിൻ്റെ ഓവ് എന്ന പേര് മൈഗ്രേറ്റ് ചെയ്ത് രായരുടെ ഓവായിട്ട് മാറിയത്. അപ്പം അങ്ങനെ ഈ രായരുടെ ഓവ്, അതാണ് ഗുരു പറഞ്ഞത് നമ്മുടെ ഓവ് വെള്ളത്തിൽ കുളിക്കാമല്ലോ. ശിവഗിരി സ്മരണകൾ എന്ന പുസ്തകത്തിൽ ഗീതാനന്ദ സ്വാമികൾ പറയുന്നത് അതിന് പ്രത്യേകതയുണ്ട്. എത്ര വലിയ മഴ പെയ്താലും ഒരേ അളവിൽ വെള്ളമാണ്. എത്ര വലിയ വരൾച്ചയാണേലും ഒരേ അളവിൽ വെള്ളമാണ്. കൂടത്തുമില്ല കുറയത്തുമില്ല. അത് ഞാൻ പോയി നോക്കിയിട്ടുണ്ട് പലതവണ. അങ്ങനെ തന്നെയാണ്. ഒരു ക്യാവിറ്റിയോ ഗ്യാപ്പോ ഒന്നും കാണാനില്ല. തിങ്ങി നിറഞ്ഞ് നിബിഡമായിട്ട് ഇങ്ങനെ ചെടികൾ വളർന്നു നിൽക്കുക. വലിയ കാട് പോലിരിക്കും. ഇതിനിടയ്ക്കുന്ന് ഇങ്ങനെ ചാടിക്കൊണ്ടേ ഇരിക്കുകയാണ് വെള്ളം.
അതങ്ങനെ ഇത് എവിടുന്നാ വരുന്നറിയില്ല, അങ്ങ് അഗാധമായ ഏതോ ഒരു പാറയിടിക്കുന്ന വരുന്നതാ. ഒന്നുമില്ല, കുഞ്ഞൊരു കാവറ്റി. ഇപ്പം ആ നാട്ടുകാരിൽ ആരാണ്ട് ഒരു കറുത്ത പൈപ്പ് അവിടെ തിരികെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല പൈപ്പിൽ നിന്ന് വരുന്ന പോലെ വെള്ളം വരും. ആ പുസ്തകത്തിൽ ഗീതാന സ്വാമികൾ വീണ്ടും പറഞ്ഞിരിക്കുന്നത് തണുപ്പ് കാലത്ത് ചൂടും ചൂട് കാലത്ത് തണുപ്പും ആ വെള്ളത്തിനുണ്ടെന്നാണ്. പക്ഷെ ഞാൻ ഈ 2 തവണയും പലതവണ പോയി കുളിച്ച് നോക്കിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഏതാണ്ട് ഒരേ ഫീലിംഗ് ആണ്. ഇല്ല, അപ്പം അതുകൊണ്ട് നമുക്ക് അനുഭവമല്ലാത്തതും തെളിവില്ലാത്തതും നമ്മൾ പറയുന്നത് ശരിയല്ല. പക്ഷേ വെള്ളത്തിൻ്റെ അളവ് എത്ര വലിയ കൊടിയ മഴയാണെങ്കിലും ഒരേ അളവാണ്. ആ നാട്ടിലെങ്കിലും വെള്ളമില്ലെങ്കിലും ഇവിടെ ഒരു അളവാണ്. ഇപ്പോഴും ആളുകളെ കുളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വ്യക്തിപരമായി എനിക്കുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും കിട്ടിയില്ലോ. എൻ്റെ മോളിപ്പം 5 വയസ്സായി, ഇപ്പോൾ നേഴ്സറി പഠിക്കുന്നു. അപ്പം ഞാൻ അവളെ എടുത്ത് നിർത്താൻ കൊണ്ടുപോകാൻ എൻ്റെ അമ്മയോട് പറഞ്ഞ് കുളിപ്പിക്കണ്ട, എടുത്ത് കാരണത്തിട്ടേര്. വെളുപ്പിനെ ഞങ്ങൾ 3:30 വീട്ടിൽ നിന്ന് ഇറങ്ങി, എടുത്ത് കാരണത്തിട്ടു. നേരെ വണ്ടി കൊണ്ടുവന്ന് ഈ ഓവിൻ്റെ അവിടെ നിർത്തി, അവളെ പൊക്കിയെടുത്ത് അതിനടി കൊണ്ടുപോയി പിടിച്ചവിടെ നിർത്തി. ആ തണുപ്പത്ത് ഭഗവാൻ കുളിച്ച് ആ ഓവിലൊന്ന് കുളിച്ചിട്ട് മതിയല്ലോ നമ്മുടെ കൊച്ചെന്ന് എടുത്ത് നിർത്തുന്നത്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം ഞാൻ ചെയ്തു എന്നല്ല, ആർക്കെങ്കിലും അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ തോന്നുവാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എടുത്തു നിർത്താൻ ഭഗവാന്റെ മണ്ണിൽ ശിവഗിരി കൊണ്ട് എടുത്തു നിർത്തണേ. ശാരദാമ്മയുടെ മണ്ണിൽ അങ്ങോട്ട് പോകുമ്പോൾ ആ കുഞ്ഞിനെ ഗുരു കുളിച്ച് ആ ഓവിൽ, കാരണം ഗുരു എന്ന് പറഞ്ഞിരുന്നു നമ്മുടെ ഓവിൽ കുളിക്കാമല്ലോ, നമ്മുടെ ശാരദയെ തൊഴാമല്ലോ. അപ്പോൾ ഗുരു ആ ഓവിൽ പിന്നെ കുളിക്കാൻ പോകുമായിരുന്നു. അതുകൊണ്ടാണത് മഹാഗുരു സ്നാനം ചെയ്തിരുന്ന ഓവെന്ന് ആവുകയും ചെയ്തത്. അപ്പോൾ അതാണ് രായരുടെ ഓവ്. 2 ഗുരു പറയുന്നത് ശാരദയെ തൊഴാമല്ലോ. അതൊരു പോയിന്റാണ് കേട്ടോ. കാരണം സാമുദ്രപാദങ്ങളിൽ ശാരദയെ തൊഴാമല്ലോ എന്ന് പറയുന്നതിനൊരു കാരണമുണ്ട്. എപ്പോഴെല്ലാം ശിവഗിരിയിൽ ആരൊക്കെ വന്നാലും സ്വാമിയുടെ ഒരു ചോദ്യമുണ്ട്, നമ്മുടെ അമ്മയെ തൊഴുതുവോ, ശാരദയെ തൊഴുതുവോ? അല്ലെ ചോദിക്കും, ഭക്ഷണം കഴിച്ചു. ഇതിലേതൊരു ചോദ്യമാണ്. ഒന്നെങ്കിൽ ആദ്യം ഭക്ഷണം കഴിച്ചോ, എങ്കിൽ രണ്ടാമത്തത് ശാരദയെ തൊഴുതോ, അല്ലെങ്കിൽ ആദ്യം ശാരദയെ തൊഴുതോ, രണ്ടാമത്തത് ഭക്ഷണം കഴിച്ചോ. ഈ സഹോദരനയ്യപ്പൻ്റെ സ്വഭാവം അറിയാലോ. ഒരുതരം നിരീശ്വരവാദ സ്വഭാവമുള്ള, സോഷ്യലിസ്റ്റ് മൈൻഡുള്ള, ക്ഷേത്രങ്ങളോട് താല്പര്യമില്ലാത്ത, ആരാധനയെ എതിർക്കുന്ന ടൈപ്പ് ഓഫ് ഒരു പ്രോ റവല്യൂഷണറൈസ്ഡ് മൈൻഡ് സെറ്റുള്ള ഒരുതരം ഒരു വിപ്ലവ സ്വഭാവമുള്ള ആളാണ് സഹോദരനയ്യപ്പൻ. സാമുദ്രപാദങ്ങൾ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന് പറഞ്ഞപ്പോൾ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് വേണം ധർമ്മം, വേണം ധർമ്മം, വേണം ധർമ്മം, യഥോചിതം എന്ന് പറഞ്ഞ ആളാ. EMS പോലും സഹാബ് എന്ന വാക്ക് പോപ്പുലറൈസ് ചെയ്തത് സഹോദരനയ്യപ്പനാണെന്ന് EMS പോലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന് അതിൽ പറഞ്ഞ് പരാമർശിച്ച് പോകുന്നുണ്ട്. പോട്ടെ, നോക്കൂ, അങ്ങനെയുള്ള സഹോദരനയ്യപ്പൻ ശ്രീനാരായണ പരമസദ്ഗുരു ദൈവദശകം എഴുതിയപ്പോ അതിന് ഓപ്പോസിറ്റ് എന്ന വാക്കില്ല, പാരലായി സയൻസ് ദശകം എഴുതിയ ആളാ. ദൈവദശകം, സയൻസ് ദശകം. ആ സഹോദരനയ്യപ്പൻ അവസാനം സമാധി ഗാനത്തിൽ ഗുരുവിനെ ഭഗവാനേ എന്നാ വിളിച്ച കേട്ടോ. ഭഗവാനേ എന്ന ഭാരതഭൂമിയെ വിഴുങ്ങും ജാതിയോട് അടരിനായി ഭവാൻ അണിനിരത്തിയ വലിയ സേനകൾ പടനായകൻ പോയി വിഷമിക്കുന്നല്ലോ എന്നാ വിളിച്ചങ്ങോട്ട് കരഞ്ഞത്. അവസാനം ഭഗവാൻ എന്ന് വിളിച്ചു പോയി. അത് പോട്ടെ, നോക്കൂ, ഈ സഹോദരനയ്യപ്പൻ എപ്പോഴും ഓർക്കും, ചേട്ടാ ശിവഗിരിൽ ആരെങ്കിലും വരുന്നെങ്കിൽ അവർ വേണേ പോയി തൊഴുതോട്ടെ, വിഗ്രഹാരാധന താല്പര്യമുള്ളവർ തൊഴുതോട്ടെ, സ്വാമി എന്തിനാ തൊഴാത്തവരെ കൂടെ തൊഴുതോ. ഇത് ചോദിക്കുമ്പോൾ സ്വാമിയോടെങ്ങനെ ചോദിക്കുന്നേ, അതിനോട് ധൈര്യമില്ല. ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ ഓർക്കും, ചില ആളുകൾ ശാരദാമ്മ തൊഴാതെ വരും, ഉടനെ ഗുരു ചോദിക്കും നമ്മുടെ അമ്മയെ തൊഴുതോന്ന്. ഇത് നിങ്ങൾ ഓടിപ്പോയി തൊഴും. അതുകൊണ്ട് സ്വാമി ഇങ്ങനെ നിർബന്ധിച്ച് ആരെക്കൊണ്ടും തൊഴിക്കേണ്ട കാര്യമില്ലോ എന്ന് ഇത് സത്യാനന്ദ സ്വാമി പറഞ്ഞാൽ ഞങ്ങളുടെ മനസ്സിലേക്ക് അത് കൂടുതൽ രസകരമാണ്. സ്വാമിയുടെ ആ സംസാരം കേട്ടാലേ. ഒരിക്കൽ സഹോദരനയ്യപ്പൻ അവിടെ നിന്ന് ഓർക്കുക, സ്വാമി എന്തിനാ ഈ ആൾക്കാർ വന്നേ ഉടനെ ശാരദയെ തൊഴുതോ. ഉടനെ ഗുരു എന്താ അയ്യപ്പാന്ന്. അയ്യോ ഒന്നുമില്ല സ്വാമി എന്ന്. നിനക്ക് എന്താ സംശയമെന്ന്. അയ്യോ ഒന്നുമില്ല സ്വാമി എന്ന്. ഇങ്ങനെ പോരാൻ പറഞ്ഞ് ഗുരു അങ്ങ് നടന്ന്. അപ്പോൾ അവിടെ VK ശങ്കരമുൻഷിയുണ്ട്. സഹോദരനയ്യപ്പൻ പോകണമോ വേണ്ടയോ. ഗുരു വിളിച്ചു, വരൂ അയ്യപ്പ. പുറകെ ചെന്ന് ഗുരു ശാരദാമഠത്തിന്റെ വാതിക്കലെത്തി. അകത്തോട്ട് നോക്കി. സഹോദരനയ്യപ്പന്റെ തന്നെ ഭാഷ പറഞ്ഞാൽ കൃപയും ജ്ഞാനവും ഫലിതവും ചേരുന്ന മധുരപാവന മനോജ്ഞവാണി. ആ സൗണ്ടിൽ ഒരൊറ്റ വിളി. അകത്തേക്ക് നോക്കി, ശാരദേ. ആ ഗുരുവിന്റെ വിളിന്ന് സങ്കല്പിച്ചു നിങ്ങൾ. സഹോദരനയ്യപ്പൻ പറയുക, എൻ്റെ കാലിലൂടെ വൈദ്യുതി പ്രവഹിച്ചതുപോലെ ഞാൻ ഞടുങ്ങിപ്പോയി. എന്തോ ഇത് ഞാൻ പറഞ്ഞാലോ അതുപോലെ ആര് പറഞ്ഞാലോ നിങ്ങൾക്കൊരു ഫേക്കെന്നോ ഫാബ്രിക്കേറ്റർ സ്റ്റോറിയെന്നോ അന്ധവിശ്വാസമെന്നോ എന്നെ വെള്ളം പറഞ്ഞോ. സഹോദരനയ്യപ്പൻ പറയുമ്പോൾ അങ്ങനെയല്ല. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ടെന്ന് പറഞ്ഞയാളാ. മഹാഗുരു ദൈവദശകം എഴുതിയപ്പോ സയൻസ് ദശകം എഴുതിയ ആളാ. അനുഭവിച്ചത് കൊണ്ടാ പറഞ്ഞ് എൻ്റെ പാദങ്ങളുടെ വിറയൽ വന്നെന്നാ
എന്തോ. അതാണ് ഗുരുവിൻ്റെ ശാരദ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കാനും നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എഴുത്തിനെടുത്താനും ശിവഗിരി പറഞ്ഞേ, ശാരദാമ്പടത്തി പറഞ്ഞേ, നമുക്കൊക്കെ ഒരു തലമുറയ്ക്ക് ആ ഭാഗ്യം ഇല്ലാതെ പോയി. ഇനിയുള്ള കുഞ്ഞുങ്ങളെങ്കിലും ആ മണ്ണി വന്നാൽ മതി. ചേഞ്ചാ, പോസിറ്റീവ് വൈബാ. നോക്കൂ, നമ്മളിങ്ങനെ മറ്റു ക്ഷേത്രങ്ങളിൽ 13 മണിക്കൂർ ക്യൂ നിൽക്കും. 13 മണിക്കൂർ ഒരു ബുദ്ധിമുട്ടുമില്ല. ശിവഗിരി 10 മിനിറ്റ്, അയ്യോ അത് ബുദ്ധിമുട്ടാണ്, അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. നോക്കൂ, ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ശിവഗിരിക്ക് പറഞ്ഞ അതാണ് ഗുരു പറഞ്ഞത്. നമ്മുടെ കുടൽ വെള്ളത്തിൽ കുളിക്കാമല്ലോ, നമ്മുടെ ശാരദയെ തൊഴാമല്ലോ. എന്നിട്ട് സാമതിരിപ്പാദങ്ങൾ ഓരോന്നോരോന്നും അങ്ങോട്ട് ചോദിക്കുക. വീണ്ടും പറയുന്നുണ്ട്, തീർത്ഥാടനം എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? തീർത്ഥങ്ങളിൽ ആടനം ചെയ്യുന്നതാണ് തീർത്ഥാടനം. പുണ്യമായ കേന്ദ്രങ്ങളിൽ മുങ്ങിക്കുളിക്കുന്നതാണ്. ഇപ്പം നമ്മൾ ഇന്ത്യയിലെ ഏത് പുണ്യനദി പോയി കുളിച്ചാലും നമുക്ക് അസുഖം പിടിക്കത്തേ ഉള്ളൂ. അതുപോലെ രീതിയിലാണ് അതൊക്കെ മലിനമാക്കിയിട്ടിരിക്കുന്നത്. പക്ഷെ ആ വാക്ക് തന്നെ തീർത്ഥാടനം, തീർത്ഥങ്ങൾ നമ്മൾ ആടനം ചെയ്യണം. അപ്പോൾ ഗുരു അങ്ങോട്ട് പറയുന്നുണ്ട്, ജനക്കൂട്ടം മലവെള്ളം പോലെയാണ്, കയറി വരും ഇറങ്ങിപ്പോകും. ഇതുകൊണ്ട് എന്താണ് പ്രയോജനം? വീണ്ടും വീണ്ടും ഗുരു ചോദിക്കുക, വീണ്ടും വീണ്ടും. അതിനുശേഷം തൃപ്പാദങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ. അതിനുമുമ്പ് ഇവർ കുറേ ചോദ്യങ്ങൾ കൃത്യമായി സാമതൃപ്പാദങ്ങളോട് ചോദിക്കുന്നു. ഗുരു അതിനെല്ലാം മറുപടി പറയുന്നു. തീർത്ഥാടനം വേണം, അത് പ്രസിദ്ധമാക്കണം, അതിന് സാമതൃപ്പാദങ്ങൾ അനുവദിക്കണം, അത് പത്രദ്വാര പ്രസ്, ഇതെല്ലാം പറയുന്നുണ്ട്. ഇതിനെല്ലാം ശേഷമാണ് അതിൻ്റെ പീക്ക് പോയിന്റിലേക്ക് സാമതൃപ്പാദങ്ങൾ വരുന്നത്. ആദ്യം ചോദിക്കുന്നുണ്ട്, സ്വാമി എങ്ങനെയാണ് ശിവഗിരിക്ക് പോകേണ്ടത്? അപ്പോൾ സ്വാമി പറയുന്നുണ്ട്, ഇക്കാലത്ത് വാഹന സൗകര്യമൊക്കെ ഉണ്ടല്ലോ, വാഹനത്തിൽ പോകേണ്ടവർക്ക് അങ്ങനെ പോകാം, നടന്നു പോകണമെന്നുള്ളവർ അങ്ങനെയും പോയിക്കൊള്ളട്ടെ. എന്തിനും ഗുരുവിനൊരു ആൻസർ ഉണ്ട്. കൃത്യമായി സയൻറ്റിഫിക് ആണ് ഇതെല്ലാം. ഈ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഏറ്റവും അവസാനമാണ് കേട്ടോ. സ്വാമി വീണ്ടും ഇവർ വീണ്ടും ഓരോരോ ചോദ്യങ്ങൾ എഴുതിക്കൊണ്ട് വന്നേക്കുക. അവസാനം ഗുരു തിരിച്ചങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുമ്പോഴാണ് ഇവർ പെട്ടുപോകുന്നത്. വീണ്ടും സ്വാമി, തീർത്ഥാടകർക്ക് എന്താവണം സ്വാമി വസ്ത്രം? ശബരിമലയ്ക്ക് പോകുന്നവർ കറുപ്പാണല്ലോ സ്വാമി, കാശിക്ക് പോകുന്നവർക്ക് കാവിയാണല്ലോ സ്വാമി ചോദിക്കുന്നുണ്ട്. ശിവഗിരി തീർത്ഥാടകർക്ക് എന്താവണം വസ്ത്രം? അയ്യോ, ഞാൻ ഞെട്ടിപ്പോയി. ഒരു വാട്സപ്പ് പോസ്റ്റ് അവർ എഴുതിയിരിക്കുക. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞെന്ന്, ശബരിമലയ്ക്ക് പോകുന്നവർക്ക് കറുപ്പും കാശിക്ക് പോകുന്നവർക്ക് കാവിയും, എന്നാൽ പിന്നെ ശിവഗിരി പോകുന്നവർ മഞ്ഞ കൊടുത്തോട്ടെ എന്ന്. എന്തൊരു കഷ്ടമാണെന്ന് പറയാം. അങ്ങനെയൊന്നും ഗുരു പറഞ്ഞിട്ടൊന്നുമില്ല, വെറും പ്രചരണങ്ങളാണ്. ശബരിമലയ്ക്ക് അവിടെ രസകരമായ ഒരു കഥ കൂടിയുണ്ട് കേട്ടോ. ഈ സ്വാമി അവിടെ ഇരിക്കുന്ന സമയത്ത്, അത് വേറെ സ്ഥലത്താണെന്ന് ചില വാദങ്ങളുണ്ട്. ഈ മീനച്ചിലാറ്റിൽ മുങ്ങിക്കുളിച്ചിട്ട് ശബരിമലയ്ക്ക് പോകുന്ന കുറേ തീർത്ഥാടകർ, നമുക്കറിയാം, രുദ്രാക്ഷമൊക്കെ ധരിച്ച് കറുത്ത വസ്ത്രം ധരിച്ച് അവർ കറുത്ത മുണ്ടൊക്കെ പുതച്ച് ശബരിമലയ്ക്ക് പോകുമ്പോൾ വരികയാണ്. അപ്പോൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ സ്വാമിയെ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയെ, അതൊരു പരമ്പരാഗതമായ ഒരു ശരണം വിളിയുടെ ക്രോണോളജിയാണ്. അപ്പം മീനച്ചാട്ടി മുങ്ങിക്കുളിച്ചിട്ട് ഇവരിങ്ങനെ പോകുന്ന വഴിക്ക് ഈ അപ്പം നമ്മൾ ഈ പെരിയ സ്വാമി എന്നൊക്കെ പറഞ്ഞ ആൾ സ്വാമിയെ ഇവിടെ പുറകെ വരുന്നൊരു അയ്യപ്പോ, വീണ്ടും അയ്യപ്പോ സ്വാമിയെ. അപ്പോൾ സഹോദരൻ അയ്യപ്പൻ അവിടെ നിന്നുണ്ട്. പതുക്കെ നമ്മൾ ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞാൽ ട്രോളുക എന്നൊക്കെ പറയും. നമുക്ക് ഒരു കമന്റ് എന്ന് പറഞ്ഞാൽ മതി. ഇവർ വിളിച്ച ഉടനെ സ്വാമിയെ, ഈ പുറകെ പോകുന്ന ഭക്തന്മാർ അയ്യപ്പോ എന്ന് വിളിക്കുന്നതിന് മുമ്പ് സഹോദരൻ അയ്യപ്പൻ, സ്വാമി ഇവിടെ ഉണ്ടല്ലോ എന്ന്. ഗുരു ഉണ്ടല്ലോ അവിടെ. ഉടനെ ഗുരു തിരിച്ച്, അയ്യപ്പന് ഇവിടെ ഉണ്ടല്ലോ എന്ന്. ശരിയല്ലേ സഹോദരൻ അയ്യപ്പൻ തീർന്ന് എന്ന് പറഞ്ഞതുപോലെ ഗുരുവിൻ്റെ ചില കമന്റുകളൊക്കെ അത് രസമാണ്. സ്വാമിയെ അയ്യപ്പോ സ്വാമിയെ, ദേ സ്വാമി ഉണ്ടെന്ന്. അപ്പം തന്നെ ഗുരു, ദേ അയ്യപ്പനുണ്ട്. അങ്ങനത്തെ രസകരമായ സംഭവങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ ചോദിക്കും, സ്വാമി ഇത് കണ്ടുകൊണ്ടായിരിക്കും, മേ ബി ഇതുകൂടെ ഇവരിങ്ങനെ ഈ മീനച്ചാട്ടി മുങ്ങിക്കുളിച്ച് ശബരിമലയ്ക്ക് പോകുന്നവർ കറുപ്പെടുത്ത് പോകുന്നത് കണ്ടുകൊണ്ടായിരിക്കും സാമതൃപ്പാദങ്ങളുടെ ഒറ്റ ചോദ്യം വല്ലഭശ്ശേരി ചോദിക്കുന്നത്, സ്വാമി ഈ ശബരിമലയ്ക്ക് പോകുന്നവരൊക്കെ കറുപ്പാണല്ലോ സ്വാമി ഇടുന്നത്, കാശിക്ക് പോകുന്നവരൊക്കെ കാവിയാണല്ലോ സ്വാമി ഇടുന്നവർ, ശിവഗിരി തീർത്ഥാടകർക്ക് എന്താവണം വസ്ത്രം? ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കമൻ്റാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത്. ഞാൻ എൻ്റെ SNDP ശാഖാ യോഗത്തിൽ രവിവാര പാഠശാല പഠിക്കുമ്പോൾ, നമ്മൾ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ ഈ ഭാഗങ്ങളിലൊക്കെ SNDP ശാഖാ യോഗങ്ങൾ അതീവ ശക്തമാണ്. അവിടെയൊക്കെ എല്ലാ ഞായറാഴ്ചകളിലും രവിവാര പാഠശാല, കത്തോലിക്ക സഭയ്ക്ക് സൺഡേ സ്കൂൾ എന്ന് പറയുന്ന പോലെ കൃത്യമായ അധ്യയനമുണ്ട്, പഠനമുണ്ട്. അപ്പോൾ ഞാനൊക്കെ അങ്ങനെയുള്ളൊരു സ്കൂളിൻ്റെ പ്രോഡക്റ്റാണ്. നമ്മൾ പതിയെ ഗുരുവിലേക്ക് വരുന്നതും സ്വാമിയെ പഠിക്കുന്നതും അങ്ങനെയാണ്. അപ്പോൾ അന്ന് എന്നെ പഠിപ്പിച്ചിരുന്ന എൻ്റെ അധ്യാപിക പറഞ്ഞ വാക്ക് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. സ്വാമി ശിവഗിരി തീർത്ഥാടകർക്ക് എന്താവണം വസ്ത്രം? അപ്പോൾ ഗുരു പറഞ്ഞത്, ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വർണ്ണമായ മഞ്ഞയായി കൊള്ളട്ടെ. അയ്യോ, ഗുരു രാഷ്ട്രീയക്കാരനൊന്നുമല്ല, ഇങ്ങനെ വെച്ച് നമ്മുടെ മൈക്കിൽ കൂടെ വെച്ചങ്ങ് അലക്കാനായിട്ട്.
ഒന്നുമല്ല. അങ്ങനെയൊന്നും ഗുരു പറയത്തൊന്നുമില്ല. ഗുരുവിന് നമ്മൾ എന്താ പറയുന്നത്? വാചം യമാന മൗനഭാജിനെ, വളരെ കുറച്ച് വാക്കേ പറയുള്ളൂ. അങ്ങനെ ശാന്തിയോടെ ഒന്നും അങ്ങനെയൊന്നും ഗുരു പറഞ്ഞില്ല. ശിവഗിരി തീർത്ഥാടകർക്ക് എന്താവണം വസ്ത്രം, ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, പീതമായി കൊള്ളട്ടെ. ഫസ്റ്റ് വാക്ക് പീതമായി കൊള്ളട്ടെ. ഒന്ന് നിർത്തിയിട്ട് വീണ്ടും ശ്രീകൃഷ്ണന്റെയും ശ്രീബുദ്ധന്റെയും മുണ്ട്. അതാണ് ഗുരു പറഞ്ഞ കറക്റ്റ് വാക്ക്. ഇത് കേട്ടുകൊണ്ട് നിന്ന് എഴുതിയെടുത്ത വല്ലഭശ്ശേരി മാലയിൽ TK കിട്ടൺ റൈറ്റർ പ്രൊഫസറാണ്. ശ്രീകൃഷ്ണന്റെയും ശ്രീബുദ്ധന്റെയും മുണ്ട്. ഈ മഞ്ഞയ്ക്ക് ചില വൈബ്രേഷനുകളുണ്ട്. നമുക്ക് അത് ഒത്തിരി പറയാൻ നമുക്ക് സമയമില്ല. കാരണം അതൊരു അറിവിൻ്റെ, ഉണർവിൻ്റെ, തിരിച്ചറിവിൻ്റെ ഒക്കെ അത് വേറൊരു ഒരു സയൻറ്റിഫിക്കായും സൈക്കോളജിക്കലായും അതിന് ചില അർത്ഥങ്ങളുണ്ട്. എന്നിട്ട് ഗുരു മഞ്ഞ എന്ന വാക്ക് മൂന്നാമത്തെ സെന്റൻസിലാണ് ഗുരു പറയുന്നത്. മഞ്ഞ എന്ന് നാം പറഞ്ഞതിന് നിങ്ങളാരും മഞ്ഞ പട്ടു വാങ്ങുവാൻ തുനിയരുത്. ഉള്ള വെള്ള വസ്ത്രം മഞ്ഞൾ മുക്കി ഉപയോഗിച്ചാലും മതി. കേട്ടല്ലോ, നിങ്ങൾക്കുള്ള വെള്ള വസ്ത്രം അലക്കിയിട്ട് മഞ്ഞൾ നന്നായി അരച്ച് അത് വെള്ളത്തിൽ കലക്കി ആ മഞ്ഞൾ മുക്കി മഞ്ഞയാക്കിയാൽ മതി. പോയി വന്നിട്ട് അലക്കി തെളിയിച്ച് വീണ്ടും എടുക്കാമല്ലോ. ഇതിലും വലിയൊരു റാഷണലിസം, ഇതിലും വലിയൊരു യുക്തിഭദ്രത, ഇതിലും വലിയൊരു സയന്റിഫിക് പ്രാക്ടിക്കൽ തിങ്കിങ് എവിടെയാണുള്ളത്? നോക്കൂ, ഇപ്പൊ തീർത്ഥാടന കാലത്തൊക്കെ ഓരോ കളറും വലിയ ബിസിനസ്സാണ്. മഞ്ഞ ഡിസംബർ ആയി കഴിഞ്ഞാൽ പിന്നെ കോട്ടയത്തേക്ക് എല്ലാ കടലിലും മഞ്ഞസാരി ഇങ്ങനെ തൂക്കിയിട്ടേക്കുവാ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പറയാം മഞ്ഞൾ മുക്കിയെടുത്താൽ മതി. ഇനി അത് എന്തുകൊണ്ടായിരിക്കും? ഈ മഞ്ഞള് ജെർമിസൈഡാ, അണുനാശിനിയാ. ഈ തീർത്ഥാടകർ നടന്നു പോകുമ്പോൾ വിയർത്ത് കുളിച്ച് അവരുടെ ദേഹത്തൊക്കെ പൊടിയൊക്കെ പറ്റി അവരാകെപ്പാടെ ഡിസോർഡറായി അവരുടെ ശരീരം മലിനമാകും. അതുകൊണ്ടായിരിക്കും ഗുരു മഞ്ഞൾ മുക്കിയ ജെർമിസൈഡ് പറഞ്ഞത്, ഒരു അണുനാശിനി പറഞ്ഞത്. തിരിച്ചു വന്നിട്ട് അലക്കി തെളിച്ചിട്ട് വീണ്ടും ഉപയോഗിക്കാമല്ലോ. അങ്ങനെയാ ഗുരു പറഞ്ഞേ. ഒരുപാട് പണം ചെലവഴിച്ച് പ്രസ്ഥാനത്തെ മലിനപ്പെടുത്തരുത്. ഒരു ഒറ്റ ചോദ്യം അങ്ങോട്ട്. അത് ഇവരിക്കുന്ന കോട്ടയത്താ, അന്ന് എൻ്റെ നാട്ടിലാ. ഒരു ചോദ്യം, കോട്ടയത്ത് നിന്നും 3 പേർ ശിവഗിരി മഠം വരെ പോയി തിരിച്ചു വരുവാൻ, 1-2 ദിവസം തങ്ങി തിരിച്ചു വരുവാൻ എന്ത് ചിലവാകും? വല്ലഭശ്ശേരിക്കും അനക്കമില്ല, ഗോവിന്ദൻ റെഡ്ഡിക്കും അനക്കമില്ല, ആർക്കും അനക്കമില്ല. ഗുരു തങ്ങോട്ട് ചോദിച്ച ഉടനെ ഇവർ 2 പേരും ഇങ്ങനെ ആലോചിക്കുക, അയ്യോ കോട്ടയത്ത് നിന്ന് 2-3 പേർക്ക് ശിവഗിരി മഠം വരെ പോയിട്ട് തിരിച്ചു വരാൻ എന്താ ചിലവാകുമെന്ന് ആർക്കും ഐഡിയ ഇല്ല. തൃപ്പാദങ്ങൾ ചിരിച്ച് എന്നിട്ട് ഇടതുക ഇങ്ങനെ പൊക്കി ഇങ്ങനെ വിരലിൽ എന്തോ കൂട്ടി. നിങ്ങളതൊക്കെ മനസ്സിൽ കണ്ടു നോക്കി. ഇങ്ങനെ വിരലിൽ ഇങ്ങനെ കൂട്ടി, 3 ചക്രം മതിയാകും. ഗുരു പറഞ്ഞ വാക്ക് കേട്ടോ, 3 ചക്രം മതിയാകും. എന്നിട്ട് പിന്നെയും പറഞ്ഞു 3 രൂപ മതിയാകും, 3 രൂപ മതിയാകും. കുറച്ച് ചക്രങ്ങൾ മിച്ചം ഉണ്ടായിരിക്കുമെന്ന്. വലിയ ചിലവാക്കാതെ. അപ്പോൾ അത്രയ്ക്കും മിതവ്യയത്തിൽ കൺട്രോൾഡ് ആയിട്ട് പോകണമെന്ന്. അത് വലിയ ആർഭാടമല്ലെന്ന് ഗുരു പറഞ്ഞേ. 3 രൂപ മതിയാകും, കുറച്ച് ചക്രങ്ങൾ മിച്ചവും ഉണ്ടാകും എന്ന് പറയുന്നു. അങ്ങനെ ഓരോന്നും ശിവഗിരി തീർത്ഥാടനത്തെക്കുറിച്ച് പറഞ്ഞ് വരികയാണ്. അപ്പോൾ ഈ മഞ്ഞ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളൊരു കാര്യം ഓർത്തോണം. ശ്രീനാരായണ പരമസദ്ഗുരു മഹാഗുരുവിൻ്റെ തിരു അവതാര കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും ധരിക്കാത്ത വസ്ത്രമാണ് മഞ്ഞ. ഇപ്പം നമ്മൾ ഗുരുവിൻ്റെ വിഗ്രഹമുണ്ടെങ്കിൽ മഞ്ഞ പുതപ്പിച്ചിട്ടേ സമാധാനമുള്ളൂ. ഗുരുവിൻ്റെ മഞ്ഞ ഫോട്ടോ വെച്ചില്ലെങ്കിൽ നമുക്ക് സമാധാനമേ ഇല്ല. ഏത് നോട്ടീസിലും മഞ്ഞ ധരിച്ച ഗുരു. സാമുദ്രപാദങ്ങൾ ജീവിതകാലത്ത് മഞ്ഞ ധരിച്ചിട്ടേ ഇല്ല. ഗുരു 1918 വരെ തൂവെള്ള വസ്ത്രം മാത്രം ധരിച്ചു. തൂവെള്ള വസ്ത്രം മാത്രം. 1918 ഗുരുവിൻ്റെ 1ാം ശ്രീലങ്കൻ യാത്ര. ഗുരു അവതാര കാലത്ത് ഇന്ത്യക്ക് പുറത്തു പോയത് 2 തവണയാണ്. 2ഉം ഒരേ രാജ്യത്തേക്കാണ്, ശ്രീലങ്ക. ഗുരു ആദ്യമായി ഇന്ത്യക്ക് പുറത്ത് പോകുന്നത് 1918 സെപ്റ്റംബർ 24 മുതൽ ഒക്ടോബർ 7 വരെയായിരുന്നു ഗുരുവിൻ്റെ 1ാം ശ്രീലങ്കൻ യാത്ര. സാമുദ്രപാദങ്ങൾ 2ാം ശ്രീലങ്ക പോകുന്നത് 1924 ഒക്ടോബർ 4 മുതൽ 1927 ജനുവരി 1 വരെയായിരുന്നു ഗുരുവിൻ്റെ 2ാം ശ്രീലങ്കൻ യാത്ര. ഈ 1ാമത്തെ യാത്രയിലാണ് സാമുദ്രപാദങ്ങൾ ആദ്യമായി കാവി ധരിക്കുന്നത്, മഞ്ഞയല്ല. അപ്പോൾ ഗുരുവിനെ മഞ്ഞ പുതപ്പിച്ച് ഈ തലമുറ ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ്. ഒരു അഭ്യർത്ഥന പോലെ, ഒരു പ്രാർത്ഥന പോലെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ എടുക്കുക. വെള്ളയോ കാവിയോ ഗുരു ധരിച്ച ഒറിജിനൽ വസ്ത്രം നമ്മൾ സ്വീകരിക്കുന്നതായിരിക്കും നല്ലത്. ഈ നോട്ടീസുകളിലും ബോർഡുകളിലും മഞ്ഞ. പിന്നെ ശിവഗിരി മഠവും SNDP യോഗവും ഒരു കളർ തീം
എല്ലാ ഇപ്പോൾ ബാങ്കാണ്, SBIക്ക് നീലയാണ്, എൻ്റെ വൈഫൊക്കെ വർക്ക് ചെയ്ത് ധനലക്ഷ്മി ബാങ്കിന് പർപ്പിളാണ്. അങ്ങനെ ഓരോന്നിനും എല്ലാ സ്ഥാപനത്തിനും ഒരു കളർ തീമുണ്ട്. അതനുസരിച്ചിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും ഒരു കളർ തീമുണ്ട്. അതൊരു സംഘടിത സംവിധാനത്തിൽ സെൻട്രലൈസ്ഡ് ആയിട്ട് നമ്മളിന്ന് ഗ്യാദർ ചെയ്യുവാനുള്ള സൈക്കോളജിക്കൽ ഒരു മൂവ്മെൻറ്റ് കൂടിയാണ്. ഒരു പതാകയുടെ കീഴിൽ അതൊരു തുണി മാത്രമാണ്, പക്ഷെ നിറത്തിന് ദർ ഇസ് എ പവർ. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രസ്ഥാനത്തിനൊരു യെലോയിഷ് ഗുരു ഒരു ഇത് കൊടുത്തിട്ടുള്ളത്. ശ്രീകൃഷ്ണൻ്റെയും ശ്രീബുദ്ധൻ്റെയും മുണ്ട് അതെടുത്ത് ഗുരുവിൻ്റെ ദേഹത്തിടാനല്ല. നമ്മളിപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, തൃപ്പാദങ്ങൾ ധരിച്ച വസ്ത്രം കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഇതിലേക്ക് തിരിച്ച് വരാം. അപ്പോൾ ഈ ഫോട്ടോകളും മറ്റുമൊക്കെ വെക്കുമ്പോൾ ഇനി അങ്ങോട്ട് ഒറിജിനലായ ഭഗവാന്റെ ഒരു ചിത്രം, സാമതൃപ്പാദങ്ങളുടെ ചിത്രം, അത് ഈ 2 കളറിൽ ഏതെങ്കിലും എടുക്കാൻ നമ്മൾ ചിന്തിക്കുക. ഈ ശ്രീലങ്കയിൽ പോയ കാര്യം പറഞ്ഞത് കൊണ്ട് ശ്രീലങ്കയിലെ ഗുരുവിൻ്റെ യാത്രയൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ് കേട്ടോ. 1918 സാമതൃപ്പാദങ്ങൾ ആദ്യമായിട്ട് ശ്രീലങ്കയ്ക്ക് പോകുമ്പോൾ ഗുരു അവിടെ താമസിച്ചത് കൊളംബോയിൽ സിനമൻ ഗാർഡൻ എന്ന് പറയുന്ന ശ്രീലങ്കയിലെ സമ്പന്നർ താമസിക്കുന്ന ഒരു ഏരിയയിലാണ്. അന്ന് ശ്രീനാരായണ പരമസദ്ഗുരുവിന് താമസിക്കുവാനായി ശ്രീലങ്കയിലെ ശ്രീനാരായണീയർ, നിങ്ങളുടെ തലശ്ശേരിക്കാർ ഒത്തിരി പേരുണ്ട് കേട്ടോ, ഒരുപാട് ആളുകളുണ്ട്. ഇവരെല്ലാവരും കൂടെ ചേർന്ന് അന്ന് ഗുരുവിന് വേണ്ടി വാടകയ്ക്ക് എടുത്ത് വെച്ചിരുന്നത് സിനമൻ ഗാർഡൻ എന്നൊരു ബംഗ്ലാവാണ്. ആ ബംഗ്ലാവിന് ഒരു മാസത്തെ വാടക 150 രൂപയായിരുന്നു. 1918 150 രൂപ ചെറിയ എമൗണ്ട് ആണോ? അത്രയും വലിയ പാലസ് ആയിട്ടുള്ള കൊട്ടാര സമാനമായ ഒരു ബിൽഡിങ്ങിലാണ് സാമതൃപ്പാദങ്ങൾ താമസിച്ചത്. കൊളംബോയ്ക്ക് അടുത്തുള്ള മർഡാന എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലാണ് സാമതൃപ്പാദങ്ങൾ വന്ന് ഇറങ്ങിയത്. വലിയ ചരിത്രങ്ങളാണ്, മഹാഗുരുവിൻ്റെ ചരിത്രഗതിയിലെ സംഭവങ്ങളാണ്. രാജകീയമായിട്ടാണ് ഗുരുവിനെ 2000 പേരാണ് മഹാഗുരുവിനെ സ്വീകരിക്കാൻ വേണ്ടി വന്നത്. ഗുരുവിൻ്റെ 2ാമത്തെ ശ്രീലങ്കൻ യാത്ര അതീവ രസകരമാണ്. ഗുരു ശിവഗിരി ഇറങ്ങുന്നു, നേരെ പുറത്ത് വരുന്നു. സാമതൃപ്പാദങ്ങൾ അവിടെ നേരെ ശിവഗിരിയിൽ നിന്ന് പുറത്തിറങ്ങി കല്ലുവാതുക്കൽ വരുന്നു. അവിടുന്ന് കുണ്ടറ വഴി സാമതൃപ്പാദങ്ങൾ കൊല്ലം ഭാഗത്തേക്ക് പോകുന്നു. അവിടുത്തെ പാദങ്ങൾ ആര്യങ്കാവ് കുറ്റാലത്തേക്ക് പോകുന്നു. കുറ്റാലം വാട്ടർഫോളൊക്കെ ഉള്ള സ്ഥലം. അവിടുന്ന് സാമതൃപ്പാദങ്ങൾ അംബാസമുദ്രം, ഒരു കാടിൻ്റെ നടുവിലെ സ്ഥലമാണ്. അവിടുന്ന് താമ്രവർണ്ണ തീരത്തേക്ക് പോകുന്നു. അതുകൊണ്ട് സാമതൃപ്പാദങ്ങൾ വലിയ വയലേലകളും തെങ്ങിൻ തോപ്പുകളും, നോക്കൂ, ഏത്തവാഴ തോപ്പുകളുടെ നടുവിലൂടെ നടന്ന് സാമതൃപ്പാദങ്ങൾ മധുരയ്ക്ക് പോകുന്ന മന്നാമടൈ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്നു. അവിടുന്ന് ട്രെയിൻ കയറി മധുരയ്ക്ക് പോകുന്നു. അവിടെ നിന്നും രാമനാഥപുരത്തേക്ക് പോകുന്നു. ഒരു തോണിയിൽ, അന്ന് പാമ്പൻ പാലമില്ല, ഒരു തോണിയിൽ അക്കരെ കിടന്ന് സാമതൃപ്പാദങ്ങൾ നേരെ രാമേശ്വരത്തേക്ക് പോകുന്നു. അവിടെ നിന്നും സാമതൃപ്പാദങ്ങളെ ഒരു വണ്ടിയിൽ അവർ മണ്ഡപം, ധനുഷ്കോടിക്കടുത്ത് മണ്ഡപം എന്നൊരു സ്ഥലത്തേക്ക് പോകുന്നു. അവിടെയാണ് ഈ ഇമിഗ്രേഷൻ പ്രോസസ്സ്. ഇന്നത്തെ പോലെ പാസ്പോർട്ടല്ല, ഒരു പാസ്സാണ്. ഇത് രണ്ടും ബ്രിട്ടീഷ് രാജ്യമായതുകൊണ്ട് അവിടെ നിന്ന് ഒരു പാസ് എടുക്കുന്നു. സാമതൃപ്പാദങ്ങൾ ഒരു ബോട്ടിൽ കയറി, ഒരു ചെറിയ കപ്പൽ കയറി തലൈമാന്നാർ എന്ന സ്ഥലത്ത് ഇറങ്ങുന്നു. ആ തലൈമാന്നാറിൽ നിന്നും സാമതൃപ്പാദങ്ങൾ മറ്റൊരു ചെറിയ ബോട്ടിൽ കയറി തലൈമാന്നാർ തീരത്തിറങ്ങുന്നു. അവിടെ നിന്നും ഒരു ട്രെയിനിൽ രാത്രി മുഴുവൻ യാത്ര ചെയ്ത് കൊളംബോ മർഡാന സ്റ്റേഷനിൽ ഇറങ്ങുന്നു. ഇതാണ് ഗുരുവിൻ്റെ 2ാമത്തെ ശ്രീലങ്കൻ യാത്ര. ഗംഭീരമായ ഒരു യാത്രയാണ്. ഞങ്ങൾ കുറേ പേരുടെ മനസ്സിൽ ഒരു ആഗ്രഹമാണ്, അന്ന് ഗുരു യാത്ര ചെയ്ത അതേ വഴിയിലൂടെ ശിവഗിരിയിൽ നിന്ന് ഇറങ്ങി ഇതിലേക്കൂടെയൊക്കെ തന്നെ പോയി ഒന്ന് ശ്രീലങ്ക വരെ. സാമതൃപ്പാദങ്ങൾ ആയുസ് തീർത്ത് തിരിച്ചങ്ങ് വിളിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും ഒന്ന് പോകണമെന്ന് അത് ആഗ്രഹിക്കുകയാണ്. ആ ശ്രീലങ്കൻ യാത്ര ആദ്യ യാത്രയിലാണ് തൃപ്പാദങ്ങൾ ആദ്യമായി കാവി ധരിക്കുന്നത്. കാവി, ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞ് തീർത്ഥാടനത്തിൻ്റെ കാര്യമെല്ലാം പറഞ്ഞു വരും. അപ്പോൾ ഈ ശബരിമലയിൽ കുറച്ച് പേര് കാര്യം പറഞ്ഞല്ലോ. ഇവരെ കണ്ടുകൊണ്ട് കോട്ടയംകാരനൊരു മുതലാളിയുണ്ട്, കൊല്ലംപറമ്പിൽ കൊച്ചാപ്പു. അദ്ദേഹം ചോദിച്ചു, സ്വാമി, ഈ ശബരിമലയ്ക്ക് പോകുന്നവർ ധരിക്കുന്ന പോലെ മുദ്ര വല്ലതും ധരിക്കണോ? മുദ്ര. അപ്പോൾ ഗുരു ചോദിച്ചു, അതെന്താടാ മുദ്ര? അപ്പോൾ ചോദിച്ചു, അല്ല സ്വാമി, ശബരിമലയ്ക്ക് പോകുന്നവർ രുദ്രാക്ഷത്തിൻ്റെ മാല ഇടുമല്ലോ, അങ്ങനെയാണല്ലോ അവർ ശബരിമലയ്ക്ക് പോകുന്നത്. അപ്പോൾ ഗുരു പറഞ്ഞു, ശിവഗിരിക്ക് പോകുമ്പോൾ ഒന്നും ഇടണ്ട. ഇനി നിനക്ക് രുദ്രാക്ഷം വേണമെങ്കിൽ അത് നീ നന്നായിട്ട് ഉരച്ച് വെള്ളത്തിൽ മുക്കി കുടിച്ചോളാൻ പറഞ്ഞു. നല്ല മരുന്നാന്ന് അങ്ങനെ പറഞ്ഞേ. ഇനി നമുക്ക് കടത്തിയോടൊന്നും വേണ്ട, അത് നന്നായി ഉരച്ച് വെള്ളത്തിൽ മുക്കി കുടിച്ചോളാൻ. ശബരിമലയ്ക്ക് പോകുന്ന ആളുകളെ പോലെ ബാണ്ടക്കെട്ടൊന്നും വേണ്ടെന്ന് പറഞ്ഞ്, ഒന്നും വേണ്ട. അത്രയ്ക്കും പോസിറ്റീവായി ഇതിനെല്ലാം റിഫോം ചെയ്ത് പരിഷ്കരിച്ച് നോക്കൂ. ഇതൊക്കെ ചെയ്ത ആളാണ് ഗുരു. എന്നിട്ടാണ് അടുത്തൊരു ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഈ വലിയ ലിസ്റ്റ് കൊണ്ട് വന്നേക്കുവാ. ചോദിച്ചിട്ട്, കഴിഞ്ഞു സ്വാമി, ഇനി എന്തേലും ചോദിപ്പാനുണ്ടോ? ഇനിയൊന്നുമില്ല സ്വാമി. എങ്കിൽ നാം ഒന്ന് ചോദിക്കട്ടെ. എല്ലാവരും ഞെട്ടി. ഗുരുവിൻ്റെ ചോദ്യം, ഈ ശിവഗിരി തീർത്ഥാടനത്തിന് എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? അവിടെ തീർന്ന് ആലോചന. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എത്ര ദിവസത്തെ വ്രതം വേണം,
ഇപ്പോഴത്തെ കാലത്ത് ആരും വലിയ വ്രതമൊന്നും അനുഷ്ഠിക്കുകയില്ല. ഇപ്പോഴത്തെ കാലമല്ലേ, ഒരു 10 ദിവസം ബുദ്ധന്റെ പഞ്ചശുദ്ധിയോടുകൂടി മതി. എൻ്റെ ആവശ്യമുള്ളൂ. അതാ പറഞ്ഞു, ജസ്റ്റ് 10 ദിവസം, വലിയ 41 ഒന്നും വേണ്ട, ജസ്റ്റ് 10 days, അത് നമ്മുടെ ഇഷ്ടം പോലെ മതി. ഞാനിപ്പോൾ പറയാറുണ്ട് നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ ശബരിമലയ്ക്ക് പോകുമ്പോൾ ഒരു രസകരമാണ് കേട്ടോ. 41 ദിവസം വ്രതമാണ്, ഒരു അഭിമാനമാണ്. നമ്മുടെ കൂട്ടുകാരൊക്കെ പ്യൂർ വെജിറ്റേറിയൻ. നമ്മൾ 10-17 വർഷമായി ഞങ്ങളൊരു ഭഗവാനെ കുറിച്ച് പഠിക്കുന്ന ഒരു ടീമുണ്ട്. എല്ലാവരും തന്നെ വെജിറ്റേറിയൻസ് ആണ് വർഷം. അപ്പോൾ നമുക്ക് പ്രതി നോക്കുമ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആണല്ലോ. അപ്പോൾ ഇവർ 41 ദിവസം വ്രതം എടുക്കും. എൻ്റെ എത്രയോ ഫ്രണ്ട്സ്, രസകരമാണ്, ഇവർ ചെരുപ്പിടത്തില്ല. അതൊക്കെ ഒരു ആചാരത്തിന് സോഷ്യൽ കസ്റ്റമാണ്. അതൊരു നല്ലതുമാണ്, നമുക്കൊരു പ്രാക്ടീസാണ്. നമ്മൾ പെട്ടെന്ന് ചെരുപ്പിടാതെ ഈ കല്ലുകൊണ്ട് നമുക്ക് വേദന എടുക്കും. ഇവർ ചെരുപ്പില്ലാതെ നടക്കും. ഈ കോട്ടയത്ത് 38-40 ഡിഗ്രി ചൂടിനകത്ത് ഈ ചുട്ടുപഴുത്ത റോഡിലൂടെ ഇതുങ്ങൾ കറുത്ത മുണ്ട് കൊടുത്ത് ചെരുപ്പിടാതെ നടക്കും. ഷേവ് ചെയ്യത്തില്ല, താടി. അത് നമ്മുടെ ഒരു ആചാരത്തിൻ്റെ ഭാഗത്ത് നമ്മൾ അംഗീകരിക്കുന്ന കാര്യങ്ങളാണ്. അത് നല്ലതുമാണ്. അവരങ്ങനെ മത്സ്യം കൂട്ടാതെ, മാംസം കൂട്ടാതെ, മദ്യപിക്കാതെ, പുകവലിക്കാതെ ചൈതന്യത്തോടു കൂടി പോകും. കൃത്യമായ ഒരു അനുഷ്ഠാനത്തിൽ ബ്രഹ്മചര്യ പ്രതിഷ്ഠായാം വീര്യലാഭത, നമ്മുടെ ബോഡിക്ക് ഒരു എനർജിയാണ്. അങ്ങനെ അങ്ങോട്ട് പോയി ഇവർ ശബരിമല പോകും. 10, 13, 14 മണിക്കൂർ ക്യൂ നിന്ന് ശബരിമല ഭഗവാനെ നമസ്കരിക്കും, തൊഴും. നല്ല നിർവൃതിയോടെ. അപ്പോൾ അവരുടെ മനസ്സിലും ശരീരത്തിലും ഒരു ചൈതന്യ പ്രസരണമാണ്. അത് അനുഭവിക്കുന്നവർക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതുങ്ങളുടെ മല ഇറങ്ങി പമ്പ വരും. മൊബൈൽ എടുത്ത് വീട്ടിലേക്ക് വിളിക്കും, അമ്മേ ഞാൻ തിരിച്ചു വരുവാന്ന്. മോനെ തൊഴുതോടാ. അപ്പോൾ ഇപ്പം അന്നൊക്കെ താഴെ വന്നാൽ റേഞ്ചൊക്കെ ഉള്ളൂ ആദ്യ കാലത്തൊക്കെ. അപ്പോൾ മേളിൽ റേഞ്ച് ഒന്നുമില്ല, ഇടയ്ക്കൊന്നും കിട്ടത്തുമില്ല. അമ്മ ഞങ്ങൾ താഴെ എത്തിയെന്ന്. ഞങ്ങൾ ബസ് നോക്കുവാണേ, ആദ്യം കിട്ടുന്ന KSRTC കയറും. മാക്സിമം ഒരു 2 മണി 3 മണിക്ക് കോട്ടയത്ത് വരുമേ, ഞാൻ വീട്ടിൽ വന്നിട്ട് കഴിക്കുള്ളെന്ന്. അന്നേരം അമ്മ മത്തി മേടിച്ച്. നോയമ്പ് വീടുണ്ട്. ഈ 41 ദിവസം ഈ 40 ഡിഗ്രി ചൂടിൽ ഈ റോഡിലൂടെ നടന്ന് ഷേവ് ചെയ്യാതെയും, നോക്കൂ, ഒരു തരം ഉപാസനയിൽ, ഒരു സന്യാസവൃത്തിയുടെ ഒരു സ്ട്രക്ചറിൽ, അതിൻ്റെ ഒരു സ്ട്രീമിൽ ജീവിതം മുന്നോട്ട് നയിച്ച് മനസ്സിലും ശരീരത്തിലും ഒരു ചൈതന്യ പ്രവാഹം ഉണ്ടാക്കി വീട്ടിൽ വന്ന് ആദ്യം കഴിക്കുന്നത് മത്തി വറുത്തതാ. എന്തിനാപ്പാ ഈ 41 ദിവസം ഈ കഷ്ടപ്പാട് വെട്ടത്? ഈ 41 ദിവസം നോക്കൂ. ഞാനൊരു തമാശയ്ക്ക് പറയും, ഈ അമ്മമാർ തന്നെ ആദ്യം ചീത്തയാക്കുവാണല്ലോ എന്ന്. അവനെന്ന് വൈകിട്ടെന്ന്, അവനെന്ന് വരുമ്പോഴേ നോയമ്പ് വീടണ്ടേന്ന്. നോക്കൂ. അപ്പോൾ അതാ സ്വാമി എന്ന് പറഞ്ഞു കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ ആര് നോക്കാനാ? ഒരു 10 ദിവസം മതി, അത് ബുദ്ധൻ്റെ പഞ്ചശുദ്ധിയോടുകൂടി മതിയെന്ന് പറഞ്ഞ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചോദിക്കുന്നത്, ഗുരു ഈ തീർത്ഥാടനത്തിന് എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ഇവർ തീർന്ന്, ഇവർക്കറിയില്ല. അപ്പോഴാ ഗുരു പറഞ്ഞേ, ഏതൊരു പ്രസ്ഥാനത്തിനും ഓരോ ഉദ്ദേശമുണ്ടായിരിക്കണം. മഹാഗുരുവിൻ്റെ ഏറ്റവും സിസ്റ്റമാറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു സയൻറ്റിഫിക്കാണ്. ഇപ്പോൾ നമ്മളിപ്പം നോക്കും, നമ്മുടെ സ്വാമിയുള്ള സ്വാഗതം പറഞ്ഞപ്പോൾ ഗുരുവിൻ്റെ അവസാനത്തെ ഒരു ചടങ്ങ്, അത് നമ്മൾ ചരിത്രത്തിൽ പലയിടത്തും അങ്ങനെ പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ ഗുരു സാമതൃപാദങ്ങൾ ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി കൊടുത്തുകൊണ്ടോ SNDP യോഗത്തിൻ്റെ വാർഷിക യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടോ മഹാഗുരു അവതാരം പൂർത്തിയാക്കത്തില്ല കേട്ടോ. നമ്മൾ ഒന്നുകൂടി അതിനകത്ത് പഠിക്കുമ്പോൾ അത് കഴിഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഗുരു ചെയ്യുന്നുണ്ട്. മഹാഗുരുവിൻ്റെ മഹാസമാധിക്ക് 48 ദിവസം മുമ്പ്, കൃത്യമായിട്ട് പറഞ്ഞാൽ 1928 ഓഗസ്റ്റ് 3 സ്വാമി ഒരാൾക്ക് സന്യാസം കൊടുക്കുന്നുണ്ട്. ഒരു തലശ്ശേരിക്കാരന്, ഒരു അനന്തശേണായിക്ക്, ഒരു ഗൗഡസാരസ്വത ബ്രാഹ്മണന്, ആനന്ദതീർത്ഥർക്ക്. നോക്ക്, ഇവിടെ അന്യമതസ്ഥർക്ക് പ്രവേശനമില്ലെന്നൊരു ബോർഡ് വെച്ചതിൻ്റെ പേരിൽ ഈ മണ്ണിൽ നിരാഹാരം കിടന്നില്ലേ? ആനന്ദതീർത്ഥൻ, അഭിമാനമല്ലേ അത്? എൻ്റെ ഗുരുവിൻ്റെ ക്ഷേത്രത്തിൽ ഇങ്ങനെ പറ്റത്തില്ലെന്ന് പറഞ്ഞത്. നോക്കൂ, ആ ആനന്ദതീർത്ഥർക്ക് സന്യാസം കൊടുത്തതും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗുരുവിൻ്റെ ഒരു കർത്തവ്യ നിർവഹണമാണ് കേട്ടോ. അതിനു മുമ്പ് ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. ഗുരു ശ്രീനാരായണ ധർമ്മസംഘ ട്രസ്റ്റിൻ്റെ അവസാനത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് ജനുവരി 20 മഹാഗുരുവിൻ്റെ രോഗപീഠ കാലഘട്ടം എന്ന് പറയുന്നത് 8 മാസമാണ്. 1928 ജനുവരി 20 മുതൽ സെപ്റ്റംബർ 20 വരെയുള്ള 8 മാസമാണ് ഗുരുവിൻ്റെ രോഗപീഠ. സെപ്റ്റംബർ 20 സമാധിയാണ്. ജനുവരി 20 സ്വാമി ആദ്യമായി പറയുന്നത്, നമുക്കൊരു വൈദ്യനെ കാണണം, ഡോക്ടറെ കാണണം എന്ന് ബോധാന സ്വാമിയോട്. അന്ന് ഗുരു അക്സെപ്റ്റ് ചെയ്യുന്നു, ഐ മീൻ സിക്ക്, എനിക്ക് അസുഖമാണെന്ന്. അത് ഈ ഗുരുവിനെ ശുശ്രൂഷിക്കുവാൻ ശിഷ്യന്മാർക്കുള്ളൊരു അവസരം മാത്രമാണത്. പിന്നീട് 8 മാസം സെപ്റ്റംബർ 20 സമാധിയാണ്. ഞാൻ എന്തെങ്കിലും നമുക്കൊരു അവസരമുണ്ടെങ്കിൽ ഗുരുവിൻ്റെ മഹാസമാധി നമുക്ക് അന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്കത് പറഞ്ഞു പോകേണ്ടതാണ്. അതിനുശേഷം നോക്കൂ, ഗുരുവിൻ്റെ ഒരു വലിയ അവതാര നിർവഹണമായി എൻ്റെ ഒരു വാദമല്ല, എൻ്റെ ഒരു അഭിപ്രായമാണ്, ഒരു തലശ്ശേരിക്കാരന് സന്യാസം കൊടുത്തതാ. അതുകൂടി പരിഗണിക്കണം നമ്മൾ. നോക്കൂ, അപ്പോൾ അതിനുശേഷം തൃപ്പാദങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നതാണ്, ഇതിനൊരു ഉദ്ദേശം വേണ്ടേ? അപ്പോൾ
അപ്പോൾ ഇവർ പറഞ്ഞു, സ്വാമി അതറിയില്ല. ഏതൊരു പ്രസ്ഥാനത്തിനും വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം, ഉദ്ദേശമുണ്ടായിരിക്കണം. കുറേ ആളുകൾ മഞ്ഞ വസ്ത്രവുമെടുത്ത് കൊട്ടിയും പാടിയും ഭക്ഷണം പാചകം ചെയ്തും നടന്നും വാഹനങ്ങളിലായും ശിവഗിരിയിൽ വന്ന് ഇവിടമെല്ലാം മലിനമാക്കിയിട്ട് പോയിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പിന്നെ പറഞ്ഞ് ജനക്കൂട്ടം മലവെള്ളം പോലെ കയറി വരും, ഇറങ്ങിപ്പോകും. അതുകൊണ്ട് ആർക്കും ഒരു ഗുണവുമില്ല. ശിവഗിരി തീർത്ഥാടനത്തിന് ഒരുദ്ദേശമുണ്ടായിരിക്കണം. എന്നിട്ടാണ് മഹാഗുരുവിന്റെ ലോക പ്രസിദ്ധമാക്കിയ ഓപ്ഷൻ ശിവഗിരി തീർത്ഥാടനം അറിവിന്റെ തീർത്ഥാടനമായിരിക്കണം. അതറിയപ്പെടുന്നത് അറിവിന്റെ തീർത്ഥാടനം. എന്നിട്ട് വീണ്ടും ചോദിച്ചു, ഈ തീർത്ഥാടനം എന്ന് വേണം? എന്നിട്ട് ഗുരു പറയുന്നു, യൂറോപ്യന്മാരുടെ ആണ്ടുപിറവിയായ ജനുവരി 1 ആയിക്കൊള്ളട്ടെ. സത്യത്തിൽ ഇപ്പം ജനുവരി 1 സമാപന സമ്മേളനമാണ്. ഇപ്പം ഡിസംബർ 30, 31 ജനുവരി 1. അത് പിന്നെ ഇത്രയും വലിയ ക്രൗഡ് വരുമ്പോൾ നമുക്കറിയാവോ, കഴിഞ്ഞ വർഷം ശിവഗിരി തീർത്ഥാടനത്തിന് വന്നിട്ട് പോയത് 35 ലക്ഷം പേരാണ്. 35 ലക്ഷം പേര്, ഏതാണ്ട് 10,000-അടുത്ത് ബസ് വന്നിട്ട് പോയി. പഴയ കാലമൊന്നുമല്ല. ശിവഗിരി വാലിക രീതിയിൽ ഉയരുകയാണ്, വാലിക രീതിയിൽ. അപ്പോഴാ ഗുരു ചോദിക്കുന്നത്, നോക്കൂ ഇതിൻ്റെ രീതി കൃത്യമായിട്ട് സ്വാമി ഇങ്ങോട്ട് പറയുന്നത് ലക്ഷ്യത്തിൻ്റെ കാര്യത്തെക്കുറിച്ച്. അപ്പം ഇത്രയും ആളുകൾ വന്ന് ഇറങ്ങി പോകുമ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉദ്ദേശം വേണ്ടേ? എന്തെങ്കിലും ഒരു ഉദ്ദേശം. യൂറോപ്യന്മാരുടെ ആണ്ടുപിറവിയായ ജനുവരി 1 ആയിക്കൊള്ളട്ടെ. ഞാൻ മറന്നു പോകാതിരിക്കാൻ ഇടയ്ക്കൊരു കാര്യം പറയുവാണേ. നിങ്ങൾ തലശ്ശേരിക്കാരോടുള്ള എൻ്റെ ഒരു റിക്വസ്റ്റാണ്, നിങ്ങളെല്ലാവരും സാധിക്കുമെങ്കിൽ ഡിസംബർ 31 വൈകുന്നേരം ശിവഗിരി വരണം. ഡിസംബർ 31. ഇതാരെങ്കിലും ഇത് അനുഭവിച്ചവരുടെ ഉണ്ടെങ്കിൽ അവരൊന്ന് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യണം. ഡിസംബർ 31 രാത്രി 11 മണിയാകുമ്പോൾ ശിവഗിരി മഹാസമാധി നട കൊണ്ട് അടയ്ക്കും. നട അടച്ചു കിടക്കും. പിന്നീട് ഒരു 10,000 പേര് മഹാസമാധിയിലും പരിസരത്തും. ഞാനൊക്കെ ഒരു 20 വർഷം മുമ്പ് ആദ്യമായിട്ട് തൊഴാൻ പോകുമ്പോൾ ആകെ ഒരു 200 പേരേ ഉള്ളൂ. ഇപ്പം നമ്മളൊക്കെ അങ്ങ് ഏറ്റവും പുറകിലാണ്, 5,000 പേരാണ് ഇപ്പോൾ. നോക്കൂ, അല്ലെ നമ്മൾ അതുപോലെ നേരത്തെ പോകണം. ഇത്രയും പേര്, വേറൊന്നുമില്ല. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഇത് മാത്രമേ കേൾക്കാനുള്ളൂ, 1 മണിക്കൂർ ഇത് മാത്രമേ കേൾക്കാനുള്ളൂ. ഇത് അങ്ങോട്ട് കഴിഞ്ഞിട്ട് 11, 11:15, 11. നമ്മുടെ മനസ്സ് ഇങ്ങനെ 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 ബീറ്റ്. നിങ്ങളത് അനുഭവിച്ചെങ്കിലുള്ള ഗുരു തന്നെ പറയുന്നുണ്ടല്ലോ, അനുഭവിയാതറിവീല അഖണ്ഡമാം ചിത് ഖനമിത് മൗന ഖന മൗന ഖനാമൃതാബ്ദി. അത് കറക്റ്റാ, അത് അനുഭവിയാതറിവില്ല, അത് അനുഭവിക്കണം. 11:30, 11:45, ഒരു 11:55 ആകുമ്പോൾ നമുക്ക് ബ്രീത്ത് കേൾക്കാം. അടുത്ത് നിൽക്കുന്നുണ്ട് ബ്രീത്ത്. ഇത് മാത്രമേ ഉള്ളൂ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. 12 അങ്ങോട്ട് അടിക്കുകയും. നമ്മുടെ അടുത്താണ്, ശിവഗിരിക്ക് നേരെ താഴെയാണ് വർക്കല ബീച്ച്. അവിടെ ഈ കുടിച്ച് മറിഞ്ഞ് ഫുള്ള് പൊട്ടിച്ച് ആഘോഷിക്കുന്ന ഒരു വിഭാഗം കാണും. ഇവർ ഈ ന്യൂ ഇയറിന് പോയി കുടിച്ച് മറിഞ്ഞ് ആഘോഷിക്കുന്ന പടക്കമൊക്കെ പൊട്ടിക്കും. ഈ പടക്കമൊക്കെ ടക്ക് 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 അങ്ങോട്ട് പൊട്ടി തുടങ്ങുകയും 2 വെള്ളവാതിലും മലർക്കെ അങ്ങോട്ട് തുറക്കും. ടേങ് 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 എന്ന ശിവഗിരി മഠത്തിലെ മണി അങ്ങോട്ട് മുഴങ്ങും. അലങ്കൃതനായ പുഷ്പാലങ്കൃതനായ ഭഗവാൻ എല്ലാ വിളക്കുകളും തെളിച്ചിട്ട് അതൊന്ന് കാണണം കിട്ടും. അർദ്ധരാത്രി 12 അങ്ങോട്ട് നട തുറക്കുമ്പോൾ ചൈതന്യ പ്രസരണത്തോടു കൂടിയ ഭഗവാൻ. ശിവഗിരി മഠത്തിൽ അന്നുള്ള എല്ലാ സന്യാസിമാരും ഗുരുവിനെ വലം വെക്കും. അതിനുശേഷം നിങ്ങൾ ഓരോരുത്തരായിട്ട് കയറി ചെല്ലും. മഠാധിപതി ഓരോ വെള്ളിരുവക്കോയിൻ ഒരു പുതുവർഷര കാണിക്കയായി, ഒരു എന്താണ് നമ്മൾ പറയുന്നത്, വിഷുവിന് കൈനീട്ടം, ഒരു പുതുവത്സര കൈനീട്ടമായി ഓരോ കോയിൻ തരികയും ചെയ്യും. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വീട്ടിലൊക്കെ ഈ എന്തെങ്കിലും കപ്പയൊക്കെ വേവിച്ച് മീൻകറിയൊക്കെ വെച്ച് കഴിച്ചുകൊണ്ടാണ് ഈ രാത്രി 12 മണിക്ക് ആഘോഷിക്കുന്നത്. ഞാൻ ഓർക്കോ, എന്ത് മണ്ടത്തരമായിരുന്നു. ആ സന്നിധിയിൽ, ദിവ്യസന്നിധോ, ആ സന്നിധിയിൽ ഒന്ന് പോയി നിന്ന് ഏതാണ്ട് 1 മണിക്കൂർ സമയം ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ എന്ന് ജപിച്ചിട്ട് 12 മണിക്ക് അങ്ങോട്ട് ഡോറ് തുറന്നിട്ട് ആ തിരുനട അങ്ങോട്ട് തുറന്നിട്ട് ഭഗവാനെ കാണുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. നിങ്ങൾ തൊഴുത് വീണ്ടും വലം വെച്ച് കാണിക്ക മേടിക്കുമ്പോൾ 1 മണിയാകും. ഡിസംബറാണ്, ഒരു തണുപ്പാണ്. ആ തണുപ്പത്ത് ആ പൂഴി മണലിരുന്ന് ഒന്ന് കൃതിയൊക്കെ ചൊല്ലിയിട്ട് ഒരു 2-2:30 മണിക്ക് നമ്മൾ വണ്ടി എടുത്ത് വെളുപ്പിന് 5:30-6 മണിക്ക് വീട്ടിൽ വന്ന് കയറുമ്പോൾ ആ ഒരു വർഷം. പിന്നീട് ഇങ്ങോട്ട് നോക്കൂ, കഴിഞ്ഞൊരു 15 വർഷമായി ഇതാണ് എല്ലാ ന്യൂ ഇയറും. ജീവിതത്തിൽ ഒരു മാറ്റവും പുരോഗതിയും ഐശ്വര്യവും മാത്രമേ വന്നിട്ടുള്ളൂ. ഈ ഒരു വേദിയിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ആരെങ്കിലും ഒരാൾ ഈ ഡിസംബർ, ഇതിപ്പോൾ നോക്കൂ, ഇന്നിപ്പോൾ 28 ആകുന്നു, ഇനി എന്നാ ഒരു 30-32 ദിവസമേ ഉള്ളൂ.
32 ദിവസം കഴിഞ്ഞ് ശിവഗിരിയിൽ വന്ന് ഈ ന്യൂ ഇയറിന് വെറുതെ ഒരു ഫുള്ളും പൊട്ടിച്ച് കുറെ കപ്പയും പുഴുങ്ങി തിന്ന് കുറെ കോഴിയും പുഴുങ്ങി തിന്ന് നമുക്കില്ലാത്ത കുറച്ച് കൊളസ്ട്രോളും ഉണ്ടാക്കി വെറുതെ ഉറക്കം ഉളച്ച് ടി വിയിൽ കുറെ എന്തൊക്കെയോ കണ്ട് അങ്ങനെയും കളയാം. അവനവൻ്റെ ഇഷ്ടം. ഈ ചൈതന്യ പ്രവാഹത്തിൽ ഭഗവാന്റെ സന്നിധിയിൽ നിങ്ങളുടെ പുതുവത്സരം ആഘോഷിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ വരട്ടെ എന്ന് ഓർത്തുകൊണ്ട് മാത്രം പറഞ്ഞതാണ് അതിൻ്റെ വർണ്ണം കേട്ടോ. നമുക്ക് വീണ്ടും വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ജനുവരി 1 എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നു എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? അപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ ഗുരു പറയുന്നു പേപ്പർ എടുക്കൂ, പെൻസിൽ എടുക്കൂ. നാം പറയാം ഇടത് കൈയുടെ വിരലിങ്ങനെ ഓരോന്നോരോന്നായി ഇങ്ങനെ മടക്കുമായിരുന്നു. വിദ്യാഭ്യാസം, ശുചിത്വം, കൃഷി, കച്ചവടം, സംഘടന, ഈശ്വരഭക്തി, കൈത്തൊഴിൽ, ശാസ്ത്ര സാങ്കേതിക വിദ്യ. വിദ്യാഭ്യാസത്തിൽ ആരംഭിച്ച് ഏറ്റവും മോസ്റ്റ് മോഡേൺ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ അവസാനിക്കുന്ന 8 വിഷയങ്ങൾ. നമ്മളതിനെ അഷ്ടലക്ഷ്യങ്ങൾ എന്ന് പറയും. പ്രിയപ്പെട്ട നിങ്ങൾ നോക്കിക്കേ, എത്രമാത്രം തീർത്ഥാടനമുണ്ട് ഈ ലോകത്ത്. അതിപ്പോൾ മെക്കയിലായാലും, അതിപ്പോൾ പാലസ്തീനിലായാലും, അതിപ്പോൾ തിരുപ്പതിയിലായാലും, അതിപ്പോൾ ശബരിമലയിലായാലും, എവിടെയെങ്കിലും ആകട്ടെ, ഈ പോയിട്ട് വരുന്നവർ ഒരു ആധ്യാത്മിക ചൈതന്യ പ്രസരണവും ഈശ്വര ഭക്തിയൊക്കെ വിട്ടേക്ക്. നോളജിൽ, അറിവിൽ നമ്മൾ എന്താണ് നേടുന്നത്? ഗുരു പറയുന്നു അവർ തിരിച്ചു പോകുമ്പോൾ അറിവുമായിട്ട് പോകണം. ഈ 8 വിഷയങ്ങളെക്കുറിച്ച് അറിവും യോഗ്യതയുമുള്ള ആളുകളെ വിളിച്ചു വരുത്തി പ്രസംഗിപ്പിക്കണം, ക്ലാസുകൾ എടുക്കണം. ഇതെല്ലാം കേട്ട് പഠിച്ചിട്ട് വേണം ആളുകൾ പോകുവാൻ. ശിവഗിരി തീർത്ഥാടനം അറിവിന്റെ തീർത്ഥാടനമായിരിക്കണം. ഇതുപോലുള്ള തീർത്ഥാടനം ലോകത്തിൽ വേറെ ഉണ്ടോ? ലോകത്തിൽ. പക്ഷെ നമ്മളിപ്പോൾ അവിടെ വരും, തൊഴും, അപ്പോൾ വണ്ടിയിൽ കയറും, അടുത്ത സ്ഥലം. നമ്മുടെ ഇപ്പോൾ ഇവിടെ ശ്രീനാരായണ മഠങ്ങളാണ്, നമ്മുടെ അങ്ങോട്ടാണെങ്കിൽ SNDP ശാഖകളാണ്. SNDP യോഗത്തിൻ്റെ അതിനകത്ത് പ്രിന്റ് നോട്ടീസിനകത്ത് ശിവഗിരി, അരിവിപ്പുറം, ചെമ്പഴന്തി, മരുത്താമല, കുന്നമ്പാറ, കോവളം, ഈ ബസ് സ്റ്റാൻഡ് അമർ പറയുന്ന പോലെ ഈ സ്റ്റാൻഡ് ഇത്ര സ്ഥലങ്ങളാണ് പോകുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അരിവിപ്പുറം ഇറങ്ങിയാൽ പിന്നെ നേരെ കോവളം. തീർത്ഥാടനം കഴിഞ്ഞല്ലോ, നോയമ്പും വീട് നമുക്ക് തിരിച്ചു വരാം. പൊറോട്ട, ബീഫ്, ഓംലെറ്റ്, ഒറ്റ പൊരിച്ച. നോക്കൂ, അറിവ് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സാധിക്കുന്നവർ 8 സമ്മേളനങ്ങൾ, ഇപ്പോൾ അത് ശിവഗിരി TV ലൈവ് ഉണ്ട്, അത് നിങ്ങൾ കാണുക. 8 വിഷയങ്ങളിലും പ്രഗത്ഭരായ ആളുകളെ മാത്രം വിളിച്ചു കൊണ്ടുവരുത്തുന്ന തീർത്ഥാടനമാണ് ശിവഗിരി തീർത്ഥാടനം. അതിൽ പങ്കെടുക്കുക. ഇതൊന്നുമല്ല, നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഇപ്പോൾ കാലം മാറി, ശിവഗിരി TVയിൽ ലൈവ് ഉണ്ട്. അതെല്ലാം അവിടെ റെക്കോർഡറാണ്. നിങ്ങൾക്ക് സമയം പോലെ കാറിൽ യാത്ര ചെയ്യുമ്പോൾ, വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പോൾ, വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് യൂട്യൂബ് ചാനലിൽ കയറി കഴിഞ്ഞാൽ ഈ ഓരോ സമ്മേളനത്തിൻ്റെയും റെക്കോർഡ് വീഡിയോസ് നല്ല ഹൈ ഡെഫിനിഷനിൽ, ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കാണാം. മക്കളെ കാണിക്കണം, മക്കളെ കേൾപ്പിക്കണം. കാരണം ശിവഗിരി തീർത്ഥാടനം അറിവിൻ്റെ തീർത്ഥാടനം എന്ന ആ ഒരു വലിയ സംജ്ഞ നാം ഉൾക്കൊള്ളേണ്ടതുണ്ട്, നാം പറയേണ്ടതുണ്ട്, നാം പ്രചരിപ്പിക്കേണ്ടതുണ്ട്. അതങ്ങനെയാണ് ചെയ്യേണ്ടതും. അപ്പോൾ ഇങ്ങനെയാണ് ശിവഗിരി തീർത്ഥാടനം ഉണ്ടായത്. അവിടെ രസകരമായ 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ വിഷയം അവസാനിപ്പിക്കാം. ഈ വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യൻ ഒരു ചോദ്യമുണ്ട് ഗുരുവിനോട്. സ്വാമി, ഞങ്ങൾ തീർത്ഥാടകരായി അടുത്ത വർഷം വരുമ്പോൾ തൃപ്പാദങ്ങൾ അവിടെ ഉണ്ടാവുമെന്ന്. ഇത് ചോദിക്കുന്നത് ജനുവരി 16. ഇനി സ്വാമി ഇല്ല, ശരീരം ഉപേക്ഷിക്കാൻ തീരുമാനിച്ച് ഇനി 8 മാസം കൂടിയേ ഉള്ളു. അവിടെ ചോദിക്കുന്നേ, സ്വാമി ഞങ്ങൾ തീർത്ഥാടകരായി അവിടെ വരുമ്പോൾ ഉണ്ടാവുമോ തൃപ്പാദങ്ങൾ? എന്നും അവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഗുരു ചിരിക്കുന്നുണ്ട്, എന്നുമോ? സ്വാമി അവിടെ എന്നും ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഗുരുവിന്റെ പുറകില് ഇടതു ഭാഗത്തായി നരസിംഹദാസ സ്വാമിയുണ്ട്. നരസിംഹദാസ സ്വാമി ചില്ലറക്കാരനല്ല കേട്ടോ. ഈ ചില്ലറക്കാരൻ എന്ന് പറയുന്നത് കോട്ടയം ഭാഷ കേട്ടോ, സാധാരണക്കാരനെന്നാണ്, ചില്ലറക്കാരനല്ല കേട്ടോ. നരസിംഹദാസ്വാമി തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ സ്വദേശിയ. കുട്ടി എന്നായിരുന്നു പൂർവാശ്രമത്തിലെ പേര്. സ്വന്തം വീടിന്റെ പുറകിൽ ഒരു നരസിംഹ ക്ഷേത്രമുണ്ട്. അന്ന് അവരുടെ കൂടെ കയറാൻ പറ്റത്തില്ല. അതിന്റെ പുറകിൽ ഒരു കാടുണ്ട്. ആ കാട്ടിൽ പോയി ദിവസങ്ങളോളം തപസ് ചെയ്ത് നരസിംഹസ്വാമിയെ പ്രത്യക്ഷപ്പെടുത്തിയെന്നാണ് കഥ. അതിനുശേഷം പുറത്തിറങ്ങുന്നു. പിന്നീട് മൂത്തകുന്നം ശ്രീനാരായണ മംഗല ക്ഷേത്രത്തിൽ പൂജയും മറ്റുമായി കൂടുന്നു. ശ്രീനാരായണ പ്രസ്ഥാനത്തിലേക്ക് വരുന്നു. ശിവഗിരിയിലെത്തി മഹാഗുരുവിന്റെ അന്തരംഗ ശിഷ്യനായി മാറുന്നു. സിദ്ധൻ, സിദ്ധി വൈഭവമുള്ളയാള്, മഹായോഗി. നിങ്ങൾക്കറിയാവോ, മലയാളത്തിന്റെ കഥാകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന് ചിത്തഭ്രമമുണ്ടായപ്പോ ബേപ്പൂർ സുൽത്താന് തലയിൽ ഭസ്മമിട്ട് കൊടുത്തുകൊണ്ട് ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ച് ആ ചിത്തഭ്രമം മാറ്റിയ ആളാ നരസിംഹദാസ സ്വാമി. ഈ തൃപ്പൂണിത്തറ എരൂർ പോട്ടകിൽ ഭഗവത് ക്ഷേത്രത്തിൽ, അതിനടുത്താണ് നരസിംഹസ്വാമിയുടെ സമാധി പീഠമുള്ളത്. നരസിംഹാശ്രമം പോട്ടകിൽ ക്ഷേത്രത്തിൽ ഇടപ്പള്ളി മനക്കിലെ കോട്ടയിലെ ആനയെ എഴുന്നള്ളത്തിന് കൊണ്ടുവന്നു. ആന ഇടഞ്ഞു, മദം പൊട്ടി. തൃപ്പൂണിത്തറ നഗരത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് ആന മദം പൊട്ടി ഓടി.
സ്വാമി അമ്പലത്തിൻ്റെ ഓഫീസിൽ ഇരിക്കുകയാണ്. അയ്യോ സ്വാമി, ആന മതം പൊട്ടി ഓടിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഈ പള്ളിയിലച്ചന്മാർ ധരിക്കുന്ന പോലെ നീണ്ട ഒരു ലോഹയാണ്, വെള്ള. അങ്ങനെയാണ് ഈ എന്താണ് നമ്മുടെ വയറിൻ്റെ മുകൾ വരെ നീണ്ട താടി, പുറകോട്ട് നീണ്ട മുടി, ഒരു മഹായോഗിയുടെ, ഹിമാലയൻ യോഗിയുടെ എല്ലാ ഭാവങ്ങളുമുള്ളയാളാ. പതുക്കെ നടന്നങ്ങോട്ട് വന്ന് സ്വാമിയുടെ നേരെ മതയാന പാഞ്ഞു വരുവാ. സ്വാമി, അവൻ മതം പൊട്ടി ആനയാണ്, മാറൂ സ്വാമി, മാറൂ സ്വാമി എന്നെല്ലാവരും വിളിച്ചു പറഞ്ഞപ്പോൾ ഈ ആനയുടെ നേരെ പോയി നെഞ്ച് വിരിച്ചങ്ങോട്ട് നിന്നിട്ട് ഇടത് കൈ ഉയർത്തി നിൽക്കവിടെ എന്നാ പറഞ്ഞത്. ഇത് മാത്രമേ ആൾക്കാർ കേട്ടുള്ളൂ. ശരിക്കും സ്വാമി പറഞ്ഞ പിന്നെയാ പറയുന്നത്, ഈ ആന സ്വാമിയുടെ മുമ്പിൽ മുട്ടുകുത്തിപ്പോയെന്നാ, മുട്ടുകുത്തി. പിന്നീട് ഈ സ്വാമി പറഞ്ഞു, ഒരു കിലോ പഴം കൊണ്ടുവരൂ. അവർ ഒരു കിലോ പഴം കൊണ്ടുവന്നു. ഈ പഴം സ്വാമി ആനയ്ക്ക് കൊടുക്കുന്നു. എന്നിട്ട് പാപ്പാമ്മരോട് പറഞ്ഞു, ഇവനെ തളയ്ക്കൂ, ഇവനെ നിങ്ങൾ അങ്ങോട്ട് മാറ്റി തളയ്ക്കണം. കുറച്ച് കഴിഞ്ഞ് ഇവൻ ഒന്നുകൂടി ശാന്തനാകും. ഒന്നുകൂടി ശാന്തനായതിനു ശേഷം നിങ്ങൾക്ക് ഇവനെ തളയ്ക്കുന്നത് അഴിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇവനെ കൊണ്ടുപോയി മനയ്ക്കൽ കൊണ്ടുപോകാം. മനയ്ക്കൽ കൊണ്ടുപോയിട്ട് വീണ്ടും തളയ്ക്കണം. ഇവൻ വീണ്ടും മതം പൊട്ടും. അതിനുശേഷം പതിയെ ശാന്തനാകും, പിന്നെ ഉണ്ടാവുകയില്ല. അങ്ങനെ തന്നെയാ ചെയ്തേ. പിന്നീട് സ്വാമി രോഗഗ്രസ്തനായി കിടന്നപ്പോൾ മംഗളാനന്ദ സ്വാമി ഗുരുകുലത്തിലെ നരസ്വാമിയെ കാണാൻ ചോദിച്ചു, സ്വാമി എങ്ങനെയാണ് അന്ന് ആ ആനയെ ശാന്തനാക്കിയത്? അന്ന് മംഗളാനന്ദ സ്വാമിയോട് നരസിംഹസ്വാമി പറയുന്നത്, പിന്നീട് മംഗളാനന്ദ സ്വാമി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ശ്രീനാരായണ പരമഹംസ മഹാഗുരുവിന്റെ ശിഷ്യൻ നരസിംഹം ആജ്ഞാപിക്കുന്നു ശാന്തനാകുവാനേ. അങ്ങനെയായിരുന്നു നരസിംഹസ്വാമി. വേറൊരു ചരിത്രം കൂടിയുണ്ട്. നരസിംഹസ്വാമിയുടെ കുടലിൽ എന്തോ ഒരു അസുഖം വന്നപ്പോൾ നരസിംഹസ്വാമി എരൂരിൽ അവിടെയുള്ള ഒരു നദിയുടെ മുകളിൽ പത്മാസനത്തിലിരുന്നു. അയ്യോ, ഇതൊക്കെ ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യന്മാർ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും വിശ്വാസമില്ല. നദിയുടെ മുകളിൽ ജലത്തിൽ പത്മാസനത്തിൽ ഇരുന്നു കൊണ്ട് ഈ കുടൽ, അത് വായിലൂടെ ആ കുടൽ പുറത്തേക്കെടുത്ത് ആ മുറിവിൽ എന്തോ മരുന്ന് വെച്ച് തിരിച്ചിട്ടു എന്നാണ്. നമുക്ക് ആധികാരികമായ രേഖ ഉള്ളതല്ല. തൃപ്പൂണിത്തറയിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു വളരെ പ്രായമുള്ളൊരു അപ്പൂപ്പൻ പറഞ്ഞൊരു കഥയാണ്. മേ ഓർ മേ നോട്ട്, ആവാം ആകാതിരിക്കാം. പക്ഷെ അതിന് യോഗ്യതയുള്ള ആളായിരുന്നു നരസിംഹസ്വാമി. തിരിച്ചതിട്ടപ്പോൾ ഗുരു ശാസിച്ചതായാണ്. ഇത്തരം ഹഠയോഗ വിദ്യകൾ സാധാരണക്കാരെ ഭയപ്പെടുത്തും, നീ അത് കാട്ടരുത് പരസ്യമായെന്ന് ഗുരു പറഞ്ഞായിട്ടാ. ഇത് പ്രിന്റഡ് ഡോക്യുമെന്റ് നമുക്കില്ല, എങ്കിലും ചില കഥകൾ നമുക്ക് അങ്ങനെ എടുക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ആളാ നരസിംഹസ്വാമി. ആ നരസിംഹസ്വാമി മഹാഗുരുവിന്റെ പുറകെ നിൽക്കുമ്പോ ഇവർ ചോദിക്കുന്നത്, ഞങ്ങള് ശിവഗിരി തീർത്ഥാടനത്തിൽ വരുമ്പോൾ സ്വാമി അവിടെ കാണുമല്ലോ അല്ലേ എന്ന്. ഗുരു ഇങ്ങനെ ഇടത്തോട്ട് തിരിഞ്ഞ് നരസിംഹസ്വാമിക്കിട്ട് നോക്കി. നരസിംഹസ്വാമി ഒന്നും മിണ്ടാതെ കുനിഞ്ഞങ്ങ് നിന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇനിയില്ല. മാത്രവുമല്ല, നമ്മൾ പഠിക്കുമ്പോൾ ഈ തീർത്ഥാടനത്തിൽ മറ്റൊരു കാര്യം കൂടി കാണാം. യൂറോപ്യന്മാരുടെ ആണ്ടുപിറവി ആയിക്കൊള്ളട്ടെ എന്ന് ഗുരു പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവരിത് ചോദിച്ചത് ജനുവരി 16 അപ്പോൾ അടുത്ത ആണ്ടുപിറവി എന്നാ 1929 ജനുവരി 1. അപ്പോൾ സ്വാഭാവികമായും സ്വാമി തൃപ്പാദങ്ങൾ മഹാസമാധിസ്ഥനായി പോവുകയും SNDP യോഗവും ശിവഗിരി മഠവും തമ്മിൽ കേസുകൾ ഉണ്ടാകാതിരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ആദ്യ തീർത്ഥാടനം നടക്കേണ്ടിയിരുന്നത് ജനുവരി 1 1929. എന്നാൽ അങ്ങനെ ആദ്യ തീർത്ഥാടനം നടക്കേണ്ടിയിരുന്ന, തെറ്റിപ്പോരുത്, ആദ്യ തീർത്ഥാടനം നടക്കേണ്ടിയിരുന്ന 1929 ജനുവരി 1 നിന്നും കൃത്യം 101 ദിവസം മുൻപിലാണ് ഗുരു സമാധിയാകുന്നത്. ഓഗസ്റ്റ് 20. ഇത് ഗീതാ സ്വരാജ മേഡത്തിൻ്റെ ശ്രീനാരായണ ഗുരു അറിയേണ്ടതും അനുഷ്ഠിക്കേണ്ടതും ഒരു ബുക്കിലെ ഒരു വരികളാണ്. നമുക്ക് പഠിക്കുമ്പോൾ രസകരമാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെയാണ് ശിവഗിരി തീർത്ഥാടനം ഉണ്ടാകുന്നത്. പിന്നീട് SNDP യോഗവും ശിവഗിരി മഠവുമായുള്ള കേസുകൾ മൂലം കാര്യങ്ങൾ നീണ്ടുപോയി. ആദ്യ തീർത്ഥാടനം 31 32 33 2 വാദമുണ്ട്. നമ്മൾ സാങ്കേതികമായി നോക്കുമ്പോൾ ഇത് തമ്മിൽ ഒരു ദിവസത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഇവർ 32 ഡിസംബർ 25 യാത്ര പുറപ്പെട്ട് ജനുവരി 1 അവിടെ എത്തുമ്പോൾ 31 33 അപ്പോൾ ടെക്നിക്കലി അത് എടുക്കേണ്ടതില്ല. അത് നോക്കി നമുക്ക് 78 നിന്നും ആദ്യ 5 പേര് പോകുന്ന ഭാഗം നിങ്ങൾക്ക് നിങ്ങൾ നിരന്തരമായി കേട്ട് മടുത്തതായിരിക്കാം. നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഏതാണ്ടൊരു സംക്ഷിപ്തമായ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ പറഞ്ഞു പോയത്. അതെങ്ങനെ ഉണ്ടായി, ഗുരു അതിനെ എങ്ങനെ ചിന്തിച്ചു, ഗുരു അതിനെ എങ്ങനെ സമീപിച്ചു, അന്നവിടെ ഉണ്ടായ കാര്യങ്ങൾ എല്ലാം തന്നെ നോക്കൂ. അന്നത്തെ ആദ്യത്തെ 5 മഞ്ഞ കിളികളിൽ നിന്നാണ് കഴിഞ്ഞ വർഷത്തെ 35 ലക്ഷത്തിലേക്ക് എത്തിയതെന്ന് പറയുമ്പോൾ നോക്കൂ, ഇന്ന് ശിവഗിരി മഠത്തിൽ 8ഉം 9ഉം കല്യാണങ്ങൾ വരെയായി. 10ഉം 50ഉം കുട്ടികളെ എഴുത്തിനിർത്തുന്ന, ഒരു തവണ എഴുത്തിനിരുത്താനും ചോറ് കൊടുക്കാനും 50ലേക്കും 60ലേക്കും അത് എത്തുകയാണ്. നാളുകളിൽ ഒരു 100-200 കൊല്ലമൊക്കെ കഴിയുമ്പോഴാവാം, ചിലപ്പോൾ 100 കൊല്ലം കഴിയുമ്പോഴാവാം.
ഇത് ഗുരുവായൂരിനെ മറികടക്കുന്ന 200-250 കല്യാണം നടക്കുന്ന ലെവലിലേക്ക് എത്തിയിരിക്കും ശിവഗിരി. ഒരു സംശയവും വേണ്ട. സൂര്യനെ കൈകൊണ്ട് എത്ര കാലം മറയ്ക്കാൻ പറ്റും? അതിനൊരു പരിധിയുണ്ട്. സൂര്യൻ അങ്ങ് കയറി വരും. എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ 3 ദിവസങ്ങൾ ചുരുക്കി പറഞ്ഞാൽ വീട്ടുകാരെ മറന്നുപോയി, കൂട്ടുകാരെ മറന്നുപോയി, നാട്ടുകാരെ മറന്നുപോയി. എൻ്റെ വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, വീടിൻ്റെ ബേസ്. അപ്പോൾ എന്നെ കോൺട്രാക്ടർ ഇങ്ങോട്ട് വിളിക്കുകയാണ്, ബിബിൻ തിരിച്ച് വന്നിട്ട് വേണം ബേസ്മെൻറ്റ് വാർക്കാനായിട്ട്. ചേട്ടാ തിരിച്ച് വിളിക്കാം. പിന്നെ എപ്പോൾ വിളിക്കാനാ? പുന്നോൽ മഠം അല്ലെങ്കിൽ കതിരൂരിലെ മഠം, വറുതുറക്കാണേ വീട്, അവിടെ വരുന്നു. ഇവിടെ ഉച്ചയ്ക്ക് വന്നപ്പോഴത്തേക്കും നമ്മുടെ ഭജനങ്ങളുടെ ഒരു ഷൂട്ടിങ് കാര്യങ്ങൾ അടുത്തടുത്ത പരിപാടികളാണ്. ഇങ്ങനെ ശരിക്കും അനീഷ് പറയുമായിരുന്നു, ശ്രീത്ത് പറയുമായിരുന്നു, കഴിഞ്ഞ 3 ദിവസമായിട്ട് വീട്ടുകാരെക്കുറിച്ച് പോലും മറന്നുപോയി. മഹാഗുരുവിൻ്റെ പ്രയാണ വീതിയിലൂടെ ഗുരുമാർഗ പ്രണയതരം അക്ഷരാർത്ഥത്തിൽ അനുഭവിക്കുകയായിരുന്നു. മനസ്സിലും പ്രവൃത്തിയിലും ചിന്തയിലും ഗുരുവിലൂടെയുള്ള യാത്ര തന്നെയായിരുന്നു. രാവിലെ മുതൽ പ്രിയപ്പെട്ട രാജീവേട്ടനെ വണ്ടിക്കകത്ത് കയറ്റി നമ്മുടെ മാഹിയിലെ സുധീരേട്ടനുണ്ട്, അത് 2 സഹചാരിമാരെ ഗുരു ഇവിടെ തന്നു. റാഷി ചേട്ടൻ ഇന്നലെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എത്രയോ ആളുകൾ അവരുടെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഒരു വലിയ ചൈതന്യമാണ്. നാളെ ഇവിടുന്ന് മടങ്ങണമല്ലോ നോർക്കുമ്പോൾ ഇന്ന് ചെന്നിട്ട് വേണം. അപ്പോൾ ഇന്ന് എൻ്റെ വൈഫ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബാങ്കിൻ്റെ മാനേജറെ വിളിച്ചിട്ട് അത് വാർക്കുന്നില്ല ചോദിച്ച്, നിങ്ങൾക്ക് വീട് പണിയണ്ടേ? അപ്പം ലോൺ സാങ്ഷനായിട്ട് മാനേജർ വെയിറ്റ് ചെയ്യുക. നമ്മളിവിടെ ഇതിൻ്റെ അത് ആ ഒരു ഇത് ഹൃദയത്തിൽ നിന്ന് പറഞ്ഞതാണ്. ഗുരുവിൻ്റെ സരണിയിൽ മുങ്ങിപ്പോയി 3 ദിവസം. വളരെ സന്തോഷം, വളരെ സന്തോഷം. ജീവിതത്തിൻ്റെ പ്രയാണ വീതിയിൽ അല്ലേ, നമ്മുടെ ബോധാനസം പറഞ്ഞല്ലേ, ഈ ലോകയാത്രയിൽ ഇടയ്ക്ക് മുടക്കം ഓരോന്നാലോചിയാതെ വരുമെങ്കിലും എൻ്റെ ചിത്തം ആലോലമാകരുത് പിന്തിരിയാതെ, നിന്റെ കാലോർത്തു കാലം. അത് മതി, അത് മാത്രം മതി. മഹാഗുരുവിൻ്റെ പാദങ്ങളിൽ ഏറ്റവും വലിയ ഒരു അവസരം, ഒരു അനുഭവം. കഴിഞ്ഞ ഞാനിവിടെ സൺഡേ, ഞായറാഴ്ച വൈകിട്ട് വന്നു. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ 4 ദിവസം ഞാൻ ഈ മണ്ണിലുണ്ടായിരുന്നു. ഈ 4 ദിവസവും കിടക്കുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ആ മുറിയിലൂടെ, അറിഞ്ഞോ അറിയാതെയോ ആ മേളിലത്തെ മുറി തന്നെയാണ് അമ്പർ നമുക്ക് തന്നത്. ആ മുറിയിലൂടെ ലോകത്തിലെ ആദ്യത്തെ പഞ്ചലോക വിഗ്രഹം കണ്ടുകൊണ്ടാണ് ഉറങ്ങാൻ പോകുന്നത്. രാവിലെ ഉണരുമ്പോൾ ആദ്യം ജനൽ തുറന്ന് ആ പഞ്ചലോക വിഗ്രഹം കണ്ടുകൊണ്ടാ ഉണരുന്നേ. ഇനി അങ്ങ് മരിച്ചു പോയാലും ഈ ദിവസങ്ങളിൽ 4 ദിവസം വലിയൊരു അസുലഭമായ സൗഭാഗ്യമായി അതിനെ കരുതുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഇത്രയും ഒരു മഹനീയമായ, നോക്ക് എന്നോട് ചിലപ്പോൾ ഇട ദിവസമാണ് 10 പേരായിരിക്കാം, 15 പേരായിരിക്കാം എന്ന് വരെ ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ പോലെ, അത് നമ്മളോടുള്ള സ്നേഹം കൊണ്ട് ഭാരവാഹികൾ പറയുന്നതാണ്. ഒന്നും തോന്നരുത്, അയ്യോ നമുക്ക് എന്താ കുഴപ്പം. നോക്കൂ, ഒരു ദിവസം പോലും 100 പേരിൽ കുറയാത്തൊരു ഓഡിയൻസിനെ ഇവിടെ കണ്ടു. മഹാഗുരുവിനെക്കുറിച്ച് കേൾക്കുവാനും അറിയുവാനുമുള്ള നിങ്ങളുടെ സമർപ്പിത ചേതസ്സായി അതിനെ കാണുന്നു. നോക്കൂ, എത്രയോ മഹാരഥന്മാർ വന്നു പോയിട്ടുള്ള, എത്രയോ മഹാന്മാരായ പ്രഭാഷകർ കടന്നു പോയിട്ടുള്ള ശിവഗിരിയുടെ മഹാഗുരുവിൻ്റെ ചരിത്രഭൂമികയിലെ തലശ്ശേരിയുടെ എണ്ണം പറഞ്ഞ ഇതിഹാസകാരന്മാരുടെ നാട്ടിൽ അടുപ്പിച്ച് 3 ദിവസം നിങ്ങൾ ക്ഷണിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു വലിയ നൊബേൽ പ്രൈസ് പോലെ കാണുകയാണ്. വ്യത്യസ്തമായ 3 വിഷയങ്ങളെ ആ രീതിയിൽ തന്നു. ശരിക്കും വലിയ ബുക്കുകളുടെ കെട്ടൊക്കെ എടുത്ത് വണ്ടിക്കകത്തിട്ടുണ്ടാണ് വന്ന് ഇതൊക്കെ റെഫർ ചെയ്തിട്ട് തുറക്കാൻ പോലും പറ്റിയില്ല. പലയിടത്തുനിന്ന് ഓടി വന്ന് കുളിച്ചിട്ട് വണ്ടികളിൽ കയറുമായിരുന്നു. മനസ്സിലേക്ക് മഹാഗുരു എന്നോട് ശ്രീതപ്പ പറഞ്ഞായിരുന്നു, ഒന്നും പേടിക്കണ്ട, അവിടെ ചെല്ലുമ്പോൾ ഗുരു എല്ലാം അങ്ങ് ഒഴുക്കി തന്നോളും. അതെനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഇതെല്ലാം സമയത്ത് കൃത്യമായ പോയിന്റുകൾ ഭഗവാൻ മനസ്സിലേക്ക് ഒഴുക്കി തന്നതാണ്. നിങ്ങൾ സ്വീകരിച്ചു എന്ന് കരുതുന്നു. ഇനിയും ആയുസ്സും ആരോഗ്യവും അവസരവും മഹാഗുരു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും വർഷം നീണ്ടു നിന്ന ജീവിതത്തിലെ മഹാഗുരുവിൻ്റെ പ്രയാണ ശബരിയിലെ ഒരിക്കലും മറക്കാനാവാത്ത 4 ദിനങ്ങൾ സമ്മാനിച്ച തലശ്ശേരിയോട്, പ്രിയപ്പെട്ട ഗുരുഭക്തരോട്, ക്ഷേത്രത്തോട്, ഉപാസകരോട്, ഈ മണ്ണിനോട് ഇന്ന് യാത്ര പറയുന്നു. നാളെ രാവിലെ മടങ്ങും. നിങ്ങളെല്ലാവരുടെയും ഹൃദയങ്ങളിലും ഭവനത്തിലും തലശ്ശേരിയുടെ ഈ മണ്ണിന് മഹാഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇനി ഞാനവിടെ വന്നാലും വന്നില്ലെങ്കിലും പ്രിയപ്പെട്ടവരെ, അടുത്ത മാർച്ച് 13 ആകുമ്പോൾ ഇനി ഏതാണ്ട് 45 ദിവസം 50 താഴെയുള്ളൂ. ഈ ഭഗവാൻ ഇവിടെ വന്നിട്ട് 98 വർഷമാവുകയാണ്. നിങ്ങൾ ആലോചിക്കണേ, നിങ്ങൾ സംഘടിക്കണേ. 2 കൊല്ലം നീണ്ടു നിൽക്കുന്ന ഒരാഘോഷ സഭ സംഘടിപ്പിക്കണേ. സാധിച്ചെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റിനെയോ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇന്ത്യ ശ്രദ്ധിക്കുന്ന പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങാക്കി അതിനെ മാറ്റണേ. കാരണം ശ്രീനാരായണ ഗുരു നമ്മുടെ വിഗ്രഹം വേണ്ടെന്ന് പറഞ്ഞു വന്ന് പ്രചരിപ്പിക്കുന്നൊരു വിഡ്ഢിത്തരത്തിന് ഈ ലോകത്തിന്റെ മുമ്പിൽ തലശ്ശേരിയുടെ മറുപടിയാണത്. അതെല്ലാവരെയും അറിയിക്കണേ.
അതെല്ലാവരും അറിയിക്കണേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകൾ 3 ദിവസത്തെ എൻ്റെ ഈ പ്രാർത്ഥന മഹാഗുരുവിൻ്റെ പാതാരബന്ധങ്ങളിൽ ഒരു അർച്ചനയായി സമർപ്പിക്കുന്നു. 3 ദിവസവും നല്ല ഗംഭീരമായൊരു ശബ്ദ സംവിധാനം നമുക്കുണ്ടായിരുന്നു. നമ്മൾ എങ്ങനെയൊക്കെ കിടന്ന് ബഹളം വെച്ചാലും ഒച്ച വെച്ചാലും കൃത്യമായൊരു വോയിസ് ബാക്കപ്പ് ഇല്ലെങ്കിൽ അത് ഫലിക്കുകയില്ല. ജഗന്നാഥ ക്ഷേത്രത്തിന് സ്വന്തമായൊരു ശബ്ദ സംവിധാനമുണ്ട്. ഒരു അനിയനെ പോലെ കൂടെ നടന്ന് എല്ലാ സപ്പോർട്ടും ചെയ്യുന്ന പ്രിയപ്പെട്ട വിനീതിനോടുമുള്ള വ്യക്തിപരമായൊരു നന്ദി കൂടി ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് എൻ്റെ ഈ സ്നേഹം നിങ്ങളുടെ എല്ലാവരുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് മഹാഗുരുവിൻ്റെ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഈ വേദിയിൽ നിന്നും ഈ മണ്ണിൽ നിന്നും മടങ്ങുന്നു. നന്ദി, 1000 നമസ്കാരം.